ഡിയർ ഫ്രണ്ട്സ്, ഇന്നലെ പോസ്റ്റ് ചെയ്ത കുറ്റാന്വേഷണ കഥ എന്ന സ്റ്റോറിയുടെ അവസാന ഭാഗമാണ് നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത്. നമുക്ക് നേരെ കഥയിലേക്ക് പോകാം. സമയം രാത്രി 9 മണി. കല്ലും മുള്ളും നിറഞ്ഞ തറവാടിന്റെ അരികിലുള്ള ഇടവഴിയിലൂടെ എങ്ങോട്ടെന്നില്ലാതെ നടക്കുകയാണ് ഡൊമിനിക്. ഷോ, ഈ പണ്ടാര അടിക്കണ്ടായിരുന്നു. കണ്ണും കാണാൻ മേല, നടക്കാനും പറ്റുന്നില്ല. ഞാനിപ്പോൾ ഇത് എവിടെയാണാവോ? വീട്ടിലേക്കുള്ള വഴി തന്നെയാണോ ഇത് എന്നറിയാനും പറ്റുന്നില്ലല്ലോ. സ്വയം പെറുപിറുത്തുകൊണ്ട് അയാൾ മുന്നോട്ട് നടന്നു. ദൂരെ എവിടെയോ പട്ടികൾ ഓരിയിടുന്ന ശബ്ദം. ഒരു നേരിയ ഭയം അയാളെ പിടികൂടിയത് അയാൾ തിരിച്ചറിയാൻ തുടങ്ങി. ഒപ്പം വഴിതെറ്റിയെന്ന സത്യവും. അയാൾ വന്ന വഴി തിരിഞ്ഞു നടന്നു തുടങ്ങി. അകലെ എവിടെയോ ഒരു നേരിയ വെളിച്ചം തെളിഞ്ഞു. അയാൾ മുന്നോട്ട് നീങ്ങി. വെളിച്ചത്തിനടുത്തേക്ക് നീങ്ങുതോറും ഒരു കറുത്ത രൂപം തെളിഞ്ഞു വന്നു. ഡൊമിനിക്കിന്റെ തൊണ്ട വരണ്ടു. കഴിച്ചത് മുഴുവൻ ദഹിച്ചതായി അയാൾക്ക് തോന്നി. ഭയത്തിന്റെ കൈകൾ അയാളെ വരിഞ്ഞു മുറുക്കി. ആ രൂപം ഡൊമിനിക്കിന്റെ നേരെ വന്നു തുടങ്ങി. ഡൊമിനിക്കിന്റെ കാലുകൾ നിലത്തുറച്ചുപോയി. വിയർപ്പ് തുള്ളികൾ മുഖത്തെ ആവരണം ചെയ്തപ്പോൾ അയാൾ വിറച്ചു. തന്റെ ബോധമണ്ഡലം മറയുന്നത് അയാൾ മനസ്സിലാക്കി. അയാൾ വീണു. പാതിയടഞ്ഞ കണ്ണുകളിലൂടെ ആ രൂപം തന്റെ നേർക്ക് വരുന്നത് അയാൾ കണ്ടു. കമ്മീഷണർ ഓഫീസ്. രാവിലെ 10 മണി. ആകെ വെപ്രാളപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് പ്രകാശ്. എന്താടോ പ്രകാശ്, താൻ വലിയ ടെൻഷനിലാണല്ലോ. എന്തുപറ്റി? അലക്സ് ചോദിച്ചു. എന്റെ സാറേ, ഞാൻ ഈ ഡൊമിനിക്കിന്റെ ഫോണിലേക്ക് രാവിലെ മുതൽ ട്രൈ ചെയ്യുക. കിട്ടുന്നില്ല. രേഖ മാഡം ചോദിച്ചാൽ എന്തു പറയും എന്ന ടെൻഷനാണ്. എന്ത് ചെയ്യാനാ, ഉള്ളത് പറയണം. എന്തായാലും ഞാൻ അയാളെ കണ്ടുപിടിച്ചിട്ടേ ഉള്ളൂ. റീത്തയും മോളും അവളുടെ വീട്ടിലേക്ക് പോയി. ഞാൻ പറഞ്ഞു വിട്ടതാണ്. ഇനിയിപ്പോൾ അവരെ ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ലല്ലോ. താൻ ആ നമ്പറൊന്ന് ട്രേസ് ചെയ്ത് നോക്കിയോ? അലക്സ് ചോദിച്ചു. ഞാൻ സൈബർ സെല്ലായി കണക്ട് ചെയ്തിരുന്നു. അവർ ഇപ്പോൾ വിളിക്കും. അതനുസരിച്ച് നമുക്ക് നോക്കാം. പ്രകാശിന്റെ ഫോൺ അടിച്ചു. അവരായിരിക്കും. പ്രതീക്ഷയോടെ പ്രകാശ് ഫോണെടുത്തു. ഒരു നേരിയ സന്തോഷം അവന്റെ മുഖത്ത് പടർന്നു. അലക്സാറെ, കിട്ടി. നമുക്ക് വേഗം പോണം. മാഡത്തെ വിവരം അറിയിക്കണം. അവർ താമസിച്ചില്ല. രേഖയും അലക്സിനെയും കൂട്ടി പ്രകാശിന്റെ ജീപ്പ് കുതിച്ചു പാഞ്ഞു. മുന്നിലെ കാഴ്ച കണ്ട് എൽസ ഞെട്ടിപ്പോയി. കൈകാലുകൾ ബന്ധിച്ച നിലയിൽ ഡോക്ടർ ജോസ്. കൈത്തണ്ടയും മുഖവും നീരുവന്ന് വീർത്തിരിക്കുന്നു. അവൾ വേച്ചു വെച്ച് അയാൾക്കരികിലേക്ക് നീങ്ങി. അവസാന ശ്രമമെന്നോണം അവൾ മുറിയാകെ കണ്ണോടിച്ചു നോക്കി. അടുത്തുനിന്ന് തന്നെ അവൾക്ക് കുറച്ച് വെള്ളം കിട്ടി. അവൾ അല്പം അതിൽ നിന്നും കുടിച്ച് ക്ഷീണമകറ്റി. നാവിൽ അല്പം നീറ്റൽ അനുഭവപ്പെട്ടു. ഒന്നും വകവെക്കാതെ അവൾ മെല്ലെ എഴുന്നേറ്റു. അവൾ അയാളുടെ അരികിലേക്ക് ചെന്നു. അയാളുടെ മുഖത്ത് വെള്ളം തെളിച്ചു. ഒരു ചെറിയ ഞരക്കത്തോടെ ജോസ് എഴുന്നേറ്റു. വളരെ പണിപ്പെട്ട് അവൾ അയാളുടെ കെട്ടുകൾ അഴിച്ചുമാറ്റി. വളരെ ക്ഷീണിതനായിരുന്നു ജോസ്. എന്നിരുന്നാലും രക്ഷപ്പെടണം എന്നുള്ള തീവ്രമായ ആഗ്രഹം അയാൾക്ക് ഉത്തേജനം നൽകി. അവിടെ അവർ അല്ലാതെ വേറെ ആരുമില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അവർ അവിടെ മുഴുവൻ അവർക്കാവുന്ന വിധത്തിൽ പരതി. രക്ഷപ്പെടാൻ ഒരു പഴുത് കണ്ടെത്തണം. അതായിരുന്നു ലക്ഷ്യം. കുറച്ചു സമയത്തെ തിരച്ചിലിന് ശേഷം അവർക്ക് അവരുടെ ഫോണുകൾ തിരികെ ലഭിച്ചു. മനസ്സിൽ ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്തു. ചാർജ് ഉണ്ടായിരുന്നതിനാൽ അവർക്ക് ആശ്വാസമായി. പിന്നെ ഒന്നും ആലോചിച്ചില്ല. എൽസ രേഖയ്ക്കൊരു മെസ്സേജ് അയച്ചു. അതോടൊപ്പം അവിടെ കണ്ട മേശവലിപ്പിൽ നിന്നും അല്പം പൈസയും അവളെടുത്തു. ഇതേസമയം ജോസ് തങ്ങളെ പിടിച്ചുവെച്ച വ്യക്തികളുടെ സൂചനകൾ തേടുകയായിരുന്നു. പക്ഷേ എല്ലാം വിഫലം. ഒന്നും ലഭിച്ചില്ല. പക്ഷേ അയാൾ ഒരു ഡോക്ടറാണെന്ന് തോന്നിപ്പിക്കുന്ന പലതും ജോസ് അവിടെ കണ്ടു. പെട്ടെന്നാണ് ജോസ് അത് കണ്ടത്. ഉടനെ അയാൾ എൽസയെ വിളിച്ചു. രണ്ടുപേരുടെയും കണ്ണുകൾ വിടർന്നു. ഇതൊന്നും അറിയാതെ സെന്റ് മാർത്താസ് ഹോസ്പിറ്റലിൽ ഗൈനക്കോളജി വിഭാഗത്തിനു മുന്നിൽ തന്റെ അവസാനത്തെ ഇരയും കാത്ത് അയാൾ നിന്നു. ഡൊമിനിക്കിനെ തേടിയുള്ള യാത്രയ്ക്കിടയിൽ ഫോണിൽ മെസ്സേജ് യാദൃശ്ചികമായി നോക്കിയതാണ് രേഖ. ഹേ ഗൈസ്, സ്റ്റോപ്പ്! രേഖ ആക്രോശിച്ചു. എന്താ, എന്തുപറ്റി? അലക്സ് ചോദിച്ചു. എനിക്കൊരു മെസ്സേജ് വന്നിരിക്കുന്നു. ഒരു അൺനോൺ നമ്പറാണ്. വി എസ്കേപ്ഡ് കമ്മിങ് ടു ഓഫീസ് എന്നാണ്. എൽസയുടെ ഫോണിൽ നിന്നാണ്. വേഗം ലൊക്കേഷൻ ട്രേസ് ചെയ്ത് അങ്ങോട്ടേക്ക് ആളെ വിട്. രേഖ പറഞ്ഞതിനനുസരിച്ച് ഒരു ടീമിനെ അതിനായി നിയോഗിച്ചു. അല്പസമയം കഴിഞ്ഞ് ഒരു 2 ശുഭവാർത്തകൾ അവരെ തേടിയെത്തി. അലക്സ് അത് രേഖയെ ധരിപ്പിച്ചു. മാഡം, ജോസിനെയും എൽസയും നമ്മുടെ ടീം കണ്ടെത്തിയിരിക്കുന്നു. കൂടാതെ സിസ്റ്റർ ലിൻഡ പ്രസവിച്ചു. പെൺകുട്ടിയാണ്, പ്രകാശ് പറഞ്ഞു. ഓ, ഗുഡ് ന്യൂസ് ആണല്ലോ. അവർ സേഫ് ആണല്ലോ അല്ലേ? അതെ മാഡം. പോലീസിന്റെ സംരക്ഷണ വലയത്തിലാണ് ജോസും എൽസയും. ലിൻഡ ഹോസ്പിറ്റലിലാണ്. മാത്രമല്ല, അവരെ ഒളിപ്പിച്ചു വെച്ച സ്ഥലത്തെക്കുറിച്ചുള്ള സൂചന കിട്ടിയെന്നാണ് അറിഞ്ഞത്. പോലീസ് അങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട്. ഗ്രേറ്റ്. ഡൊമിനിക്കിന്റെ തിരോധനം തൽക്കാലം ഡേവിഡ് നോക്കട്ടെ. അലക്സ് വിളിച്ചു പറയണം. മാത്രമല്ല, ലിൻഡയ്ക്ക് പ്രൊട്ടക്ഷൻ ഏർപ്പെടുത്തണം. എന്റെ ഊഹ ശരിയാണെങ്കിൽ ഇതിനോടകം അയാൾ ഹോസ്പിറ്റലിൽ ഉണ്ടാകും. ക്യുക്ക്, ഇപ്പൊ തന്നെ അങ്ങോട്ടേക്ക് ഫോഴ്സിനെ അയക്കണം, രേഖ പറഞ്ഞു. അലക്സ് ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് രേഖയെ നോക്കി. അതെല്ലാം ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട് മാഡം. ലിൻഡ അവിടെ അഡ്മിറ്റ് ആയത് മുതൽ
പോലീസ് അവിടെയുണ്ട്. നമ്മുടെ ഷാഡോ പോലീസിലെ വിരുദ്ധന്മാർ. അവർ പോലീസാണെന്ന് ആർക്കും മനസ്സിലാക്കാൻ കഴിയില്ല. പലരും പല വേഷത്തിൽ ആശുപത്രിയിൽ കാവലുണ്ട്. അയാൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നമ്മളെ വെല്ലുവിളിച്ചതല്ലേ? അയാൾക്ക് എവിടെയോ പിഴച്ചു തുടങ്ങിയിരിക്കുന്നു. അതിന് തെളിവാണ് എലിസയും ജോസും രക്ഷപ്പെട്ടത്. നമുക്കിനി സമയം കളയാനില്ല. അയാൾ അവിടെ കാണും, ആശുപത്രിയിൽ. അലക്സും രേഖയും പ്രകാശും വേഗം തന്നെ ആശുപത്രിയിലേക്ക് കുതിച്ചു. അയാൾ വളരെ സന്തോഷവാനായിരുന്നു. ഒടുവിൽ തന്റെ വിജയം അടുത്തിരിക്കുന്നു. അവസാനത്തെ 3 ഇരകളെ കാലപുരിയിലേക്ക് അയക്കാനുള്ള സമയം സമാഗതമായിരിക്കുന്നു. ലിൻഡ കൂട്ടത്തിൽ അല്പം മനുഷ്യപ്പറ്റുള്ളവർ. ഗർഭിണിയായതുകൊണ്ട് താൻ വെറുതെ വിട്ടതാണ്. കൊല്ലണമെന്നുണ്ടായിരുന്നില്ല. എന്നാലും നിർമ്മലയെ കൊല്ലാൻ അവളും കൂട്ടുനിന്നു. നിർമ്മലയും ഒരമ്മയാവാൻ എത്ര ആഗ്രഹിച്ചു കാണും. അവളത് ഓർത്തില്ലല്ലോ. തന്റെ കുഞ്ഞിനെ കാണാതെയുള്ള മരണം. അതാണ് അവൾക്കുള്ള എന്റെ ശിക്ഷ. എത്രയും വേഗം അവളെയും കൊണ്ട് ഇവിടുന്ന് കടക്കണം. കാലങ്ങളായി താൻ മാറ്റിവെച്ച ആ ഡോക്ടർ കുപ്പായി നണിയാൻ പോകുന്നു. ചിന്തകൾക്ക് വിരാമം ഇട്ടുകൊണ്ട് തന്റെ കയ്യിലെ തൂവള നിറത്തിലുള്ള കോട്ടെടുത്തണിഞ്ഞു. ഒരു മാസ്ക് വെച്ചു. കഴുത്തിൽ സ്റ്റെതസ്കോപ്പ് തൂക്കി അയാൾ ലിൻഡയുടെ മുറി ലക്ഷ്യമാക്കി നടന്നു. അലക്സിന്റെ ജീപ്പ് ആശുപത്രിയിൽ പ്രവേശിച്ചു. ആളുകളെ പാനിക്കാക്കാതിരിക്കാൻ അവർ പ്രത്യേകം ശ്രദ്ധിച്ചു. സദാസമയവും ലിൻഡയുടെ മുറി ഷാഡോ പോലീസ് വീക്ഷിച്ചിരുന്നു. രേഖയും ടീമും നേരെ പോയത് ആശുപത്രിയിലെ സെക്യൂരിറ്റി വിങ്ങിലേക്കായിരുന്നു. CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. ഓപ്പറേറ്റിംഗ് ടീമിലെ ഒരാളായ ആൻഡ്രൂ അവരെ സ്വീകരിച്ചു. അയാൾ അവർക്ക് സ്വയം പരിചയപ്പെടുത്തി. മാഡം, ഞാൻ ആൻഡ്രൂ. ഇവിടുത്തെ ഓപ്പറേറ്റിംഗ് ടീമിലെ അംഗമാണ്. ഞാനും എൻ്റെ ടീമിൽ 5 പേർ വേറെയുണ്ട്. അവരെല്ലാം പല ഷിഫ്റ്റാണ്. ഇപ്പോ ഞാനും സുധീറും മാത്രമേ ഉള്ളൂ. എന്താ നിങ്ങൾക്കറിയേണ്ടത്? താങ്ക്സ് ആൻഡ്രൂ. ഞാൻ രേഖ. ഇത് അലക്സ്, പ്രകാശ്. ഞങ്ങളൊരു കേസ് അന്വേഷിക്കുന്നവരാണ്. വിവരങ്ങൾ ഞങ്ങൾ നേരത്തെ വിളിച്ചു പറഞ്ഞിരുന്നല്ലോ. ഞങ്ങൾക്ക് കഴിഞ്ഞ 2 ദിവസത്തെ CCTV ദൃശ്യങ്ങൾ ഒന്ന് പരിശോധിക്കണം. ഓക്കെ മാഡം, അറിയാം. എത്ര മണി മുതലുള്ളത് വേണം? ആൻഡ്രൂ ചോദിച്ചു. ഇവിടെ ജോലി ചെയ്യുന്ന സിസ്റ്റർ ലിൻഡയെ അഡ്മിറ്റ് ചെയ്തത് മുതലുള്ളവ. വാർഡിൽ ക്യാമറ കാണില്ല എന്നറിയാം. അറ്റ്ലീസ്റ്റ് കോറിഡോറിലുണ്ടാകില്ലേ? രേഖ ചോദിച്ചു. ഉവ്വ്, കോറിഡോറിലുണ്ട്. സിസ്റ്റർ ലിൻഡ അഡ്മിറ്റ് ആവുന്നത് മിനിയാന്ന് വൈകിട്ടാണ്. അവരുടെ ഹസ്ബൻഡ് കൂടെ ഉണ്ടായിരുന്നു. ഇതാണ് ആ ദൃശ്യങ്ങൾ. ആൻഡ്രൂ രേഖയെ കാണിച്ചു കൊടുത്തു. അവരെല്ലാവരും ചേർന്ന് ഓരോ ദൃശ്യങ്ങളും വിശദമായി പരിശോധിച്ചു കൊണ്ടിരുന്നു. പ്രത്യക്ഷത്തിൽ അവർക്ക് ഒന്നും തന്നെ കാണാൻ സാധിച്ചില്ല. ആൻഡ്രൂ, ഇപ്പോഴത്തെ ലൈവായി നടക്കുന്ന ഫുട്ടേജ് ഏതാണ്? ഒന്ന് കാണിക്കാമോ? അലക്സ് ചോദിച്ചു. ഷുവർ സാർ, ഈ കാണുന്ന വിഷ്വൽസ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആൻഡ്രൂ ഒരു മൂലയിൽ സ്ഥാപിച്ചിരുന്ന വലിയ 2 സ്ക്രീനുകൾ ചൂണ്ടിക്കാണിച്ചു. അരമണിക്കൂർ നേരം അവർ അതിലേക്ക് തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നെങ്കിലും ഒന്നും കാണാൻ സാധിച്ചില്ല. എല്ലാവർക്കും ഒരു നിരാശ അനുഭവപ്പെട്ടു. അലക്സ്, താനിവിടെ ഉണ്ടാകണം. ഞാൻ സിസ്റ്റർ ലിൻഡയെ ഒന്ന് കണ്ടിട്ട് വരാം. പ്രകാശ്, താനും എൻ്റെ കൂടെ പോന്നോളൂ. പിന്നെ ഞാൻ അവിടെ എത്തുന്ന ദൃശ്യങ്ങൾ കാണുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തി എന്നെ വിളിക്കണം. പ്രകാശ് വാർഡിന്റെ വെളിയിൽ നിൽക്കണം. സംശയം തോന്നുന്ന എന്തും നോട്ട് ചെയ്യണം. കം. രേഖയും പ്രകാശും പുറത്തേക്ക് നടന്നു. വാർഡിൽ നിന്നും ലിൻഡയെ മുറിയിലേക്ക് കൊണ്ടുവന്നതിന് ശേഷമുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കുകയായിരുന്നു സിസ്റ്റർ മിനിയും നിമ്മിയും. മോളെ, ലിൻഡ സിസ്റ്ററിന് ഈ മരുന്ന് കൊടുത്തേക്ക്. ഞാനിപ്പോൾ വരാം. ഇന്നിപ്പോൾ ഒരു പുതിയ അഡ്മിഷൻ വന്നിട്ടുണ്ട്. ഞാനൊന്ന് നോക്കിയിട്ട് വരാം. ആ പിന്നെ, ചിലപ്പോൾ രാമൻ ഡോക്ടർ വരുമായിരിക്കും ലിൻഡ സിസ്റ്ററിനെ കാണാൻ. റൂം നമ്പർ ഒന്ന് പറഞ്ഞു കൊടുത്തേക്കണം. പിന്നെ നീയും കൂടെ പൊക്കോളൂ. കുഞ്ഞിനെ ICUവിൽ ഒബ്സർവേഷൻ ആക്കിയിരിക്കുകയാണ്. നാളെ കൊണ്ടുവരും. പിന്നെ കാര്യങ്ങൾ നിനക്കറിയാലോ. പുള്ളിക്കാരിയെ നല്ലോണം ശ്രദ്ധിച്ചോണം. ഒരു കുഴപ്പവും നമ്മുടെ ഭാഗത്തുനിന്നും ഉണ്ടാകരുത്. മാത്രമല്ല, സംശയം തോന്നുന്ന ആരെങ്കിലും ലിൻഡ സിസ്റ്ററിന്റെ റൂമിലേക്ക് വിടണ്ട. ശരി, ഞാൻ പോയിട്ട് വരാം. മിനി നിമ്മിയെ കാര്യങ്ങൾ ഏൽപ്പിച്ച ശേഷം അവിടെ നിന്നും പോയി. നിമ്മി അവളുടെ പണിയിലേക്കും തിരിഞ്ഞു. എക്സ്ക്യൂസ് മീ. ശബ്ദം കേട്ട് എന്തോ എഴുതുകയായിരുന്ന നിമ്മി തലപൊക്കിയൊന്ന് നോക്കി. ചുവന്നു കലങ്ങിയ കണ്ണുകൾ, നല്ല ഒത്തപ്പൊക്കവും വണ്ണവും, ഗാംഭീര്യം നിറഞ്ഞ ശബ്ദം. നിമ്മിക്ക് ചെറിയൊരു സംശയം തോന്നി. കർത്താവേ, ഇതാരാണ്? ഇങ്ങനെ ഒരാളെ ഞാനിവിടെ കണ്ടിട്ടില്ലല്ലോ. ഡോക്ടർ വേഷമാണല്ലോ. പക്ഷേ ഇവിടുത്തെ യൂണിഫോം അല്ല. എവിടെയോ എന്തോ ഒരു പന്തികേട് പോലെ അവൾ ഓർത്തു. നിമ്മിയുടെ ചിന്തകളെ കീറിമുറിച്ചുകൊണ്ട് അയാൾ വീണ്ടും തുടർന്നു. നോക്കൂ, സിസ്റ്റർ ലിൻഡ കിടക്കുന്ന മുറി ഏതാണ്? ഞാൻ ഡോക്ടർ ഭാസ്കർ. എനിക്ക് അവരെ ഒന്ന് കാണണം. ഞാൻ പുതുതായി ജോയിൻ ചെയ്തതാണ്. ഡോക്ടർ രാമൻ പറഞ്ഞിട്ടാ വരുന്നേ. അയാൾ നിമ്മിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അയ്യോ സോറി, ഞാൻ ഇവിടുത്തെ പുതിയ അപ്പോയിൻറ്റ്മെൻ്റ് ആണ്. എൻ്റെ സീനിയർക്ക് അറിയൂ. സാർ അങ്ങോട്ടേക്ക് ഇരുന്നോളൂ. ഞാനിപ്പോൾ വിളിച്ചുകൊണ്ട് വരാം. നിമ്മി ഭവ്യതയോടെ പറഞ്ഞു. എന്തോ അങ്ങനെ പറയാനാണ് നിമ്മിക്ക് തോന്നിയത്. ഓക്കെ. അയാൾ അവിടെ കണ്ട ഒരു കസേരയിൽ ഇരിപ്പുറപ്പിച്ചു. ഉടൻ തന്നെ നിമ്മി അവിടെ നിന്നിറങ്ങി ലിൻഡയുടെ റൂമിലേക്ക് ചെന്നു. ലിൻഡ ഉറങ്ങുകയാണ്. അവൾ വേഗം മിനിയെ വിളിച്ചു. നിമ്മി ഫോൺ എടുത്തു. എന്താ മോളെ? ചേച്ചി, ഇപ്പോൾ നഴ്സിംഗ് സ്റ്റേഷനിൽ പോകരുത്. അവിടെ ഒരാൾ ഇരിക്കുന്നുണ്ട്. ഏതോ ഒരു ഡോക്ടർ ഭാസ്കർ.
രാമൻ ഡോക്ടറെ പറഞ്ഞിട്ട് വന്നതെന്നാണ് പറയുന്നത്. എനിക്കെന്തോ ഒരു പന്തിയല്ലാന്ന് തോന്നി. മിനി ചേച്ചി വേഗം ലിൻഡ സിസ്റ്ററിന്റെ മുറിയിലേക്ക് വാ. മറ്റേ വഴി വന്നാൽ മതി. വേഗം വാ. കമ്മീഷണർ മാഡത്തെ വിളിച്ചൊന്ന് ഒന്ന് പറഞ്ഞേക്ക്. എന്റെ കയ്യിൽ നമ്പറില്ല. ഞാനിവിടെ ഇരുന്നോളാം. ശരി, ഞാനിപ്പോൾ തന്നെ പറഞ്ഞേക്കാം. മിനി ഉടനെ രേഖയ്ക്ക് ഫോൺ ചെയ്തു. ലിൻഡയുടെ വാർഡിന്റെ തൊട്ടു മുമ്പിൽ തന്നെ മിനി വിളിക്കുമ്പോൾ രേഖ എത്തിയിരുന്നു. രേഖ ഫോൺ എടുത്തു. മാഡം, ഞാൻ സിസ്റ്റർ മിനിയാണ്. ഇവിടെ ലിൻഡ സിസ്റ്റർ കിടക്കുന്ന വാർഡിൽ ഒരു പുതിയ ഡോക്ടർ വന്നിട്ടുണ്ട്. അയാൾ ലിൻഡയെ അന്വേഷിക്കുന്നു. അയാളെ കണ്ടിട്ട് നല്ല സംശയം തോന്നി. അയാളെ നിമ്മി മാറ്റിയിരുത്തിയിരിക്കുകയാണ്. മാഡം ഒന്ന് വേഗം വരുമോ പ്ലീസ്? മിനി വിളിച്ചു പറഞ്ഞതനുസരിച്ച് രേഖയും പ്രകാശും പാഞ്ഞു വന്നു. പക്ഷേ അയാളെവിടെ കണ്ടില്ല. അവർ സിസ്റ്റർ ലിൻഡയുടെ മുറിയിലേക്ക് കുതിച്ചു. ലിൻഡ മെല്ലെ കണ്ണു തുറന്നു. അവൾ തന്റെ മുന്നിലിരിക്കുന്ന നിമ്മിയാണ് കണ്ടത്. എന്താടോ താനിവിടെ? എന്റെ കുഞ്ഞെവിടെ? ഒബ്സർവേഷനിലാണ് മാഡം. ഞാനിവിടെ കൂട്ടിരുന്നതാ. ഇപ്പൊ എങ്ങനെയുണ്ട്? സ്റ്റിച്ചിന് പെയിനുണ്ടോ? നിമ്മി ചോദിച്ചു. പെട്ടെന്നാണ് വാതിലിൽ വലിയൊരു മുട്ട് കേട്ടത്. മിനി ചേച്ചിയായിരിക്കും. ഞാൻ നോക്കിയിട്ട് വരാം. ഇതും പറഞ്ഞ് അവൾ വാതിലിനടുത്തേക്ക് നീങ്ങി. നിമ്മി പതിയെ വാതിൽ തുറന്നു. ആരോ തള്ളിയതുപോലെ അവൾ മുറിയിലേക്ക് തെറിച്ചു വീണു. ലിൻഡ ഞെട്ടി എഴുന്നേറ്റു. നിമ്മി വീണതിന് പുറകെ വന്ന ആളെ കണ്ട് ലിൻഡ ഞെട്ടിപ്പോയി. ക്രിസ്റ്റഫർ. ഭയത്തോടെ അവൾ മന്ത്രിച്ചു. ആ, അപ്പൊ നീ എന്നെ മറന്നിട്ടില്ല അല്ലേ? അപ്പൊ എങ്ങനെ? നിനക്കും പോകണ്ടേ നിന്റെ കൂട്ടുകാരികളുടെ അടുത്തേക്ക്? ഞാൻ വേഗം പറഞ്ഞേക്കാം. കയ്യിൽ എന്തോ മരുന്ന് നിറച്ച സൂചിയുമായി അയാൾ ലിൻഡയുടെ നേർക്കടുത്തു. പക്ഷെ തൊട്ടടുത്ത നിമിഷം അയാൾ തലയ്ക്ക് പുറകിലേറ്റ അടിയുടെ ആഘാതത്തിൽ ബോധമറ്റ് വീണു. വേദനയോടെ അയാൾ കണ്ണുകൾ തുറന്നു. തനിക്ക് മുകളിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഫാൻ, തന്റെ കൈകളെ വരഞ്ഞു മുറുക്കിയ വിലങ്ങുകൾ. താൻ എവിടെയാണ്? താൻ പിടിക്കപ്പെട്ടിരിക്കുന്നു. രക്ഷപ്പെടുക പ്രയാസം. തന്റെ കണക്കുകൂട്ടലുകൾ എവിടെയാണ് പിഴച്ചത്? പലവിധ ചിന്തകളിലൂടെ അയാൾ കടന്നുപോയി. പക്ഷെ അതിനെല്ലാം വിരാമിട്ടുകൊണ്ട് രേഖ അയാളുടെ അടുത്തേക്ക് വന്നു. ഹലോ മിസ്റ്റർ ക്രിസ്റ്റഫർ, നിങ്ങളുടെ ഈ ഗെയിം അവസാനിച്ചു. ഒടുവിൽ താങ്കൾ ഞങ്ങളുടെ അടുത്തെത്തിയിരിക്കുന്നു. ദൈവത്തിന്റെ തീരുമാനം എന്നും നീതിയുടെ കൂടെയാകും, രേഖ പറഞ്ഞു. അല്ല മിസ് രേഖ IPS, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് എന്റെ കൂടപ്പിറപ്പിന്റെ ജീവിതം ഇങ്ങനെയായി? അവനെ ഇല്ലാതെയാക്കാൻ എല്ലാവരും കൂട്ടുനിന്നു. നീതി. സ്വന്തമായി നീതി പുലർത്താൻ കഴിയാത്ത ഒരു പാഴ്വാക്ക്. ക്രിസ്റ്റഫർ നിർത്തി. അയാളുടെ കണ്ണുകളിലെ പകയുടെ തീവ്രത അളക്കാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു. ലുക്ക്, ഞങ്ങൾ നിങ്ങളോട് വളരെ മാന്യമായാണ് പെരുമാറുന്നത്. അതുപോലെ ഞങ്ങളോട് സഹകരിച്ചാൽ ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാനാകും. കാരണം നിങ്ങൾ ഈ നടത്തിയ കൊലപാതകങ്ങൾക്ക് പിന്നിലുള്ള ഛേദോവികാരത്തെ ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് താങ്കളോട് ബഹുമാനമുണ്ട്. പറയൂ ക്രിസ്റ്റഫർ, ഈ കൊലപാതകങ്ങളും നിങ്ങളും തമ്മിൽ എന്താണ് ബന്ധം? രേഖ ചോദിച്ചു. ക്രിസ്റ്റഫർ ഒന്നും മിണ്ടാതെ പുച്ഛഭാവത്തിൽ രേഖയെ നോക്കി. പരമാവധി ക്ഷമയോടെ രേഖ തുടർന്നു. നോക്കൂ, ഞങ്ങൾ ഡൊമിനിക്കിനെയും മറ്റു രണ്ടുപേരെയും കണ്ടെത്തി കഴിഞ്ഞു. ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇന്ത്യയോടോ മറ്റുള്ളവരോടോ ചോദിക്കാം. പക്ഷേ തന്റെ വായിൽ നിന്ന് തന്നെ ഇത് കേൾക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പറയൂ, രേഖ പ്രതീക്ഷയോടെ ചോദിച്ചു. അല്പസമയം മൗനമായി നിന്നെങ്കിലും പിന്നീട് ക്രിസ്റ്റഫർ തന്റെ കഥ പറയാൻ തുടങ്ങി. ഒരുപാട് വർഷം പഴക്കമുണ്ട് ഈ കഥയ്ക്ക്. ഞാനൊരു അനാഥനാണ്. ഇവിടെ അടുത്തു തന്നെയുള്ള സെന്റ് ജോസഫ് ഓർഫനേജിലാണ് ഞാൻ വളർന്നത്. അവിടുത്തെ അച്ഛന്മാരുടെ കാരുണ്യം കൊണ്ട് ഞാൻ വിദ്യാഭ്യാസം നേടി. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആയി തീരണമെന്ന് എനിക്ക് തോന്നിയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ നന്നായി പഠിക്കായിരുന്നു. ഞാൻ ഓൾ ഇന്ത്യ എൻട്രൻസ് എഴുതി നല്ല മാർക്കോടെ പാസ്സായി നിൽക്കുന്ന സമയം. തുടർന്ന് മെഡിസിന് പോകാൻ ആഗ്രഹിച്ചെങ്കിലും സ്പോൺസേഴ്സ് ഇല്ലാത്തത് കൊണ്ട് മോഹം ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുപോലും ഭയന്നുപോയ സമയം. വല്ലാത്തൊരു നിരാശയിലായിരുന്നു ഞാൻ. അച്ഛന്മാരും പല വഴികളും നോക്കിയെങ്കിലും ഒന്നും നടന്നില്ല. എല്ലാം ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥനയോടെ ഞാൻ കാത്തിരുന്നു. ഒടുവിലൊരു ദിവസം എന്റെ വളർത്തച്ഛനായ ഫാദർ സ്റ്റീഫൻ എന്നെ കാണാൻ വന്നു. മുറിയിൽ തനിച്ചിരുന്ന് എന്തൊക്കെയോ ചിന്തിക്കുകയായിരുന്നു ക്രിസ്റ്റഫർ. ഫാദർ സ്റ്റീഫന്റെ സ്വരം കേട്ടാണ് അവൻ ചിന്തയിൽ നിന്ന് ഉണർന്നത്. മോനെ ക്രിസ്റ്റി, എന്താ ആലോചിക്കുന്നേ? അച്ഛൻ ചോദിച്ചു. ഒന്നുമില്ല അച്ചോ, ചുമ്മാ ഇങ്ങനെ ഇരുന്നു പോയതാ. എനിക്കറിയാം മോനെ, ഇത്രയും നന്നായി പഠിച്ചിട്ട് തുടർന്ന് പഠിക്കാൻ കഴിയാത്തതിന്റെ ദുഃഖം അല്ലേ? എന്നാ വിഷമിക്കണ്ട, നിന്റെ പ്രാർത്ഥന ദൈവം കേട്ടിരിക്കുന്നു. എൻ്റെ ഒരു നല്ല സുഹൃത്തുണ്ട്, ഫ്രാങ്ക്ലിൻ ഗോൺസാലോസ്. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ്. അദ്ദേഹത്തോട് ഞാൻ നിന്റെ കാര്യം സംസാരിച്ചു. അദ്ദേഹത്തിന് നിന്റെ കാര്യത്തിൽ വലിയ താല്പര്യമുണ്ട്. അദ്ദേഹവും ഒരു ഡോക്ടറാണ്. നിന്നെ സ്പോൺസർ ചെയ്യാനും അദ്ദേഹം ഒരുക്കാണ്. അത് കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. അദ്ദേഹത്തിന്റെ സഹായത്തോടെ എനിക്ക് ഡൽഹി എയിംസിൽ തന്നെ അഡ്മിഷൻ കിട്ടി. അവിടെ വെച്ചാണ് ഫ്രാങ്ക് സാർ എന്നെ ജോണിന് പരിചയപ്പെടുത്തുന്നത്. ഞാനും അവന് നല്ല കൂട്ടായി. അവിടെ വെച്ചാണ് ഞാൻ ജോസിനെയും ജോസഫിനെയും പരിചയപ്പെടുന്നതും. എനിക്ക് അവരുമായി പൊരുത്തപ്പെട്ടു പോകാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു.
അതുകൊണ്ട് ഞാൻ ജോണുമായി മാത്രം എൻ്റെ സൗഹൃദം സൂക്ഷിച്ചു. പഠനത്തിൽ മാത്രമായിരുന്നു എൻ്റെ ശ്രദ്ധ മുഴുവൻ. മാത്രമല്ല, ഞങ്ങളുടെ ക്ലാസ് റൂമുകളും ഹോസ്റ്റലും വേറെയായിരുന്നു. പക്ഷെ അതൊന്നും ഞങ്ങളുടെ സൗഹൃദത്തിനെ ബാധിച്ചില്ല. ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായി മാറി. അല്ല, നല്ല സഹോദരങ്ങളായി മാറിയെന്ന് വേണം പറയാൻ. പക്ഷേ ജോസഫും ജോസും അന്നേ എൻ്റെ ശത്രുക്കളായി മാറിയിരുന്നു. ക്രിസ്റ്റഫർ പറഞ്ഞു നിർത്തി. ശരി. അവരോട് പക ഉണ്ടാക്കാനുള്ള കാരണം എന്താണ്? അവർ ജോണിനെ കൊല്ലാൻ ശ്രമിച്ചു എന്നാണോ? രേഖ ചോദിച്ചു. അല്ല, അതിനേക്കാളുപരി ഞാൻ എൻ്റെ ജീവന് തുല്യം കാത്തു സൂക്ഷിച്ച ഒരു നിധിയെ അവർ ഇല്ലാതാക്കി. ക്രിസ്റ്റഫർ പറഞ്ഞു നിർത്തി. പെട്ടെന്നാണ് രേഖയുടെ ഫോൺ ശബ്ദിച്ചത്. അവർ ഫോൺ എടുത്തു. അത് അലക്സ് ആയിരുന്നു. എന്താ അലക്സ്, പറയൂ. ഓ, ഓക്കെ, ഞാനിപ്പോൾ വരാം. രേഖ ഫോൺ കട്ട് ചെയ്തു. തുടർന്ന്, താങ്ക്സ് ക്രിസ്റ്റഫർ, എനിക്ക് അത്യാവശ്യമായി ഓഫീസിൽ വരെ ഒന്ന് പോകണം. താങ്കൾ വിശ്രമിച്ചോളൂ, നമുക്ക് വൈകാതെ വീണ്ടും കാണാം. തന്റെ മുറിവിട്ട് പുറത്തേക്ക് പോയ രേഖയെ ക്രിസ്റ്റഫർ നിർവികാരനായി നോക്കിയിരുന്നു. രേഖ ആശുപത്രിയിൽ നിന്നും നേരെ പോയത് ഡോക്ടർ ജോസിന്റെ വീട്ടിലേക്കായിരുന്നു. അവർ രക്ഷപ്പെട്ട ശേഷം അവരോട് സംസാരിക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. ജോസിന്റെ ഭാര്യ രേഖയെ വിനയപൂർവ്വം സ്വീകരിച്ചു. രേഖ പറഞ്ഞതിനനുസരിച്ച് അലക്സും അവിടെ ഉണ്ടായിരുന്നു. അവർ ജോസിന്റെ മുറിയിലെത്തി കുശലം ചോദിച്ചു. ഹൗ ആർ യു ഡോക്ടർ? രേഖ ചോദിച്ചു. ആബ്സല്യൂട്ട്ലി ഓൾറൈറ്റ് മാഡം. ചെറിയൊരു ക്ഷീണമുണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ കൈവേദനയും. പക്ഷെ ഞാൻ ഓക്കെയാണിപ്പോൾ, ജോസ് പറഞ്ഞു. ഓക്കെ ഡോക്ടർ, അറിഞ്ഞു കാണുമല്ലോ, ക്രിസ്റ്റഫറാണ് കൊലയാളി. നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന്റെ ഒരു ചെറിയ വേർഷൻ ഞങ്ങൾ അവനിൽ നിന്ന് അറിഞ്ഞു. ഡൽഹിയിൽ വെച്ചാണ് നിങ്ങൾ പരിചയപ്പെടുന്നത് എന്നുവരെ. ഡോക്ടർക്ക് എന്തോ പറയാനും ഞങ്ങൾക്ക് കുറെ കാര്യങ്ങൾ അറിയാനുമുണ്ട്. അതെല്ലാം അറിയാൻ താല്പര്യമുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. പറയൂ ഡോക്ടർ, നിങ്ങൾക്ക് അയാളുമായി എങ്ങനെയാണ് അടുപ്പം? രേഖ പ്രതീക്ഷയുടെ ജോസിന്റെ മുഖത്തേക്ക് ഉറ്റുനോക്കിയിരുന്നു. ഞാനും ജോസഫും ജോണുമായിരുന്നു കോളേജിലെ കൂട്ട്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴായിരുന്നു ജോണിന്റെ അങ്കിൾ ഫ്രാങ്ക് ക്രിസ്റ്റഫറിനെ പരിചയപ്പെടുത്തുന്നത്. അവനെ ജോണിനെ ഏൽപ്പിച്ചു പോവുകയും ചെയ്തു. അവനെ ഞങ്ങൾ ക്രിസ്റ്റി എന്നാണ് വിളിച്ചിരുന്നത്. ജോണിന് അവനോടൊരു പ്രത്യേക കെയറിംഗ് ഉള്ളതായി ഞങ്ങൾക്ക് തോന്നി. അവനെ ചുറ്റിപ്പറ്റി കാര്യം നടത്തിയിരുന്ന ഞങ്ങൾക്ക് ക്രിസ്റ്റി ഒരു വിലങ്ങ് തടിയാവുമോ എന്ന് ഞങ്ങൾ ഭയന്നു. ഞങ്ങൾ പലതവണ ക്രിസ്റ്റിയെപ്പറ്റി ചോദിച്ചപ്പോൾ അവൻ പലതും മറയ്ക്കുന്നതായി ഞങ്ങൾക്ക് തോന്നി. ക്രിസ്റ്റി പുറത്തേക്കൊന്നും പോകാതെ എപ്പോഴും മുറിയിൽ പഠിത്തം തന്നെയായിരുന്നു. മാത്രമല്ല, ക്യാമ്പസിന്റെ അകത്ത് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല. അങ്ങനെ ക്രിസ്റ്റിയെപ്പറ്റി കൂടുതൽ അറിയാൻ ഞങ്ങൾ തീരുമാനിച്ചു. ഡാറ്റാബേസിൽ തപ്പിയെടുത്തപ്പോഴാണ് അവൻ അനാഥനാണെന്നും ഫ്രാങ്ക് അങ്കിൾ അവനെ സ്പോൺസർ ചെയ്യുന്നതായും ഞങ്ങൾ അറിയുന്നത്. അതും പറഞ്ഞ് ഞങ്ങൾ അവനെ ഒരുപാട് കളിയാക്കിയിരുന്നു. പ്രായത്തിന്റെ കുഴപ്പം, അതൊന്നും അവൻ മറന്നു കാണില്ല. പഠനം കഴിഞ്ഞ് ഞങ്ങൾ അവനെ കണ്ടിട്ടില്ല. ഹോസ്പിറ്റൽ തുടങ്ങിയ സമയത്തും ഞങ്ങൾ അവനെ കണ്ടില്ല. പിന്നെ ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അവനെ അന്വേഷിച്ചതുമില്ല. ജോസ് നിർത്തി. ഓക്കെ ഡോക്ടർ, ബൈ ദ വേ, ഞങ്ങളോട് എന്തോ പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനുണ്ടെന്ന് അലക്സിനോട് പറഞ്ഞല്ലോ. ഇപ്പോൾ ഈ പറഞ്ഞതിൽ കൂടുതൽ എന്തെങ്കിലും? അത് മാഡം, ഞാനും എൽസയും തടവിൽ പാർത്ത ആ മുറിയിൽ ഒരു മൂലയിൽ നിറയെ ജോണിന്റെ ഭാര്യ നിർമ്മലയുടെ ചിത്രങ്ങളായിരുന്നു. ഞാനും എൽസയും ഒരുപോലെ അത്ഭുതപ്പെട്ട കാര്യമാണ്. പിന്നെ ഒരു ഫോട്ടോയിൽ ഒരു താലിമാലയും. ഇത്രയ്ക്കും എനിക്ക് ഓർമ്മയുണ്ട്. എന്തോ എനിക്കത് പറയണമെന്ന് തോന്നി, ജോസ് പറഞ്ഞു നിർത്തി. ആണോ അലക്സ്, ഇതെന്തേ ആദ്യം എന്നോട് പറഞ്ഞില്ല? രേഖ അലക്സിനോട് ചോദിച്ചു. ആ മുറി സീൽ ചെയ്തിരിക്കുകയാണ്. മാഡം വന്ന് കണ്ടിട്ടേ അത് തുറക്കാവൂ എന്ന് പറഞ്ഞിരിക്കുന്നത്. മാഡം അല്ലേ ഓർഡർ ഇട്ടത്? അലക്സ് ഭവ്യതയോടെ പറഞ്ഞു. ഓ യാ, സോറി അലക്സ്, ഞാനത് മറന്നുപോയി. നമുക്ക് അങ്ങോട്ടേക്ക് ഇപ്പോൾ തന്നെ പോകണം. ഒരു സ്ട്രോങ് ലീഡ് കിട്ടാതിരിക്കില്ല. പ്രകാശിനെ വിളിക്കാം, നമുക്ക് ഒന്നിച്ചു പോകാം. രേഖ പറഞ്ഞതനുസരിച്ച് അലക്സ് പ്രകാശിനെ വിവരം അറിയിച്ചു. താങ്ക് യു ഡോക്ടർ, ഞങ്ങൾ എന്തെങ്കിലും വിവരങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ വരും. ടേക്ക് കെയർ. രേഖ ഡോക്ടറോട് യാത്ര പറഞ്ഞിറങ്ങി. പിന്നീട് അവർ വെച്ചുപിടിച്ചത് ആ പഴയ കറുത്ത മനുഷ്യന്റെ താവളത്തിലേക്കായിരുന്നു. ഒരു പഴയ 2 നില കെട്ടിടം. ഓരോ മുക്കിലും മൂലയിലും ചിലന്തിയും ചുക്കിലിയും സ്ഥാനം പിടിച്ചിരിക്കുന്നു. അവർ 3 പേരും പടികൾ പതിയെ കയറിക്കൊണ്ടിരുന്നു. മൊസൈക്ക് തറയാണെങ്കിലും അഴുക്ക് പിടിച്ച് വികൃതമായ നിലയിലാണ്. എവിടെ നിന്നൊക്കെയോ വല്ലാത്ത ദുർഗന്ധം വരുന്നുണ്ടായിരുന്നു. ആ മനുഷ്യനെ സമ്മതിക്കണം. ഇവിടെ അയാൾ എങ്ങനെ കഴിച്ചുകൂട്ടി? ഹോ, എന്തൊരു നാറ്റാണ് ഈശ്വര! പ്രകാശ് മൂക്കുപൊത്തി പറഞ്ഞു. രേഖയും അലക്സും അത് ശരിവെച്ചു. മുറിയുടെ അടുത്തെത്തി സീൽ പൊളിച്ച് അവർ അകത്തേക്ക് കയറി. വലിയൊരു മുറി. അങ്ങിങ്ങായി കുറെ കുപ്പികളും മരുന്നുകളും എല്ലാം ഇരിക്കുന്നുണ്ട്. കുറച്ച് മുൻവശത്തെ മേശപ്പുറത്ത് ഒരു ലാപ്ടോപ്പും ഒരു ഫോണും ഇരിക്കുന്നു. മുറിയുടെ വലതുഭാഗത്തെ മൂലയിൽ ഒരു കസേരയും ഒരു കട്ടിലും. ലക്ഷങ്ങൾ വെച്ച് നോക്കിയ ഇരകളെ കൊല്ലാൻ ഉപയോഗിക്കുന്ന സ്ഥലം ഇതാണ്. അവർ മുറിയിലാകെ ചുറ്റി നടന്ന് വീക്ഷിച്ചു. അവർ ഡോക്ടർ പറഞ്ഞ ചുവരിനടുത്തെത്തി. അത് നിറയെ നിർമ്മലയായിരുന്നു.
അവളുടെ യൗവനകാലത്തെ പല ഫോട്ടോകളും അവിടെ ഉണ്ടായിരുന്നു. അവർ അതിശയിച്ചു പോയി. എന്റെ സാറേ, ഇതെന്താണിത്? എത്ര ഫോട്ടോകളാണ് നിർമ്മലയുടെ! ഇത് കണ്ടോ? അയാൾ ഒരു ഫോട്ടോയുടെ പുറത്ത് എഴുതി വച്ചിരിക്കുന്നു, എന്റെ നിമ്മിക്ക് ഒരു ട്രയാങ്കിൾ ലവ് സ്റ്റോറിയുടെ മണാടിക്കുന്നുണ്ട്. പ്രകാശ് പറഞ്ഞു. അല്ല, ജോണിന്റെ വീട്ടിൽ നിന്നും കളക്ട് ചെയ്ത ഫോട്ടോസിൽ ഈ കാണുന്ന എന്തെങ്കിലും ഉണ്ടായിരുന്നോ? രേഖ ചോദിച്ചു. ഇല്ല മാഡം, ഇതൊക്കെ കുറച്ച് പഴയതാ, അലക്സ് പറഞ്ഞു. ശരി, നിങ്ങളെല്ലാം കളക്ട് ചെയ്യ്. നമുക്ക് ക്രിസ്റ്റിയെ ഒന്നുകൂടി ചോദ്യം ചെയ്യേണ്ടി വരും. മുറിയിൽ നിന്നും ഒരുപാട് വിലപിടിപ്പുള്ളതും അല്ലാത്തതുമായ ഒരുപാട് സാധനങ്ങൾ അവർക്ക് ലഭിച്ചു. എല്ലാം വൃത്തിയായി പാക്ക് ചെയ്ത് അവർ ക്രിസ്റ്റിയെ കാണാൻ പുറപ്പെട്ടു. സെന്റ് മാർത്താസ് ഹോസ്പിറ്റൽ. മോളെ നിമ്മി, ആ ക്രിമിനൽ പേഷ്യന്റിന് പോയി മരുന്ന് കൊടുക്ക. ആ പിന്നെ മുറിവൊന്ന് നോക്കിയേക്കണം, മാലിനി നിമ്മിയോട് പറഞ്ഞു. സൂസിക്ക് പകരം വന്നതാണ് മാലിനി. സൂസിയുടെ അത്രയും കർക്കശക്കാരിയല്ലെങ്കിലും ആള് സ്ട്രിക്റ്റ് തന്നെയാണ്. പക്ഷെ തന്റെ മനസ്സിലെ ഭയം മാലിനിയോട് അവൾ പറയാതിരുന്നില്ല. ഞാൻ പോണോ? എന്നെ കണ്ടാ പുള്ളിക്ക് ദേഷ്യം വന്നാലോ? ഞാനാണല്ലോ പുള്ളിയെ പെടുത്തിയത്, നിമ്മി പറഞ്ഞു. ഓ, താൻ പേടിക്കണ്ട, പോയി മരുന്ന് കൊടുത്തിട്ട് വാ. എന്തേലും പ്രശ്നമുണ്ടായ അവിടെ പോലീസുകാരില്ലേ? മാലിനി സമ്മതിച്ചില്ല. ഒരു വാക്ക് മറുത്തു പറയാതെ നിമ്മി ഭയത്തോടെ ആ മുറിയിലേക്ക് നടന്നു. കർത്താവെ രക്ഷിക്കണേ. മുറിയിലേക്ക് അടുക്കും തോറും അവളുടെ ഹൃദയമിടിപ്പ് കൂടിക്കൂടി വന്നു. വാതിക്കൽ കാവൽ നിൽക്കുന്ന പോലീസുകാരൻ കൂർക്കം വലിച്ചുറക്കാണ്. ഓ, ഇയാള് ബോംബ് പൊട്ടിയാൽ അറിയില്ലല്ലോ. ഇതുപോലെ കുറെ എണ്ണം ഉണ്ട്. അവൾ അകത്തേക്ക് കടന്നു. ക്രിസ്റ്റി കട്ടിലിൽ കണ്ണുകൾ അടച്ച് കിടക്കുകയാണ്. തലയിലെ മുറിവിൽ ചോര പൊടിഞ്ഞിട്ടുണ്ട്. തലയിണയിൽ ചോരത്തുള്ളികളുടെ പാടുകൾ. അവൾ പതിയെ അയാളെ വിളിച്ചു. അതേ, ഹലോ. അവളുടെ വിളി കേട്ട ഉടനെ ക്രിസ്റ്റി കണ്ണു തുറന്നു. പേടിച്ചു വിളറി മുന്നിൽ നിൽക്കുന്ന പെൺകുട്ടിയെ കണ്ട് അയാൾ ചിരിച്ചു. ആ ചിരി വല്ലാതെ ഭയാനകമായി തോന്നി നിമ്മിക്ക്. എന്തേ കുട്ടി, എന്തിനാ വന്നേ? ക്രിസ്റ്റി മൃദുവായി ചോദിച്ചു. അതേ, ചേട്ടന് അല്ല സാറിന് മരുന്ന് കഴിക്കാനുണ്ട്. ഇതാ. മരുന്നും വെള്ളവും അവൾ ക്രിസ്റ്റിക്ക് നേരെ നീട്ടി. ഒന്നും പറയാതെ അയാളത് വാങ്ങി കഴിച്ചു. അവളെ നോക്കി പറഞ്ഞു. കുട്ടി ചേട്ടാന്ന് വിളിച്ചാൽ മതി. അങ്ങനെ വിളിക്കാൻ എനിക്ക് പെങ്ങന്മാരൊന്നുമില്ല. അന്ന് വേണോന്ന് വെച്ചിട്ടല്ലാട്ടോ തള്ളിയിട്ടത്. കുഴപ്പമൊന്നും പറ്റിയില്ലല്ലോ, ക്രിസ്റ്റി സ്നേഹത്തോടെ പറഞ്ഞു. നിമ്മി ഒന്ന് പുഞ്ചിരിച്ചു. സാരില്ല, കുഴപ്പമൊന്നുമില്ല. അവൾ അടുത്ത് ചെന്ന് മുറിവുകൾ പരിശോധിച്ചു. ഡ്രസ്സ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് അവൾക്ക് തോന്നി. താൽക്കാലിക മരുന്ന് വെച്ച് അവൾ അവിടെ നിന്നും പോകാനൊരുങ്ങി. എന്താ കൊച്ചിന്റെ പേര്? ക്രിസ്റ്റി ചോദിച്ചു. നിമ്മി. ഒരു പുഞ്ചിരി സമ്മാനിച്ച് അവൾ അവിടെ നിന്നും പോയി. ആ പേര് കേട്ടതും അയാൾക്ക് വളരെ സന്തോഷം തോന്നി. അയാൾ പതിയെ കട്ടിലേക്ക് ചാഞ്ഞു. നിമ്മി നേരെ നഴ്സിംഗ് സ്റ്റേഷനിലെത്തി. അവിടെ മിനിയുണ്ടായിരുന്നു. മിനി ചേച്ചി, ആ ക്രിസ്റ്റി ചേട്ടന്റെ മുറിവ് ഡ്രസ്സ് ചെയ്യണോട്ടോ. വല്ലാതെ ഇളകിയിരിക്കുക, അല്ലെങ്കിൽ പഴുക്കൂ, നിമ്മി പറഞ്ഞു. ആ, ഞാൻ മാലിനിയോട് ചോദിക്കട്ടെ, അല്ലെങ്കിൽ വലിയ പുകിലാവും. മിനി ഉടനെ മാലിനിയെ വിളിച്ചു. മാലിനി അനുവദിച്ചു. മിനിയും നിമ്മിയും കൂടി ക്രിസ്റ്റിയുടെ മുറിവ് ഡ്രസ്സ് ചെയ്യാൻ അയാളുടെ മുറിയിലേക്ക് നീങ്ങി. അയാൾ അവരെ പുഞ്ചിരിയോടെ സ്വീകരിച്ചു. വിലങ്ങുകൾ വെച്ച കൈകൾ ചുവന്നു കിടക്കുന്നു. അത് കണ്ടപ്പോൾ അവർക്ക് രണ്ടുപേർക്കും ഒരലിവ് തോന്നി. മിനി അയാളുടെ മുറിവ് ഡ്രസ്സ് ചെയ്തു. റിപ്പോർട്ട് നിമ്മിയെ ഏൽപ്പിച്ച് മിനി മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. നിമ്മി കട്ടിലിന്റെ അടുത്തിരുന്ന് കേസ് ഷീറ്റ് എടുത്ത് എഴുതാൻ തുടങ്ങി. ക്രിസ്റ്റി അവളെ തന്നെ നോക്കിയിരുന്നു. അത് കണ്ടിട്ട് നിമ്മി പറഞ്ഞു. ചേട്ടാ, ഇങ്ങനെ ഇരിക്കാൻ പാടില്ല, കിടന്നോ. തലാനക്കണ്ടാട്ടോ. ഞാൻ കുറച്ചു കഴിഞ്ഞ് വരാം. ഫുഡ് കഴിച്ചോ? നിമ്മി വെറുതെ കുശലം ചോദിച്ചു. ഇല്ല, ഇന്നലെ രാത്രി മുതൽ ഒന്നും കഴിച്ചില്ല. അയ്യോ, കഷ്ടായാലോ. ഞാൻ മിനി ചേച്ചിയോട് ചോദിച്ചു നോക്കട്ടെ. അവൾ പെട്ടെന്ന് തന്നെ തിരികെ പോകാൻ ഒരുങ്ങി. ക്രിസ്റ്റി അവളെ വിളിച്ചു. നിമ്മി മോളെ. സാരില്ല, വിശക്കുന്നില്ല. അത് പറഞ്ഞാൽ പറ്റില്ല. ഞാൻ ചോദിച്ചു നോക്കട്ടെ, എന്നിട്ട് പറയാം. നിമ്മി ചിരിയോടെ പറഞ്ഞിട്ട് അവിടെ നിന്നും പോയി. ക്രിസ്റ്റിക്ക് കുറ്റബോധം തോന്നി. അവൾ ഓടിച്ചെന്ന് മിനിയോട് കാര്യം പറഞ്ഞു. മിനിക്കും വിഷമം തോന്നി. ഒടുവിൽ രേഖയെ വിളിച്ചു പറയാൻ അവർ തീരുമാനിച്ചു. ഹലോ രേഖ മാഡം, ക്രിസ്റ്റി എന്ന പേഷ്യന്റ് ഇന്നലെ രാത്രി മുതലൊന്നും കഴിച്ചിട്ടില്ല. ഞങ്ങൾ മരുന്ന് കൊടുക്കാൻ പോയപ്പോഴാണ് പറഞ്ഞത്. മിനി ഫോൺ ചെയ്ത് വിവരം അറിയിച്ചു. വാട്ട്? അത് ഞാൻ ആ കോൺസ്റ്റബിളിനെ ഏൽപ്പിച്ചതാണല്ലോ. ദേ ഒരു 10 മിനിറ്റ്, ഞാൻ എത്തി. രേഖ ഫോൺ കട്ട് ചെയ്തു. നിമ്മി, മാഡം ഇപ്പം ഇങ്ങോട്ടെത്തും. ആ കോൺസ്റ്റബിളിനെ എഴുന്നേൽപ്പിക്കേ, അല്ലെങ്കിൽ ഇന്ന് അയാൾക്ക് പെരുന്നാളായിരിക്കും, മിനി പറഞ്ഞു. ഓ പിന്നെ, ചുമ്മാ ഇരുന്ന് ശമ്പളം മേടിക്കുമല്ലേ, 2 എണ്ണം കിട്ടട്ടെ. നമ്മളൊക്കെ ഓടിയാടന്ന് പണിയെടുക്കുന്നു. കിട്ടുന്നത് നക്കാപ്പിച്ച. കുറച്ചൊക്കെ വഴക്ക് അവരും കേൾക്കട്ടെ. നിമ്മി അവളുടെ പണിയിലേക്ക് തിരിഞ്ഞു. അല്പസമയത്തിനകം രേഖ അവിടെ എത്തി. കൂടെ പ്രകാശും അലക്സും ഉണ്ടായിരുന്നു. മിനി പറഞ്ഞ പോലെ ആ പോലീസുകാരന് പെരുന്നാളായിരുന്നു. നിമ്മി ഇതെല്ലാം കണ്ട് ചിരി അടക്കാൻ പാടുപെട്ടു. കലാശക്കൊട്ടിന് ശേഷം രേഖ അകത്തേക്ക് ചെന്നു. രേഖ അയാളുടെ വിലങ്ങുകൾ അഴിച്ചു. അയാൾക്ക് അവർ വാങ്ങിക്കൊണ്ടുവന്ന ഭക്ഷണപ്പൊതി മുന്നിൽ വെച്ചു. കഴിച്ചോളൂ, രേഖ പറഞ്ഞു.
പെട്ടെന്ന് തന്നെ ക്രിസ്റ്റി അതെല്ലാം കഴിച്ചു തീർത്തു. കൈകൾ കഴുകി തിരികെ കട്ടിലിൽ വന്നിരുന്നു. തിരിച്ചു വിലങ്ങുകൾ അണിയിക്കാൻ ചെന്ന പ്രകാശിനെ തടഞ്ഞുകൊണ്ട് അയാൾ പറഞ്ഞു, ഞാൻ എവിടെയും പോവില്ല സാറേ, എനിക്കറിയാം ഇനിയൊന്നും നടക്കില്ലാന്ന്. ഇതിട്ടാ വലിയ പ്രയാസാണ്, ഉറങ്ങാനൊന്നും പറ്റില്ല, ക്രിസ്റ്റി പറഞ്ഞു. പ്രകാശ് രേഖയെ ഒന്ന് നോക്കി. രേഖ കണ്ടുകൊണ്ട് ക്രിസ്റ്റി പറഞ്ഞത് ശരിവെച്ചു. അവർ വിലങ്ങുകൾ അഴിച്ചുമാറ്റി. രേഖ പിന്നീട് ചോദ്യങ്ങളിലേക്ക് കടന്നു. അന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞു നിർത്തിയത് ഞാൻ ഓർക്കുന്നു. ജീവന തുല്യം കാത്തു സൂക്ഷിച്ച ഒരു നിധിയെക്കുറിച്ച്. എന്താണത്? അതിന് മറുപടിയായി അയാളൊന്ന് ചിരിച്ചു. എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു ചോദ്യത്തിന്റെ ആവശ്യമുണ്ടോ? അതെ, ഞങ്ങൾക്കും കുറച്ചൊക്കെ മനസ്സിലായി വരുന്നു. പക്ഷെ പൂർണ്ണമായും ഉൾക്കൊള്ളാൻ നിങ്ങൾ പറഞ്ഞേ പറ്റൂ, രേഖ പറഞ്ഞു. നിങ്ങൾ എന്റെ സംഗീതം കണ്ടുപിടിച്ചു എന്ന് എനിക്ക് മനസ്സിലായി. അവിടെ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് സാധനങ്ങൾ കിട്ടിയിരിക്കും. അതിലെല്ലാത്തിനെയും ഞാൻ വിലപിടിപ്പുള്ളതായി കാണുന്നത് ആ താലിയാണ്. അവൾക്ക് വേണ്ടി, അവൾക്ക് മാത്രമായി ഞാൻ വാങ്ങിയ ആ താലി. എന്തെങ്കിലും അവൾ എന്റെയായി മാറുമെന്ന് പ്രതീക്ഷിച്ച് ഞാൻ വാങ്ങിയ താലി. ക്രിസ്റ്റിയുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ ഊർന്നിറങ്ങി. ഞാൻ പറയാം, നിങ്ങൾക്ക് നിർമ്മലയെ ജോണിന്റെ ഭാര്യ എന്ന നിലയിൽ മാത്രമേ അറിയൂ. എന്നാൽ എനിക്ക് അവൾ ആരായിരുന്നുവെന്ന് നിങ്ങൾക്കറിയില്ല. ക്രിസ്റ്റഫർ എന്ന ക്രിസ്റ്റിയുടെയും അയാളുടെ നിമ്മിയുടെയും കഥ കേൾക്കാൻ അവർ ചെവിയോർത്തു. സെന്റ് ജോസഫ് കത്തീഡ്രൽ. സമയം 6 മണി. മഴ തോർന്ന് തെളിഞ്ഞ അന്തരീക്ഷത്തിന്റെ തണുപ്പിൽ ഇരുവശവും വാഗമരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന വഴിയിലൂടെ ആ പാവാടക്കാരി പെൺകുട്ടി നടന്നു വന്നു. പള്ളിമണികളുടെ അകമ്പടിയോടെ അവൾ ദേവാലയത്തിലേക്ക് പ്രവേശിച്ചു. ക്രൂശിത രൂപത്തിന്റെ മുമ്പിൽ തന്റെ കൈകൾ കൂപ്പി വണങ്ങി. വൈകിട്ടുള്ള കുർബാനയ്ക്ക് വന്നതാണ് അവൾ. അധികം മിണ്ടാട്ടമില്ലാത്ത പെൺകുട്ടിയായതുകൊണ്ടാവാം ആരും അവളെ ശ്രദ്ധിച്ചില്ല. പക്ഷേ അവളെ ശ്രദ്ധിച്ച് ഒരാൾ അവിടെ ഉണ്ടായിരുന്നു. ഒരു പൊടിമീശക്കാരൻ. അന്നു മുതൽ അവൾ അവന്റെ മനസ്സിൽ കയറിക്കൂടി. കുർബാന കഴിഞ്ഞ് അവൾ അകലേക്ക് നടന്നു പോകുന്നത് അവൻ നോക്കി നിന്നു. ദേവാലയ കവാടം കടന്ന് അനാഥാലയത്തിന്റെ അന്ധകാര ലോകത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവൻ ഉറപ്പിച്ചു, അവൾ തനിക്കുള്ളവൾ. പക്ഷേ എന്തു പറ്റി? പ്രകാശ് ആകാംക്ഷയോട് ചോദിച്ചു. അവന്റെ ആകാംക്ഷ കണ്ടിട്ടാവണം ക്രിസ്റ്റി ഒന്ന് ചിരിച്ചു. അവളെ സ്വന്തമാക്കണമെന്ന് ഞാൻ അതിയായി ആഗ്രഹിച്ചു. ഞാൻ എന്റെ വിജയങ്ങൾക്കെല്ലാം പിന്നിൽ ഈ ഒരു ആഗ്രഹമായിരുന്നു. പക്ഷേ അനാഥനായ എന്നെ അവൾ സ്വീകരിക്കുമോ എന്ന് ഞാൻ ഭയന്നു. എന്നാൽ അവളുടെ പേര് പോലെ തന്നെ നിർമ്മലമായിരുന്നു അവളുടെ മനസ്സും. ഇന്ന് ഞാൻ ഓർക്കുന്നുണ്ട് അവളുടെ അപ്പൻ തോമസ് ഒരിക്കൽ അച്ഛനെ കാണാൻ വന്നത്. അന്ന് കൂടെ ഇവളുണ്ടായിരുന്നു. ക്രിസ്റ്റി വീണ്ടും ഓർമ്മകളിലേക്ക് ഊളിയിട്ടു. സെന്റ് ജോസഫ് ഓർഫനേജിന്റെ മുൻപിൽ ഒരു കാർ വന്നു നിന്നു. അതിൽ നിന്നും ദൃഢകായനായ ഒരു മനുഷ്യൻ ഇറങ്ങി. കൂടെ ഒരു പെൺകുട്ടിയും. അതവളായിരുന്നു. അവളുടെ സാന്നിധ്യം അറിഞ്ഞ പൊടിമീശക്കാരൻ എങ്ങു നിന്നോ പറന്നെത്തി അവളെ തന്നെ നോക്കി നിന്നു. എല്ലാവരോടും പുഞ്ചിരിച്ചപ്പോ ആ കൂട്ടത്തിൽ അവനും കിട്ടി ഒരെണ്ണം. സ്വർഗം കീഴടക്കിയ സന്തോഷമായിരുന്നു അവന്. പക്ഷേ എല്ലാവരെയും നിരാശരാക്കിക്കൊണ്ട് കൂടെ വന്ന മനുഷ്യൻ അവരോട്, ഛേ പോടാ പിള്ളേരെ, നിങ്ങളെ ഞാൻ പെൺപിള്ളേരെ കണ്ടിട്ടില്ലേ? ഒലിപ്പിച്ചു വന്ന് നിൽക്കുക നാണമില്ലാതെ. മോളെ നിമ്മി, നീങ്ങ പോരെ. ഇവരോട് കൂട്ടുകൂടരുത് കേട്ടോ, വിശ്വസിക്കാൻ പറ്റാത്ത കൂട്ടരാണ്. മകളെയും വിളിച്ചുകൊണ്ട് അയാൾ ഫാദർ സ്റ്റീഫന്റെ മുറിയിലേക്ക് ചെന്നു. ആ തോമസോ, വാ വാ. ആ നിമ്മിക്കുട്ടിയുണ്ടോ? ഫാദർ അവരെ സ്വീകരിച്ചു. അച്ഛാ, ഞാൻ മോളുടെ കാര്യം പറയാൻ വന്നേ. അവൾക്ക് ഇവിടുത്തെ സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയാൽ കൊള്ളാവുന്നുണ്ട്. പ്രീ ഡിഗ്രി ഇവിടെ ചെയ്തിട്ട് നഴ്സിങ്ങിന് വിടാമെന്ന് വെച്ചിട്ടാണ്, തോമസ് പറഞ്ഞു. ഓ ആണോ, അതിനെന്താ? എന്താ മോളുടെ പേര്? ഫാദർ ചോദിച്ചു. നിമ്മി, നിർമ്മല തോമസ്, അവൾ പറഞ്ഞു. നിമ്മി അവളുടെ വീട്ടിൽ വിളിക്കുന്ന പേരാണ്. ഇവളുടെ താഴെ ഒരാൾ കൂടെ ഉണ്ടേ, എൽസ. അവൾ 5ാം തരത്തിലാ. ഇവള് പഠിച്ച അതേ സ്കൂളിൽ തന്നെ. അവിടെ 10 വരെ ഉള്ളൂ. അതാ നിമ്മി ഇവിടെ ചേർക്കാന്ന് വെച്ചേ. ഇവരുടെ ഒരു കൂട്ടുകാരി ഇവിടെയാണ് അഡ്മിഷൻ എടുത്തിരിക്കുന്നത്. അപ്പോ തുടങ്ങിയതാ നമ്മുടെ തെക്കേക്കര കുരിയച്ചന്റെ മോളില്ലേ, ആഞ്ചല, ആ കുട്ടി, തോമസ് പറഞ്ഞു. ആ മനസ്സിലായി, ആ കൊച്ചിനല്ലേ നല്ല മാർക്ക് കിട്ടിയേ? ഫാദർ ചോദിച്ചു. അതെ, 2ാം സ്ഥാനം ഇവൾക്കാണ്. അതാ നല്ല സ്കൂളിൽ ചേർക്കാന്ന് വെച്ചേ. ഇവിടെ വിജയശതമാനം കൂടുതലാണല്ലോ. ആർക്കോ റാങ്ക് ഉണ്ടായിരുന്നു ഇല്ലേ? തോമസ് ചോദിച്ചു. ഉവ്, ഇവിടുത്തെ കുട്ടിയാണ് ക്രിസ്റ്റഫർ. അവൻ മിടുക്കനാ. പ്രീ ഡിഗ്രി കഴിഞ്ഞ് ഇനി എന്ത് കോഴ്സിന് പോകണമെന്ന് വെച്ചിരിക്കുക. ആ വന്നല്ലോ. ക്രിസ്റ്റി അകത്തേക്ക് വന്നു. ഉടനെ തോമസ് പറഞ്ഞു, ഹോ, ഇവനെയൊക്കെ പഠിപ്പിച്ചിട്ടിപ്പോ എന്തിനാ? തീറ്റ തന്ന കൈക്ക് തന്നെ കൊത്തുന്ന ഇനങ്ങളായിരിക്കും, തോമസ് പുച്ഛത്തോടെ പറഞ്ഞു. ഫാദറിന് ദേഷ്യം വന്നെങ്കിലും ഒന്നും മിണ്ടിയില്ല. സ്കൂൾ ഫണ്ടിലേക്ക് നല്ല സംഭാവന തന്ന ആളെ എങ്ങനെ എതിർത്ത് പറയും? പക്ഷെ നിമ്മി അയാളെ തടഞ്ഞു. പപ്പ അങ്ങനെയൊന്നും പറയല്ലേ, പാവ ചേട്ടന് വിഷമായി കാണും. സോറി ഏട്ടാ, ഈ പപ്പ ഇങ്ങനെയാ, ഒന്നും തോന്നരുത് കേട്ടോ, നിമ്മി ക്രിസ്റ്റിയെ നോക്കി പറഞ്ഞു. അതുവരെ ഭാരപ്പെട്ടു നിന്ന അവന്റെ മനസ്സിലെ സങ്കടങ്ങൾ അത് കേട്ടപ്പോൾ അകന്നുപോയി. അന്നു മുതൽ എനിക്ക് ജീവിക്കാൻ ഒരു പ്രചോദനം കിട്ടിത്തുടങ്ങി.
മെഡിക്കൽ ഫീൽഡിൽ തന്നെ ഒരു ഡിഗ്രി ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ ഒരു വർഷം എൻട്രൻസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ കോച്ചിങ്ങിന് തൃശ്ശൂർക്ക് പോയി. ഇടയ്ക്ക് ഞാൻ വരുമ്പോൾ അവളെ കാണാറുണ്ടായിരുന്നു. ആ ഇടയ്ക്കാണ് എനിക്കൊരു ക്യാമറ സ്റ്റീഫനച്ചൻ സമ്മാനം തരുന്നേ. നിങ്ങൾ കണ്ട ഫോട്ടോകളെല്ലാം അവൾ അറിയാതെ ഞാൻ എടുത്തതാണ്. കാണുമ്പോഴൊക്കെയും അവളെന്നും ഒരു പുഞ്ചിരി സമ്മാനിച്ചു പോകും. ഞങ്ങൾ സംസാരിക്കാറില്ലായിരുന്നു. എന്നിട്ട് പോലും എനിക്ക് അവളോട് വല്ലാത്തൊരു അടുപ്പം ഫീൽ ചെയ്തു. എൻട്രൻസ് കിട്ടി ഞാൻ ഡൽഹിക്ക് പോകുമ്പോൾ മനസ്സ് നിറയെ അവളും പഠനവും മാത്രമായിരുന്നു. അവധിക്ക് വരുമ്പോൾ ആദ്യമൊക്കെ കാണാറുണ്ട്. അന്നത്തെ പോലെ ഒരു ചെറു പുഞ്ചിരി മാത്രം. ഇഷ്ടം തുറന്നു പറയാൻ എനിക്ക് ധൈര്യം ഉണ്ടായില്ല. ആ പുഞ്ചിരി നിന്നു പോകുമോ എന്ന് ഞാൻ ഭയന്നു. പിന്നീടാവാമെന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ സ്നേഹം മനസ്സിൽ ഒളിപ്പിച്ചു. പക്ഷേ മെഡിസിന് 3-ാം വർഷത്തെ അവധിക്ക് വന്നപ്പോൾ അവളെ കണ്ടില്ല. അച്ഛനോട് ചോദിക്കാൻ പറ്റില്ലല്ലോ. പ്രാർത്ഥനയോടെ ഞാൻ കാത്തിരുന്നു. ഓരോ വർഷം കഴിയും തോറും അവളെ കണ്ടുപിടിക്കണമെന്നായിരുന്നു ആഗ്രഹം. അന്ന് അവൾ താമസിച്ചിരുന്ന സ്ഥലത്തെത്തി അന്വേഷിച്ചെങ്കിലും അവർ സ്ഥലം വിറ്റ് മാറിപ്പോയി എന്നാണ് അറിഞ്ഞത്. അവളുടെ അപ്പൻ തോമസിന്റെ ബിസിനസ് എല്ലാം നഷ്ടത്തിലായപ്പോൾ വിറ്റുപോയതാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. കഥ കേട്ടുകൊണ്ടിരുന്ന പ്രകാശിന്റെ കണ്ണിൽ കണ്ണുനീർ പൊടിഞ്ഞു. ക്രിസ്റ്റി പറഞ്ഞു, കണ്ടോ, സാറിന് വരെ എൻ്റെ ഫീലിങ്സ് മനസ്സിലായി. ഒരു കഥ കേട്ടപ്പോൾ ഇങ്ങനെ. അത് അനുഭവിച്ചവന്റെ വേദന എന്താകും അപ്പോ? ആരും ഒന്നും അപ്പോൾ മിണ്ടിയില്ല. എന്നിട്ട് പ്രകാശ് വീണ്ടും ചോദിച്ചു. അങ്ങനെ BBS പൂർത്തിയായി ഞാൻ MD എടുക്കാൻ അമേരിക്കയിൽ പോയി. നല്ല മാർക്കുള്ളതുകൊണ്ട് എനിക്ക് അഡ്മിഷൻ കിട്ടി. അതും പൂർത്തിയാക്കി ഞാൻ 3-4 വർഷം അവിടെ ജോലി ചെയ്തു. കയ്യിൽ കുറച്ച് സമ്പാദ്യമായപ്പോൾ അവളെ അന്വേഷിച്ച് ഞാൻ വീണ്ടും നാട്ടിലെത്തി. അവളോടുള്ള സ്നേഹത്തിന് ഒരു കുറവും ഉണ്ടായില്ല. നാട്ടിലെത്തിയപ്പോൾ ഞാൻ ജോണിനെ വിളിച്ചു. അവന്റെ സഹായം ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ അവളെ കണ്ടുപിടിക്കാലോ. അവനെ കാണുന്നതിന് മുമ്പാണ് ഞാൻ ആ താലി വാങ്ങുന്നത്. സ്റ്റീഫൻ അച്ഛനെ കൊണ്ട് തന്നെ ഞാൻ അത് വെഞ്ചരിപ്പിച്ചു. എൻ്റെ പെണ്ണിന് വേണ്ടി ഞാൻ ഒരുക്കിയതാണെന്ന് അന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞില്ല. എൻ്റെ ഒരു ഫ്രണ്ടിനെന്ന് പറഞ്ഞു. പക്ഷെ എൻ്റെ മനസ്സ് അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു. എന്നാൽ എന്നെ തേടി വന്നത് ഒരു ഞെട്ടിക്കുന്ന വാർത്തയായിരുന്നു. ഞാൻ വിളിച്ചതനുസരിച്ച് ജോൺ എന്നെ കാണാൻ വന്നു. എടാ ക്രിസ്റ്റി, നീയൊരു യോഗ്യനായാലോ, സുന്ദരൻ. ആ എന്താടാ എന്നോട് വരാൻ പറഞ്ഞേ? ജോൺ ചോദിച്ചു. ക്രിസ്റ്റി അവനോട് ചെറുതായി അവളെപ്പറ്റി സൂചിപ്പിച്ചു. കൂടുതലൊന്നും പറയാൻ നിന്നില്ല. എന്റെ കള്ളക്കാമുക, നീ പേടിക്കണ്ട, ഞാൻ തപ്പാം. നിമ്മി എന്നല്ലേ പേര് പറഞ്ഞേ? ജോൺ പറഞ്ഞു. ഉടനെ ജോണിന്റെ ഫോൺ ബെല്ലടിച്ചു. അവൻ ഫോൺ എടുത്തു. ആ പറ, താനെവിടെയാ? ഓ, ഇവിടെയുണ്ടോ? ഞാനിപ്പോ വരാം. എന്റെ ഫ്രണ്ടിനെയും പരിചയപ്പെടാം. ദേ, ഞാൻ വരുവാ. ജോൺ ഫോൺ വെച്ചു. എന്നിട്ട് ക്രിസ്റ്റിയോട് പറഞ്ഞു, എന്റെ വുഡ്ബിയാണ്. അവൾക്ക് ചിലപ്പോ നീ പറഞ്ഞ കൊച്ചിനെ അറിയായിരിക്കും. വാ, അവളെ കണ്ടിട്ട് വരാം. വാടാ. ജോൺ എന്നെയും വലിച്ചുകൊണ്ട് അവന്റെ വുഡ്ബിയെ കാണാൻ കൊണ്ടുപോയി. എന്റെ മനസ്സ് തകർന്നു പോയി. നിർമ്മലയെ അവന്റെ വുഡ്ബിയായി കണ്ടപ്പോൾ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ ജോണിനെ വിഷമിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു. എന്റെ മനസ്സിലെ സ്നേഹം അവൾക്ക് പോലും അറിയില്ലായിരുന്നു. അവനെ കുറ്റം പറയാൻ പറ്റില്ല. മാത്രമല്ല, അവന്റെ അങ്കിളാണ് എന്നെ സ്പോൺസർ ചെയ്തത്. അതിന്റെ നന്ദി. അതുകൊണ്ട് എൻ്റെ ഇഷ്ടം ഞാൻ കുഴിച്ചു മൂടി. ഞാൻ തിരിച്ച് അമേരിക്കയ്ക്ക് പോയി. ഞാൻ സ്വന്തമായി അവിടെ ഒരു ക്ലിനിക്ക് തുടങ്ങി. അവൻ ഹോസ്പിറ്റൽ തുടങ്ങിയപ്പോൾ എന്നെ പാർട്ട്ണറാക്കാൻ എന്നെ വിളിച്ചു. പക്ഷെ ഞാൻ താല്പര്യം കാണിച്ചില്ല. മറ്റു 2 പേർ തന്നെയായിരുന്നു കാരണം. അവന്റെ വിവാഹത്തിന് എന്നെ അവൻ ക്ഷണിച്ചിരുന്നു. പല കാരണങ്ങളുണ്ടാക്കി അതിന് ഞാൻ പോയില്ല. അങ്ങനെ ഞാൻ നാട്ടിലുണ്ടായിരുന്ന സമയത്ത് അവൻ എന്നെ ഒരു ദിവസം വിളിച്ചു. എടാ ക്രിസ്റ്റി, ഞാനാണ് ജോൺ. നീ നാട്ടിലുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. എനിക്ക് നിന്നെ ഒന്ന് കാണണം. നീ ഇപ്പൊ എവിടെയാ? എന്റെ വീട്ടിലേക്കൊന്ന് വരാമോ? ജോൺ പറഞ്ഞപ്പോ ക്രിസ്റ്റിക്ക് നിരസിക്കാൻ കഴിഞ്ഞില്ല. അവൻ ജോണിന്റെ വീട്ടിലേക്ക് ചെന്നു. വീടിന്റെ കോളിംഗ് ബെല്ലടിച്ചതും വാതിൽ തുറന്നത് നിർമ്മലയായിരുന്നു. ക്രിസ്റ്റിക്ക് ചെറിയൊരു വേദന തോന്നി. പക്ഷെ അവൻ അത് കാര്യമാക്കാതെ പുഞ്ചിരിച്ചു. ആ വാ ചേട്ടാ, കുറേയായി ഞാൻ കണ്ടിട്ട്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നിർമ്മല വളരെ സ്നേഹത്തോടെ സ്വീകരിച്ചു. ആ, അങ്ങനെ പോകുന്നു, ക്രിസ്റ്റി പറഞ്ഞൊപ്പിച്ചു. ഉടനെ തന്നെ ജോൺ അവന്റെ അടുത്തേക്ക് വന്നു. ജോണിന്റെ മുഖം കണ്ടപ്പോൾ തന്നെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ അവനെ അലട്ടുന്നുണ്ടെന്ന് ക്രിസ്റ്റിക്ക് മനസ്സിലായി. പൊന്നു, ഞാനും ക്രിസ്റ്റിയും എന്റെ ഓഫീസിൽ കാണും. ഡൊമിനിക്കിനോട് പറഞ്ഞ് നല്ലൊരു ചായ ഇട്ടുകൊണ്ട് വാ. നീ വരണ്ട, നിനക്ക് ഡെലിവറി ഡേറ്റ് അടുത്തിരിക്കുകയാണ്. ഡൊമിനിക്കിനെ വിട്ടാൽ മതി. ജോണും ക്രിസ്റ്റിയും മുകളിലേക്ക് കയറിപ്പോയി. നിർമ്മല അടുക്കളയിലേക്കും. ജോൺ എന്നെ അവന്റെ ഓഫീസിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്നെ കുറെ ഫയലുകൾ കാണിച്ചു. അതെല്ലാം കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. ഒരുപാട് പേരെ ഒരു പരീക്ഷണത്തിന്റെ പേരും പറഞ്ഞ് ജോസും തേജോവധം ചെയ്തതിന്റെ തെളിവുകളായിരുന്നു എല്ലാം. എന്തോ ഞാൻ അതിന്റെ എല്ലാം ഒരു കോപ്പി എടുത്തു വെച്ചു. അവരെ ചോദ്യം ചെയ്യാൻ ഒറ്റയ്ക്ക് പോകാൻ അവന് ഭയമായിരുന്നു. അതുകൊണ്ട് അവനൊപ്പം ഞാനും പോയി, ആ ചെകുത്താൻ പടയെ കാണാൻ. അന്ന് അവിടെ ഒരു ചെറിയ യുദ്ധം തന്നെ നടന്നു. അവർ അവനെ അപായപ്പെടുത്തുമെന്നത് ഉറപ്പായിരുന്നു. ഞാനത് അവനോട് പറയുകയും ചെയ്തു.
നിർമ്മലയുടെ ഡെലിവറി കഴിഞ്ഞ് എന്നോടൊപ്പം അമേരിക്കയ്ക്ക് വരാൻ ഇരുന്നതാവൻ. പക്ഷേ ക്രിസ്റ്റി പറഞ്ഞു നിർത്തി. എന്തുപറ്റി? പ്രകാശ് വീണ്ടും ചോദിച്ചു. മുന്നോട്ടുള്ള കഥ അറിയാൻ എല്ലാവരിലും ഒരു ആകാംക്ഷ ഉടലെടുത്തിരുന്നു. ഒരാൾ ഞങ്ങളുടെ നീക്കം ഒറ്റിക്കൊടുത്തു, ക്രിസ്റ്റി പറഞ്ഞു. ആര്? എല്ലാവരും ഒരുപോലെ ചോദിച്ചു. ഉത്തരത്തിനായി എല്ലാവരും കാത്തിരുന്നു. ഞങ്ങൾ ഒരാളെ സൂക്ഷിക്കണമായിരുന്നു. എൽസയെ, നിർമ്മലയുടെ സഹോദരി. ഞാനും ജോണും അന്ന് അവരെ ഹോസ്പിറ്റലിൽ കാണാൻ ചെന്നപ്പോൾ എൽസ അവിടെ ഉണ്ടായിരുന്നില്ല. അവരുടെ പദ്ധതി അനുസരിച്ച് ചേച്ചിയെ കാണാനെന്ന വ്യാജേന അവൾ ജോണിന്റെ വീട്ടിലേക്ക് പോയിരുന്നു. എന്തൊക്കെയോ മോഹന വാഗ്ദാനം നൽകി എൽസ ഡൊമിനിക്കിനെ കയ്യിലെടുത്തു. ഇതൊന്നും അറിയാതെ നിർമ്മലയെല്ലാം ഡൊമിനിക്കിനെയും അറിയിച്ചുകൊണ്ടിരുന്നു. അയാളെല്ലാം എൽസയെയും. സത്യത്തിൽ അവർ ജോണിനെയും നിർമ്മലയെയും ഫോളോ ചെയ്യാൻ തുടങ്ങി. എന്നാ നിർമ്മല അവളുടെ അനിയത്തിയെ അവിശ്വസിച്ചില്ല. ജോൺ ഒരുപാട് അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. അവസാനം അവൾ അവന്റെ നിർബന്ധത്തിന് വഴങ്ങി. അവൾ എൽസയെ വിളിക്കാതെയായി. പക്ഷെ ഡൊമിനിക് അവരുടെ വലയിലായത് ഞങ്ങൾ അറിഞ്ഞില്ല. അതേ സമയത്താണ് വേറൊരു സിസ്റ്റർ ഇതേ സംശയവുമായി ജോണിനെ സമീപിച്ചത്. സന്ധ്യ എന്നായിരുന്നു അവരുടെ പേര്. ഹോസ്പിറ്റലിൽ നടക്കുന്ന പല കാര്യങ്ങളും ഉൾക്കൊള്ളാൻ സന്ധ്യയ്ക്ക് ബുദ്ധിമുട്ടായി. ഒടുവിൽ ചെകുത്താൻ കൂട്ടം എങ്ങനെയോ മണത്തറിഞ്ഞപ്പോൾ അവരെ ഡിസ്മിസ് ചെയ്തു. പക്ഷേ സന്ധ്യ ഇപ്പോൾ അമേരിക്കയിൽ എൻ്റെ സ്റ്റാഫാണ്. ഓക്കെ, അപ്പോൾ നാട്ടുകാർ പറയുന്നത് നേരാണ്. സന്ധ്യ വിദേശത്താണ് അല്ലേ? രേഖ ചോദിച്ചു. അതെ, ജോൺ പറഞ്ഞതനുസരിച്ച് ഞാൻ അവളെ രക്ഷപ്പെടുത്തി. അല്ലെങ്കിൽ അവളെയും അവർ അപായപ്പെടുത്തിയേനെ, ക്രിസ്റ്റി പറഞ്ഞു. ബൈ ദ വേ, ഫ്രാങ്ക് ഇപ്പോൾ എവിടെയാണ്? അറിയില്ല, ഞാൻ ഒരുപാടായി കണ്ടിട്ട്. അദ്ദേഹം കുറച്ചുകാലം നാട്ടിലുണ്ടായിരുന്നു. ഞങ്ങൾ തമ്മിലൊരു കോണ്ടാക്റ്റ് ഇല്ല. ഓക്കെ, ഞങ്ങൾ നാളെ വരാം. അത്യാവശ്യമായി കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നിങ്ങൾ റെസ്റ്റ് എടുത്തോളൂ. രേഖയും മറ്റുള്ളവരും ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി. വിലങ്ങുകൾ വീണ്ടും ബന്ധിച്ചാണ് അവർ അവിടെ നിന്ന് ഇറങ്ങിയത്. നിങ്ങൾക്ക് എന്തു തോന്നുന്നു? ക്രിസ്റ്റി പറഞ്ഞ കഥ വിശ്വസിക്കാമോ? രേഖ പ്രകാശിനോടും അലക്സിനോടും ചോദിച്ചു. കുറച്ച് സത്യങ്ങളും കുറച്ച് നുണയുമാകാനാണ് സാധ്യത. എന്തോ എനിക്കങ്ങനെ തോന്നി. ഡൊമിനിക്കിന്റെ തിരോധാനം ഒരു ചോദ്യമായി മുന്നിൽ നിൽക്കുന്നു. അതുമാത്രല്ല, അയാൾ പറഞ്ഞ ഫ്രാങ്ക് ഇപ്പോൾ എവിടെയാണെന്ന് നമുക്കറിയില്ല. അങ്ങനെ കുറച്ചുകൂടെ കാര്യങ്ങൾ വ്യക്തമാക്കാനുണ്ട്, അലക്സ് പറഞ്ഞു. നമുക്കിപ്പോൾ പോകേണ്ടത് ജോണിന്റെ തറവാട്ടിലേക്കാണ്. എന്തോ ഡൊമിനിക് അവിടെ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു. നമുക്കൊന്ന് അന്വേഷിക്കാം, രേഖ പറഞ്ഞു. അവർ മൂവരും തറവാട്ടിലേക്ക് കുതിച്ചു. ഏകദേശം 1 മണിക്കൂറിൽ തന്നെ അവർ അവിടെ എത്തിച്ചേർന്നു. പരമ്പരാഗത രീതിയിൽ പണിതിരിക്കുന്ന ഒരു വലിയ കൊട്ടാരം. ചുറ്റിലും വലിയ മതിൽക്കെട്ടുകളുണ്ട്. രേഖ അതെല്ലാം നടന്നു കണ്ടു. അങ്ങനെ അവർ ആ കൊട്ടാരം ചുറ്റി നടന്ന് വീക്ഷിച്ചു. എന്തൊരു വലിയ വീടാണ്. ഇവിടെ ഒരാൾ നിലവിളിച്ചാൽ പോലും ആരും കേൾക്കില്ല, അലക്സ് അതിശയിച്ചു പറഞ്ഞു. ശരിയാണ്, വല്ലാത്ത ഭയാനകമായൊരു സ്ഥലം. മാഡം, ഓർമ്മയില്ലേ അന്ന് ഡൊമിനിക്ക് പറഞ്ഞത്? ഒരുപാട് രാത്രികളിൽ ഫ്രാങ്കും ജോണും സംസാരിക്കാറുണ്ടെന്ന്. പക്ഷേ ഇപ്പോൾ ഫ്രാങ്കിന് ഇതിലൊരു ബന്ധവും ഇല്ലാതായിരിക്കുന്നു. എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്. ആകെ മൊത്തത്തിൽ ഒരു കൺഫ്യൂഷനാണ്. അലക്സ് രേഖയെ തന്റെ സംശയം ധരിപ്പിച്ചു. ശരിയാണ് താൻ പറഞ്ഞത്. എനിക്ക് പൂർണ്ണമായും ക്രിസ്റ്റിയെ വിശ്വാസം പോരാ. എന്തൊക്കെയോ അയാൾ ഒളിക്കുന്ന പോലെ. നമുക്ക് നോക്കാം. രേഖ നെടുവേർപ്പെട്ടു. പെട്ടെന്നാണ് പ്രകാശ് വിളിച്ചത്. മാഡം, പ്രകാശ് ഉറക്കി വിളിച്ചു. ഉടനെ രേഖയും അലക്സും പ്രകാശിന്റെ അടുത്തേക്ക് ഓടി. എന്താ പ്രകാശ്? മാഡം, ഇവിടെ ഒരു പ്രത്യേക ശബ്ദം കേൾക്കുന്നു. ഇവിടെ എന്തോ ഉണ്ട്. രേഖ ആ പ്രദേശത്തെ കരിയിലകൾ മാറ്റി. അവിടെ ഒരു ചെറിയ അറയുടെ വാതിൽ തെളിഞ്ഞു വന്നു. പിന്നെ താമസിച്ചില്ല. അലക്സ് വേഗം തന്നെ ഒരു മഴ സംഘടിപ്പിച്ച് വാതിൽ വെട്ടി പൊളിക്കാൻ തുടങ്ങി. ഒടുവിൽ അവർ അത് തുറന്നു. അകത്തേക്ക് പോകാൻ പടികൾ കാണുന്നു. അവർ മൊബൈൽ ടോർച്ച് തെളിച്ച് പതിയെ പടികൾ ഇറങ്ങി. പടികൾ കഴിഞ്ഞ് അവർ ചെന്നത് ഒരു ഇടനാഴിയിലായിരുന്നു. അവർ കുറച്ചുകൂടി മുന്നോട്ട് നടന്നു. ഒടുവിൽ ഒരു വലിയ ഹോള് പോലെ തോന്നിപ്പിക്കുന്ന ഒരു മുറിയിൽ എത്തിച്ചേർന്നു. 3 പേരും ജാഗരൂകരായിരുന്നു. ആ ഹാളിൽ ഒരുപാട് മുറികളുണ്ടായിരുന്നു. ലക്ഷണം കണ്ടിട്ട് അവിടെ ആരോ താമസമുണ്ടെന്ന് ഉറപ്പാണ്. വൃത്തിയായി കിടക്കുന്നു. രേഖ ഉറക്കെ ചോദിച്ചു. ഇവിടെ ആരെങ്കിലും ഉണ്ടോ? പെട്ടെന്നൊരു മുറിയിൽ നിന്നും ഒരു ഞരക്കം കേട്ടു. 3 പേരും അങ്ങോട്ടേക്ക് പാഞ്ഞു. ഒരു വിധത്തിൽ മുറി തുറന്നു. രേഖ ഊഹിച്ചതുപോലെ ഡൊമിനിക് അവിടെ ഉണ്ടായിരുന്നു. കൈകാലികൾ ബന്ധിച്ച നിലയിൽ, കൈഞ്ഞരമ്പുകൾ മുറിച്ച നിലയിൽ. ഒരു ചെറിയ മിടിപ്പ് മാത്രം ബാക്കിയുണ്ട്. അവർ താമസിച്ചില്ല. മുറിവിലൊരു തുണി വരിഞ്ഞു കെട്ടി ഒരു വിധത്തിൽ അയാളെ എടുത്ത് ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു. പക്ഷേ എത്തുമ്പോഴേക്കും മരണം സംഭവിച്ചു. രേഖയ്ക്ക് വളരെ നിരാശ അനുഭവപ്പെട്ടു. ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞ ശേഷം അവർ വീണ്ടും തറവാട്ടിലേക്ക് പുറപ്പെട്ടു. ഇത്തവണ കുറച്ചധികം പോലീസുകാരുമായാണ് അവർ ചെന്നത്. തറവാട്ട് വളപ്പും തറവാടും അവർ അരിച്ചു പിറക്കി. പക്ഷേ പ്രത്യേകിച്ചൊന്നും തന്നെ അവർക്ക് കിട്ടിയില്ല. നിരാശരായി മടങ്ങിയവർ പിന്നെയും ക്രിസ്റ്റിയെ കാണാൻ പുറപ്പെട്ടു.
വൈകുന്നേരം കാപ്പി കുടിച്ച് ചിന്താമഗ്നനായി ക്രിസ്റ്റി കട്ടിലിൽ കിടക്കുകയാണ്. പ്രതീക്ഷിക്കാത്തൊരു അതിഥി അവനെ തേടിയെത്തി. അതിഥിയെ കണ്ടതും അവന്റെ മുഖം വലിഞ്ഞു മുറുകി. അവന്റെ കയ്യിൽ നിന്നും മരണത്തിൽ നിന്നും തലനാഴിയിലേക്ക് രക്ഷപ്പെട്ട എൽസ. വിജയീ ഭാവത്തോടെ അവൾ അവന്റെ അടുത്ത് ചെന്നു. അവസാനം നിങ്ങളെ അവർ കണ്ടെത്തി. നിങ്ങളുടെ കണക്കൂട്ടലുകൾ പിഴച്ചു ക്രിസ്റ്റി. നിങ്ങൾക്കിനി എന്നെ ഒന്നും ചെയ്യാനാവില്ല. നിർമ്മലയ്ക്ക് വേണ്ടി നിങ്ങൾ എന്തിനാണ് ഞങ്ങളെ കൊല്ലുന്നത്? അവളുടെ ഭർത്താവായ ജോണിന് പോലും അവളെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അപ്പോഴേക്കും അവനും തീർന്നില്ലേ? അന്നാണ് ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത്. അവളുടെ അന്ത്യനിമിഷങ്ങൾ ഞാൻ ആഘോഷിച്ചു. തനിക്കറിയാമോ, പലതവണ ഞാൻ അവളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ എല്ലാം തെറ്റി. എന്നാ വിജയ് എനിക്ക് തന്നെയായിരുന്നു. എൽസ, എനിക്ക് തെറ്റിയിട്ടില്ല. നിനക്ക് തെറ്റാതിരിക്കാൻ കരുതിയിരുന്നോ നീ? ഇന്നല്ലെങ്കിൽ നാളെ നീ മരണത്തെ പുൽകും, അത് തീർച്ച. ക്രിസ്റ്റി ദേഷ്യത്തോടെ പറഞ്ഞു. എൽസ പൊട്ടിച്ചിരിച്ചു. ഇനി നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല ക്രിസ്റ്റഫർ. നിന്റെ സമയം കഴിഞ്ഞു. എന്നെ കൊല്ലാൻ നിനക്ക് കഴിഞ്ഞില്ലല്ലോ. പക്ഷെ നിർമ്മലയെ അവസാനിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞു. എന്റെ ഈ കൈകൊണ്ടാണ് ഞാൻ അവളെ അവസാനിപ്പിച്ചത്. അവളെ മാത്രമല്ല, അവളുടെ കുഞ്ഞിനെയും. എൽസ അത് പറഞ്ഞ് പൊട്ടിച്ചിരിച്ചു. കയ്യിലെ വിലങ്ങ് പോലും വകവയ്ക്കാതെ ക്രിസ്റ്റി ചാടി എഴുന്നേറ്റു. മുറിവിൽ നിന്നും ചോര വാർന്നൊലിച്ചു. കൈകൾ മുറിഞ്ഞു. പക്ഷേ അതൊന്നും വകവയ്ക്കാതെ അവൻ ചീറി. എൽസ, നീ കരുതിയിരുന്നോ എന്റെ പ്രാണം പോകുന്നതിന് മുമ്പ് നിന്റെ പോയിരിക്കും? അതിനി അധികം സമയമില്ല. നിന്റെ വിധി അത് വൈകാതെ ഉണ്ടാകും. ഒന്ന് നീ മനസ്സിലാക്കിക്കോ. നിർമ്മലയെ ഇല്ലാതാക്കിയിട്ട് നീ ജീവനോടെ ഇരിക്കില്ല. എല്ലാവരെയും ഞാൻ അയച്ചു. നിന്നെയും ജോസിനെയും ഞാൻ അവരുടെ അടുത്തേക്ക് അയക്കും. അയക്കുക തന്നെ ചെയ്യും. ക്രോധം നിറഞ്ഞ ചുവന്ന കണ്ണുകളോടെ ക്രിസ്റ്റി അലറി. എൽസ ഒരു പുച്ഛഭാവത്തോടെ മുറിവിട്ടിറങ്ങി. ക്രിസ്റ്റി തലകുനിച്ച് തന്റെ മുഷ്ടി ചുരുട്ടി കട്ടിലിൽ ഇടിച്ചു. പിന്നീട് തലയുയർത്തി ഗൂഢമായി ഒന്ന് ചിരിച്ചു. ഒരു വിജയിയുടെ സകലഭാവവും അതിലുണ്ടായിരുന്നു. കോരിച്ചൊരിയുന്ന മഴയും നല്ല മിന്നലും ഇടിമുഴക്കങ്ങളും. കാലാവസ്ഥയെ പഴിച്ചുകൊണ്ട് ബെഡ്റൂമിൽ നിന്നും എൽസ ഹാളിലേക്ക് നടന്നു. അതേസമയത്ത് കറണ്ടും പോയി. ഛേ, നാശം, ഇത് എന്തൊരു മഴയാണ്. ബെഡ്റൂമിൽ നിന്നും ഹാളിലേക്കുള്ള കോണിപ്പടികൾ ഇറങ്ങുമ്പോൾ എൽസ പുലമ്പി. ഹാളിൽ അലമാരയിൽ വെച്ചിരുന്ന എമർജൻസി ലാമ്പ് കയ്യിലെടുത്ത് തിരികെ ബെഡ്റൂമിലേക്ക് നടക്കുമ്പോൾ അവൾക്കൊരു തോന്നൽ. തന്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടോ? ഇല്ല, തനിക്ക് തോന്നിയതായിരിക്കും. ഇനിയിപ്പോ പേടിക്കേണ്ട കാര്യമില്ലല്ലോ. തന്നെ അപായപ്പെടുത്താൻ ആരും ബാക്കിയില്ലല്ലോ. ബെഡ്റൂമിലെത്തിയതും താഴെ അടുക്കളയിൽ നിന്നും വലിയൊരു ശബ്ദം കേട്ടു. എൽസയുടെ മനസ്സിൽ ഒരു ചെറിയ ഭയം ഉടലെടുത്തു. അവൾ ലാമ്പ് കയ്യിലെടുത്ത് പതിയെ കോണിപ്പടികൾ ഇറങ്ങി. പെട്ടെന്ന് വീണ്ടും ഉച്ചത്തിൽ അതേ ശബ്ദം. അവൾ വിറയ്ക്കാൻ തുടങ്ങി. വേലക്കാരിയും മറിയാമ്മയും തോട്ടക്കാരൻ കുഞ്ഞപ്പനെയും വീട്ടിലേക്ക് പറഞ്ഞയച്ചതോർത്ത് അവൾ ദുഃഖിച്ചു. ആ 2 നില കെട്ടിടത്തിൽ അവൾ തനിച്ചാണ്. അവൾ മെല്ലെ തന്റെ ഫോൺ തപ്പിയെടുത്തു. ചാർജ് തീർന്നിരിക്കുന്നു. ഇതെങ്ങനെ ചാർജ് തീരേണ്ട സമയമായില്ലല്ലോ. ഇനി ലാൻഡ് ഫോണിൽ വിളിക്കാനും പറ്റില്ല. എന്തു ചെയ്യും? എന്തായാലും പോയി അന്വേഷിക്കുക തന്നെ. ഓരോന്നാലോചിച്ചുകൊണ്ട് അവൾ അടുക്കള ഭാഗത്തേക്ക് നീങ്ങി. അടുക്കളയിലേക്ക് അടുക്കുന്തോറും അവൾക്ക് ഭയം കൂടിക്കൂടി വന്നു. പിന്നെയും ആ തോന്നൽ അവളെ അലട്ടി. തന്നെ ആരോ പിന്തുടരുന്നുണ്ടോ? അവൾ പതിയെ തിരിഞ്ഞു നോക്കി. ഇല്ല, ആരുമില്ല. അവൾ വീണ്ടും നടന്നു. അടുക്കള മുഴുവൻ പരിശോധിച്ചു. ഇല്ല, അവിടെ അങ്ങ് ആരുമില്ല. മാത്രമല്ല, അടുക്കളയിൽ പ്രത്യേകിച്ചൊന്നും തന്നെ കാണുന്നില്ല. അപ്പൊ പിന്നെ എന്താണ് താൻ കേട്ടത്? ഉടൻ തന്നെ കറണ്ട് വന്നു. പുറത്തെ മഴയും ശമിച്ചു. അവൾ ഹാളിലെ ക്ലോക്കിൽ നോക്കി. സമയം പുലർച്ചെ 4 മണി. അവൾക്ക് ശ്വാസം നേരെ വീണു. അവൾ നേരെ ബെഡ്റൂമിൽ ചെന്നു ലൈറ്റ് അണച്ചു കിടന്നുറങ്ങി. ഇതേ സമയം മുറിക്ക് പുറത്തെ തൂവള്ള ചുമരിൽ ചുവന്ന അക്ഷരങ്ങൾ തെളിഞ്ഞു വന്നു. പിറ്റേന്ന് രാവിലെ മറിയാമ്മയുടെ നിലവിളി കേട്ടാണ് എൽസ ഉണർന്നത്. അവളുടനെ കിടക്ക വിട്ട് പുറത്തേക്കോടി. തന്റെ മുറിക്ക് പുറത്ത് തനിക്കുള്ള ചായയുമായി വന്നവർ ചുവരിൽ നോക്കി വിളറി നിൽക്കുന്നതാണ് കണ്ടത്. എന്താണ് എന്താണ് ചേട്ടത്തി, എന്തിനാ കരഞ്ഞേ? മറിയാമ്മയുടെ വിറപൂണ്ട കൈകൾ ചുവരിലേക്ക് നീങ്ങി. ആ കാഴ്ച കണ്ട് എൽസ നടുങ്ങി. എൽസയുടെ വീടിന് മുമ്പിൽ രേഖ IPSന്റെ വണ്ടി വന്ന് നിന്നു. രേഖയും പ്രകാശും അലക്സും അകത്തേക്ക് നടന്നു. രേഖ പറഞ്ഞ പ്രകാരം കൂടുതൽ ആരെയും വിവരം അറിയിക്കാതെ എൽസയും വേലക്കാരിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രേഖയെ കണ്ടതും എൽസ അടുത്തേക്ക് വന്നു. വരൂ മാഡം, ഞങ്ങളാകെ പേടിച്ചിരിക്കുകയാണ്. എൽസ ഒരു ഉൾക്കിടിലത്തോടെ പറഞ്ഞു. എന്താ സംഭവിച്ചേ? രേഖ എൽസയോട് ചോദിച്ചു. വള്ളിപുള്ളി തെറ്റാതെ തലേദിവസം നടന്ന കാര്യങ്ങൾ അവരോട് പറഞ്ഞു. മാഡം, ഇനി ക്രിസ്റ്റിയെങ്ങാനും? എൽസ ഒരു സംശയം പറഞ്ഞു. നോ, അല്ല, ഞാൻ അന്വേഷിച്ചു. ഇന്നലെ മുഴുവൻ അയാൾ ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ടായിരുന്നു. നിങ്ങൾ പറഞ്ഞ ആ സ്ഥലം എവിടെയാണ്? എനിക്കവിടെ ഒന്ന് കാണണം. രേഖയെ എൽസ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എൽസയുടെ മുറിയുടെ മുൻഭാഗത്തെ ഭിത്തിയിൽ ചുവന്ന നിറത്തിൽ എന്തോ ഒന്ന് ഇങ്ങനെ എഴുതിയിരുന്നു.
ഇന്ന് ഞാൻ, നാളെ നീ. ദുഃഖങ്ങളില്ലാത്ത ലോകത്തേക്ക് എന്റെ കൂടെ നീയും. ഉടനെ തന്നെ പ്രകാശ് രേഖയുടെ അടുത്തേക്ക് വന്നു. മാഡം, കണ്ടാൽ ചുവന്ന മഷി പോലെ തോന്നുമെങ്കിലും എഴുതിയത് രക്തം കൊണ്ടാണ് എന്ന് ഫോറൻസിക് ടീമിന് സംശയം. അവർ സാമ്പിൾ കളക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ പ്രകാശ്, എൽസയ്ക്ക് ഇവിടെ പ്രൊട്ടക്ഷൻ ഏർപ്പാടാക്കണം. നമുക്ക് ഇപ്പോൾ തന്നെ ഒരിടം വരെ പോകണം. എല്ലാം കഴിഞ്ഞിട്ട് എന്നെ ഇൻഫോം ചെയ്യാൻ പറഞ്ഞേക്ക്. വാ പോകാം, എൽസ പേടിക്കണ്ടാട്ടോ. ഇവിടെ ഇന്നു മുതൽ കാവലിന് ആളുണ്ട്. താങ്ക്സ് മാഡം. എൽസയെ ആശ്വസിപ്പിച്ച് രേഖയും മറ്റുള്ളവരും പോന്നെങ്കിലും ഒരുപാട് കാര്യങ്ങൾ അവരെ അലട്ടി. അവർ ആദ്യം ഓഫീസിലേക്കാണ് ചെന്നത്. ഞാൻ ആകെ വിഷമത്തിലാണ്. എല്ലാം തീർന്നു എന്നാ വിചാരിച്ചേ. പക്ഷെ ഇതെന്ത് ഗുലുമാലാണ്? രേഖ പരിഭവിച്ചു. എന്തു ചെയ്യാം, നമുക്ക് ക്രിസ്റ്റി ഒന്നുകൂടി കണ്ടാലോ? പ്രകാശ് ചോദിച്ചു. ഒരു പ്രയോജനവുമില്ല. അയാളൊന്നും പറയാൻ പോകുന്നില്ല. അലക്സ് അക്ഷമനായി പറഞ്ഞു. നമ്മുടെ ആവശ്യമാണ്, അതുകൊണ്ട് ഒന്ന് പോയി കണ്ടു നോക്കാമെന്നാണ് എന്റെ അഭിപ്രായം. പിന്നെ താമസിച്ചില്ല. അവർ മൂന്നുപേരും ആശുപത്രിയിലേക്ക് പുറപ്പെട്ടു. അവരുടെ വരവ് മുൻകൂട്ടി നിശ്ചയിച്ചിരുന്ന പോലെ അയാൾ പുച്ഛത്തോടെ അവർക്ക് നേരെ ഒരു ചിരി സമ്മാനിച്ചു. വരണം വരണം, ഞാൻ കാത്തിരിക്കുകയായിരുന്നു, ക്രിസ്റ്റി അവരെ നോക്കി പറഞ്ഞു. ക്രിസ്റ്റിയുടെ ആ പരിഹാസഭാവം അവരെ വല്ലാതെ ദേഷ്യം പിടിപ്പിച്ചു. എങ്കിലും അവർ അത് വകവച്ചില്ല. അവർ അവന്റെ അടുത്ത് ചെന്നു. രേഖ അവന്റെ അരികിൽ ഇരിപ്പുറപ്പിച്ചു. നോക്കൂ ക്രിസ്റ്റി, കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞു കാണും. അതിനു പിറകിൽ നിങ്ങളാണോ എന്ന് ഞങ്ങൾക്കറിയില്ല. പക്ഷെ അതാരാണെന്ന് നിങ്ങൾക്ക് നന്നായി അറിയാം. അത് പറയുന്നതല്ലേ നിങ്ങൾക്ക് നല്ലത്. ദയവായി സഹകരിക്കുക. ഇതിന്റെ പേരിൽ ഇനി 3 ജീവനുകൾ കൊണ്ട് ബലി കൊടുക്കണോ? നിങ്ങളൊരു ഡോക്ടറല്ലേ? ജീവൻ രക്ഷിക്കേണ്ടത് നിങ്ങളുടെ ചുമതലയല്ലേ? ഒരു സൈക്കോളജിക്കൽ അപ്രോച്ച് രേഖ നടത്തി നോക്കി. അതിന് മറുപടിയായി ക്രിസ്റ്റഫർ പൊട്ടി പൊട്ടി ചിരിച്ചു. മാഡം, എനിക്കിതിനെപ്പറ്റി കൂടുതലൊന്നും പറയാനില്ല. പക്ഷെ ഒന്ന് ഞാൻ പറയാം. എലിസയും ജോസും കൊല്ലപ്പെടും, അത് തീർച്ച. ലിൻഡയ്ക്കൊന്നും സംഭവിക്കില്ല, അത് ഞാൻ ഉറപ്പു തരാം. ഇപ്പോൾ സംഭവിക്കുന്നതിന്റെ പിന്നിൽ ആരാണെന്ന് എനിക്ക് നന്നായി അറിയാം. കുറച്ചുകൂടി കാത്തിരിക്കെ നിങ്ങൾക്ക് മുന്നിൽ അവൻ വെളിപ്പെടും, ക്രിസ്റ്റി പറഞ്ഞു. നിങ്ങൾ ഫ്രാങ്കിനെയാണോ ഉദ്ദേശിക്കുന്നേ? അയാളാണോ ഇതിനു പിന്നിൽ? രേഖ വീണ്ടും എടുത്തു ചോദിച്ചു. അതിനും മറുപടിയായി ക്രിസ്റ്റി ഉറക്കെ ചിരിച്ചു. പ്രകാശും അലക്സും അക്ഷമരായി. മാഡം, ഇയാളെ ഞങ്ങൾക്ക് തത്ത പറയുന്ന പോലെ ഞങ്ങൾ പറയിപ്പിക്കാം. അധിക സമയം വേണ്ട, അലക്സ് ആക്രോശിച്ചു. രേഖ അവരെ തടഞ്ഞു. നോ. ഓക്കെ ക്രിസ്റ്റഫർ, നിങ്ങൾ സത്യം പറഞ്ഞില്ലെങ്കിലും ഞങ്ങളത് കണ്ടെത്തുക എന്നതാണല്ലോ ഞങ്ങളുടെ ജോലി. അത് ഇത്രയും കാലം വെടിപ്പായി തന്നെയാണ് ഞാൻ ചെയ്തിട്ടുള്ളതും ഇനിയും അങ്ങനെ തന്നെയായിരിക്കും. മാഡം, ഞാൻ പറഞ്ഞല്ലോ, അവനെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം കഴിഞ്ഞാൽ അവൻ നിങ്ങളെ തേടി വരും. ഒരു കീഴടങ്ങൽ. അവനും അതാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ജോലിയുമായി മുന്നോട്ട് പൊക്കോളൂ. അവൻ അവൻ്റെതായി പോകട്ടെ. പക്ഷേ നിങ്ങളൊന്നും മനസ്സിലാക്കാൻ ശ്രമിക്കണം. നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത്. നീതി നടപ്പാക്കേണ്ടവർ അത് തടയുന്നു, എന്നിട്ട് കുറ്റവാളികളെ സംരക്ഷിക്കുന്നു. ക്രിസ്റ്റി, ശരിയാണ്, ഞങ്ങൾ നീതി നടപ്പാക്കേണ്ടവർ തന്നെയാണ്. പക്ഷേ ഒരു ജീവനും ആപത്തുണ്ടാകാത്ത വിധത്തിൽ ഞങ്ങൾക്കത് കൈകാര്യം ചെയ്യാൻ കഴിയണം. അവർക്ക് വേണ്ട ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ ഞങ്ങളുണ്ട്. ഈ രാജ്യത്തെ നിയമമുണ്ട്. നിയമം. പണമുള്ളവന് ഒരു നിയമം, അതില്ലാത്തവന് മറ്റൊന്ന്. അങ്ങനെയുള്ള നമ്മുടെ രാജ്യത്ത് ചിലപ്പോൾ ജനങ്ങൾ തന്നെ നീതി നടപ്പാക്കാൻ ശ്രമിക്കും. അതാണിപ്പോൾ സംഭവിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് നോക്കിക്കോ. എനിക്കിതിൽ കൂടുതലൊന്നും പറയാനില്ല, ക്രിസ്റ്റി തീർത്തു പറഞ്ഞു. രേഖയും പ്രകാശും അലക്സും പിന്നെ അവിടെ നിന്നില്ല. അല്ല മാഡം, നമുക്ക് ഇവനെ സ്റ്റേഷനിൽ കൊണ്ടുപോയി ഒന്ന് കുടഞ്ഞാലോ? സത്യം അവൻ തന്നെ പറഞ്ഞോളൂ. അവന്റെ ഒരു അഹങ്കാരം, പ്രകാശ് പറഞ്ഞു. നമുക്ക് കഴിയില്ല പ്രകാശ്, പഴയ പോലെ ഒന്നുമല്ല. ഇപ്പൊ കസ്റ്റഡിയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ വലിയ പ്രശ്നങ്ങളാണ്. സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ നമുക്ക് 3 പേർക്കും കുഴപ്പമാണ്. ആരെയാണിന്ന് എൽസിയുടെ വീട്ടിൽ ഡ്യൂട്ടിക്ക് ഇട്ടിരിക്കുന്നത്? രേഖ ചോദിച്ചു. ഇന്ന് പിള്ളയും രാമകൃഷ്ണനാണ് അവിടെയുള്ളത്. അവർക്ക് ആ സ്ഥലമൊക്കെ നന്നായിട്ട് അറിയാം. അവർ മാനേജ് ചെയ്തോളൂ. ഓക്കെ, എങ്കിലും നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ കൂടി അവിടെ വേണം. അയാൾ എപ്പോൾ വേണേലും വരും. ഇപ്പൊ തന്നെ പ്രകാശ് അങ്ങോട്ടേക്ക് പുറപ്പെട്ടോളൂ. രേഖയുടെ നിർദ്ദേശം അനുസരിച്ച് പ്രകാശ് ഉടനെ എൽസിയുടെ വീട്ടിലേക്ക് പുറപ്പെടാൻ ഒരുങ്ങി. പെട്ടെന്ന് അലക്സിന്റെ ഫോൺ റിങ് ചെയ്തു. വാട്ട്? ഫോണിൽ സംസാരിച്ചുകൊണ്ട് നിന്ന അലക്സിന്റെ മുഖം വിയർപ്പിൽ കുതിർന്നു. എന്താ, എന്തുപറ്റി? രേഖ ചോദിച്ചു. നമുക്കൊരു ദുഃഖവാർത്തയുണ്ട്. എന്തുപറ്റി? അത് വാർത്ത കേൾക്കാൻ അവർ അലക്സിനെ ഉറ്റുനോക്കി. എന്താ അലക്സ്, ആരായിരുന്നു ഫോണിൽ? അത് മാഡം, ഡോക്ടർ ജോസ്, അലക്സ് വിറയലോടെ പറഞ്ഞു. പക്ഷെ ഞെട്ടല് കാരണം അത് മുഴുവിപ്പിച്ചില്ല. അതാനാളെ ടെൻഷൻ അടിപ്പിക്കാതെ കാര്യം പറ, രേഖ ധൃതി കൂട്ടി. ജോസും മരിച്ചു. അല്ല, കൊല്ലപ്പെട്ടു. എല്ലാവരുടെയും മുഖത്ത് ഭീതിയും അതോടൊപ്പം നിരാശയും പടർന്നു. ഓ മൈ ഗോഡ്, ഇതെങ്ങനെയാടോ? ഇന്നലെ കൂടെ കമ്മീഷണർ എന്നോട് ഇതേക്കുറിച്ച് ചോദിച്ചേ ഉള്ളൂ. ഞാനെല്ലാം ക്ലോസ് ചെയ്യാൻ പോവാണെന്ന് ഇന്നലെ അദ്ദേഹത്തോട് പറയുകയും ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യും?
മാഡം, ഡേവിഡ് പറഞ്ഞത് ഇന്ന് രാവിലെ കുർബാന കാണാൻ പോയതാണ്. ഭാര്യയും കൂടെ ഉണ്ടായിരുന്നു. പതിവില്ലാതെ അപ്പനെ കാണാൻ ഒറ്റയ്ക്ക് സിമിത്തേരിയിൽ ചെന്നത്രേ. ഭാര്യ ഗേറ്റിനടുത്ത് വെയിറ്റ് ചെയ്യുമായിരുന്നു. പക്ഷേ കുറെ കഴിഞ്ഞ് കാണാതായപ്പോ അവർ അകത്ത് കയറി നോക്കി. കല്ലറയ്ക്കടുത്തൊന്നും ഡോക്ടറെ കണ്ടില്ല. പുള്ളിക്കാരിയെ അവിടെയെല്ലാം തിരഞ്ഞു നോക്കി. അവസാനം സിമിത്തേരി പള്ളിക്ക് അകത്താണ് കണ്ടത്. അൾത്താഴയുടെ മുമ്പിൽ ഒരു മൃതസംസ്കാരം നടത്തുമ്പോൾ ഉണ്ടാകുന്ന അതേപോലെ വെള്ളത്തുണിയിൽ പുതപ്പിച്ച്. ആകെ ഷോക്കായി പുള്ളിക്കാരി അവിടെ കുഴഞ്ഞു വീണു. ഏതാണ്ട് അരമണിക്കൂർ കഴിഞ്ഞ് സിമിത്തേരി വളപ്പിലെ തെങ്ങ് കയറാൻ വന്ന ഒരു തെങ്ങ് കയറ്റക്കാരനാണ് ആദ്യം കണ്ടത്. പുള്ളി ആളെ വിളിച്ചുകൂട്ടി എല്ലാവരെയും അറിയിക്കുകയായിരുന്നു. ഇപ്പോൾ പുള്ളിക്കാരി ആശുപത്രിയിലാണ്. ഇത്രയുമാണ് ചുരുക്കം. അലക്സ് പറഞ്ഞു നിർത്തി. വാ, നമുക്ക് പോകാം. അവർ മൂന്നുപേരും കൂടി ആ സംഭവ സ്ഥലത്തേക്ക് പുറപ്പെട്ടു. അവർ സംഭവ സ്ഥലത്തെത്തുമ്പോൾ ഉച്ചയായിരുന്നു. കൊടും ചൂടിനെ വകവയ്ക്കാതെ ആളുകൾ അവിടേക്ക് ഒഴുകി വന്നുകൊണ്ടിരുന്നു. എല്ലാവരെയും നിയന്ത്രിക്കാൻ പോലീസ് നന്നേ പാടുപെട്ടു. ഫോറൻസിക് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ എല്ലാവരും അവിടെ സന്നിഹിതരായിരുന്നു. വൈകാതെ തന്നെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചു. നമുക്കിതിങ്ങനെ വിട്ടാൻ പറ്റില്ല. നമ്മൾ കാണിച്ചൊരു അബദ്ധമാണിത്. അതിലുപരി അയാൾ നമ്മളെ പെടുത്തിയെന്ന് പറയുന്നതാകും ശരി. എൽസയെ സംരക്ഷിക്കുന്നതിനിടയിൽ നമ്മൾ ജോസിനെ മറന്നു. അത് അയാൾ മുതലാക്കി. നമ്മളിനി എന്താ ചെയ്യേണ്ടത്? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. ആദ്യം ബോഡി ആരാ കണ്ടത്? രേഖ അലക്സിനോട് ചോദിച്ചു. തെങ്ങുകയറ്റക്കാരൻ രാമു, അയാളാണ് കണ്ടത്. അർജന്റ് മീറ്റിംഗ്, അയാളുമായി ഇപ്പോൾ തന്നെ നമ്മുടെ ഓഫീസിൽ വരണം. കൈകാലികൾ വിറച്ചുകൊണ്ടാണ് രാമു കമ്മീഷണർ ഓഫീസിൽ ചെന്നത്. രേഖ അയാളെ അടിമുടി വീക്ഷിച്ചു. എന്തൊക്കെയോ കള്ളത്തരങ്ങൾ അയാളിലുള്ളതായി രേഖയ്ക്ക് തോന്നി. രേഖ ചോദ്യശരങ്ങൾ ഓരോന്നായി പ്രയോഗിച്ചു. എന്താ പേര്? രാമു. എന്താണ് തൊഴിൽ? തെങ്ങുകയറ്റാണ് സാറേ. ഞങ്ങൾ വിളിപ്പിച്ചത് എന്തിനാണെന്ന് മനസ്സിലായോ? അലക്സ് ചോദിച്ചു. ഉവ് സാറേ, ഞാൻ കണ്ടത് പറഞ്ഞോളാം. ഓക്കെ, എന്നാ പറ, എന്താ ഉണ്ടായേ? രാവിലെ 7:30 ആയപ്പോൾ ഞാൻ സിമിത്തേരി വളപ്പിൽ തെങ്ങേറാൻ വന്ന്. അപ്പോൾ ഗേറ്റിൻ്റെ അടുത്തൊരു കാറും കുറച്ചു മാറി ഒരു കറുത്ത ജീപ്പും കിടക്കുന്നുണ്ടായിരുന്നു. ഞാൻ അകത്തേക്ക് വന്നപ്പോൾ ആ കൊച്ചമ്മ പള്ളിക്കകത്തേക്ക് കിടക്കുന്നുണ്ടായിരുന്നു. ഞാൻ വേഗം ഓടിച്ചെന്ന് നോക്കി. അവിടെ വെള്ളത്തുണിയൊക്കെ ചുറ്റി ആ സാറും മരിച്ചു കിടക്കാണ്. ഞാൻ അപ്പുറത്തെ പറമ്പിൽ നിന്ന് കണ്ണനെയും കോരനെയും വിളിച്ച്. അവരാണ് പോലീസിനെ വിളിച്ചത്. ഞാൻ അച്ഛനോട് തന്നെ പറഞ്ഞു. അപ്പോഴത്തേക്ക് കൊച്ചമ്മയ്ക്ക് ബോധം വന്ന്. ഉടനെ വികാരിച്ചും വന്നു. അതാ ഉണ്ടായേ, രാമു പറഞ്ഞു. താൻ കണ്ട കറുത്ത ജീപ്പ് ഇതിനു മുമ്പ് താൻ കണ്ടിട്ടുണ്ടോ ഈ നാട്ടില്? രേഖ ചോദിച്ചു. ഇല്ല സാറേ, ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ചുമ്മാ ഞാൻ അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് എൻ്റെ ഫോണില്. അത് ഭയങ്കര വലുതാർന്നു, രാമു അത്ഭുതത്തോടെ പറഞ്ഞു. രേഖയുടെ മുഖം പ്രകാശിച്ചു. വാവ്, എവിടെ? ഞാനൊന്ന് കാണട്ടെ. രാമു വളരെ സന്തോഷത്തോടെ അത് അവർക്ക് കാണിച്ചു കൊടുത്തു. അവരുടെ മനസ്സിൽ ആശ്വാസത്തിന്റെ ഒരു കുളിർമഴ പെയ്തു. നന്നായി പ്രകാശേ, ഇയാൾക്കൊരു 2000 രൂപ കൊടുത്തേക്ക്. ഇതിന്റെ പ്രത്യുപകാരമായിട്ട് എന്റെ അക്കൗണ്ടിൽ നിന്ന് ഞാനെടുത്തു തന്നേക്കാം. പിന്നെ ഏതെങ്കിലും രാമു കണ്ടോ? ഞങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണെങ്കിൽ ഇനിയും പൈസ തരാം, പറ. രേഖ രാമുവിനെ നോക്കി പറഞ്ഞു. അലക്സും പ്രകാശും മുഖത്തോട് മുഖം നോക്കി നിന്നു. രേഖയുടെ ഉദ്ദേശം എന്താണെന്ന് അവർക്ക് മനസ്സിലായില്ല. രാമുവിന്റെ ബോഡി ലാംഗ്വേജ് കണ്ടിട്ടാവണം രേഖയ്ക്ക് ഒരു സംശയം തോന്നി. അതുകൊണ്ടാണ് അങ്ങനെയൊരു തന്ത്രം പ്രയോഗിച്ചത്. രാമുവിന്റെ മറുപടിക്ക് രേഖ കാത്തുനിന്നു. അത് മാഡം, ഞാൻ രാമു നിന്ന് വിക്കി. അപ്പോൾ രാമുവിന് ഇതിൽ കൂടുതൽ എന്തോ ഞങ്ങളോട് പറയാനുണ്ട് അല്ലേ? രേഖ ചോദിച്ചു. അത് രാമു എന്തു വേണമെന്നറിയാതെ കുടുങ്ങി. താൻ പറയടോ, തനിക്കൊന്നും വരാതെ ഞാൻ നോക്കിക്കോളാം, പറ. രേഖ അയാൾക്ക് ഉറപ്പു കൊടുത്തു. ഞാൻ പറയാം, പക്ഷേ എനിക്കിവിടെയുള്ള ആരെയും വിശ്വാസമില്ല. ഞാൻ സാറിനോട് മാത്രം വേണേ പറയാം, രാമു പറഞ്ഞു. ഉടൻ തന്നെ രേഖ അലക്സും പ്രകാശും ഒഴികെ മറ്റെല്ലാ പോലീസുകാരെയും മാറ്റി. രാമുവിന്റെ അപേക്ഷ സ്വീകരിച്ചു. ഒരു പുതിയ രഹസ്യത്തിന്റെ ചുരുളഴിക്കാൻ അയാൾ തയ്യാറായി. മാഡം പറഞ്ഞത് ശരിയാണ്. ഞാനൊരു പാവാണ്. പള്ളിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. ദൈവത്തിന് തിരക്കാത്ത പണി ഞാൻ കാണിച്ചതുകൊണ്ടാ ഇപ്പം ആ ഡോക്ടർ മരിച്ചത്. അതോർക്കുമ്പോഴാ സങ്കടം, രാമു വിഷമിച്ചു. എന്തുപറ്റി? അതിനു മാത്രം എന്താ ഉണ്ടായേ? രേഖ ചോദിച്ചു. ഞാൻ അല്ലറ ചില്ലറ കടവും കാര്യങ്ങളായി നടക്കുന്ന ആളാണ്. അപ്പോൾ പൈസയ്ക്ക് നല്ല ആവശ്യമുണ്ടായിരുന്നു. പള്ളിയിൽ കഴിഞ്ഞ 3-4 ആഴ്ചയായിട്ട് തെങ്ങ് കയറുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം ഉച്ചയ്ക്ക് ഞാൻ ഭക്ഷണം കഴിച്ച സെമിത്തേരിയിൽ തേങ്ങായിടാൻ ചെന്നു. രാമു ഓർമ്മകളിലേക്ക് ഊളിയിട്ടു. നട്ടുച്ച വെയിലിന്റെ ചൂട് സഹിക്കാൻ കഴിയാതെ ഒരു കുപ്പിവെള്ളം തലയിലൂടെ കോരിയൊഴിച്ച് അടുത്ത തെങ്ങിൽ രാമു കയറി. തലപ്പത്തെത്തിയപ്പോഴാണ് രാമു അത് ശ്രദ്ധിച്ചത്. ഒരു വലിയ കറുത്ത ജീപ്പ് സിമിത്തേരി ഗേറ്റിന്റെ അടുത്ത് വന്ന് നിന്നു. അതിൽ നിന്നും ഒരു മധ്യവയസ്കൻ ഇറങ്ങി സിമിത്തേരിയുടെ അകത്തേക്ക് വന്നു. അയാൾ നേരെ പള്ളിയിലേക്ക് നടന്നു.
തുടർന്ന് അകത്ത് കയറി. എന്നിട്ട് അലക്സ് ചോദിച്ചു. ഞാനാദ്യം കാര്യമായി എടുത്തില്ല. ഞാൻ വിചാരിച്ചു സിമിത്തേരി പള്ളിയിൽ അയാൾ പ്രാർത്ഥിക്കാൻ വന്നതാണെന്ന്. ഞാൻ തേങ്ങയിട്ട് അടുത്ത തെങ്ങിൽ കയറാൻ ഇറങ്ങി. അങ്ങനെ അവിടെ അടുത്തുള്ള 3-4 തെങ്ങിൽ കയറി തേങ്ങ ഇട്ടു. പിന്നെ മനസ്സിലൊരാദി തോന്നി. പള്ളിയിലേക്ക് ചെന്ന് നോക്കാൻ പറയുന്ന പോലെ. ഞാൻ അങ്ങോട്ട് ചെന്നു. നട്ടുച്ചയായതുകൊണ്ട് തന്നെ ആ പരിസരത്തൊന്നും ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ പതിയെ ചെന്ന് സിമിത്തേരി പള്ളിയിലെ ജനാലയിലൂടെ എത്തി നോക്കി. രാമു ചുറ്റും നോക്കി. ആരുമില്ലെന്ന് മനസ്സിലാക്കി സിമിത്തേരി പള്ളിയിലെ ഒരു വശത്തുള്ള ജനാലയിലൂടെ എത്തി നോക്കി. പക്ഷേ ആ കാഴ്ച കണ്ട് അയാൾ ഞെട്ടിപ്പോയി. താൻ എന്താടോ കണ്ടത്? രേഖ ചോദിച്ചു. ഞാൻ നോക്കുമ്പോൾ സാറേ, അയാളൊരു സൂചിയിൽ മരുന്ന് നിറച്ചുകൊണ്ടിരിക്കുന്നു. തൊട്ടടുത്ത് തന്നെ കറുത്തൊരു വലിയ തുണി കിടപ്പുണ്ടായിരുന്നു. കൂടെ ഒരു കുപ്പിയിൽ എന്തോ ഒരു ചുവന്ന സാധനം. എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ വിചാരിച്ചു മയക്കുമരുന്ന് വല്ലതായിരിക്കുമെന്ന്. ഞാൻ അച്ഛനെ വിളിക്കാമെന്ന് വെച്ച് തിരിഞ്ഞു നടന്നു, രാമു പറഞ്ഞു. ആ കാഴ്ച കണ്ട് രാമുവിന്റെ മുഖം വിയർത്തു. അയാൾ തിരിഞ്ഞു പള്ളിയിലേക്ക് നടന്നു. പെട്ടെന്നാണ് അയാളെ ആരോ വിളിച്ചത്. രാമു, ഒന്ന് നിൽക്ക്. രാമു തിരിഞ്ഞു നോക്കി. തൊട്ടുമുമ്പിൽ നേരത്തെ താൻ കണ്ട ആ മധ്യവയസ്കനെ കണ്ടു. അയാൾ രാമുവിനെ നോക്കി ചിരിച്ചു. രാമു, തന്റെ മകൾക്ക് അടുത്ത ആഴ്ച ഫീസ് കൊടുക്കണ്ടേ? അതിന് പൈസ കരുതിയിട്ടുണ്ടോ? അയാൾ ചോദിച്ചു. ഇതാരാണ്? ഇയാൾ എന്റെ കാര്യങ്ങളൊക്കെ അറിയുന്ന ആളാണല്ലോ. ഫീസിന്റെ കാര്യം മോൾ ഇന്നലെ പറഞ്ഞേ ഉള്ളൂല്ലോ, രാമു ചിന്തിച്ചു. രാമു, എനിക്കൊരു ഉപകാരം ചെയ്താ ഞാൻ തിരിച്ചും ചെയ്യും. ചുമ്മാ വേണ്ട, തന്റെ മോളുടെ ഫീസ് ഞാൻ തരാം. ദാ പിടിച്ചോ. അയാൾ രാമുവിന്റെ നേരെ കുറച്ച് പൈസ നീട്ടി. വാങ്ങണോ വേണ്ടേ എന്ന് ചിന്തിക്കാൻ പോലും നിന്നില്ല. ഞാൻ വാങ്ങിച്ചു. കാരണം എന്റെ മോളുടെ മുഖമാണ് മനസ്സിൽ വന്നത്. ഞാനത് വാങ്ങിച്ചു. തെങ്ങേറ്റം കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് പോയി. വീട്ടിൽ ചെന്നിട്ട് എന്തോ ഉറക്കമൊന്നും വന്നില്ല. ഞാൻ പിറ്റേ ദിവസം ഏതാണ്ട് ആ സമയത്ത് തന്നെ അങ്ങോട്ട് വീണ്ടും പോയി. അന്ന് ഞാൻ ആ ജീപ്പ് അവിടെ കണ്ടു. പക്ഷെ ആളെ കണ്ടില്ല. അപ്പോൾ തോന്നിയ ഒരു കൗതുകത്തിലെടുത്ത ഫോട്ടോ ആണത്. അങ്ങനെ ഞാൻ അയാളെ ഇടയ്ക്കിടെ സെമിത്തേരിയിൽ കാണാറുണ്ടായിരുന്നു. പൈസ തന്നതുകൊണ്ട് ഞാനിതാരോടും പറഞ്ഞതുമില്ല, രാമു പറഞ്ഞു നിർത്തി. തനിക്ക് ആളെ തിരിച്ചറിയാൻ പറ്റുമോ? ആ അതെ മാഡം, മുഖം എൻ്റെ മനസ്സിലുണ്ട്. ഓക്കെ. അലക്സ്, താൻ ആ ഫോട്ടോകളെല്ലാം ഇങ്ങ് കൊണ്ടുവരൂ. ഞാൻ രാമുവിനെ ഒന്ന് കാണിച്ചു നോക്കട്ടെ. അലക്സ് ഫോട്ടോകളെല്ലാം രാമുവിനെ കാണിച്ചു. അതിൽ 2 ഫോട്ടോകൾ അയാളുടെ കണ്ണിൽപ്പെട്ടു. മാഡം, ഇയാളെ പോലെ ഇരിക്കും. പിന്നെതാ, ഒരിക്കൽ ഞാൻ ഈ സ്ത്രീയെ അയാളുടെ കൂടെ കണ്ടിട്ടുണ്ട്. അവർ ആ ഫോട്ടോകളിലേക്ക് നോക്കി. അലക്സും പ്രകാശും രേഖയും ഒരുപോലെ ഞെട്ടി. വീടിന്റെ വെളിയിൽ ഏതോ വാഹനം വന്ന് നിന്നതിന്റെ ശബ്ദം കേട്ടു ലിൻഡ. തന്റെ കുഞ്ഞിനെ മെല്ലെ ദേഹത്തു നിന്ന് മടർത്തി തൊട്ടിലേക്ക് കിടത്തി അവൾ ഉമ്മറത്തേക്ക് നടന്നു. പ്രതീക്ഷിച്ച പോലെ കോളിംഗ് ബെൽ അമർന്നു. അവൾ വാതിൽ തുറന്നു. തൊട്ടുമുന്നിൽ ശ്രീരേഖ IPS, കൂടെ അലക്സും പ്രകാശും. അവൾ ചെറുതായി ഭയന്നുവെങ്കിലും പതറാതെ ഒരു പുഞ്ചിരിയോടെ പിടിച്ചു നിന്നു. ആഹാ, മാഡായിരുന്നോ? വരൂ, അകത്തേക്ക് വരൂ, ഇങ്ങോട്ടിരിക്കാം. ലിൻഡ അവളുടെ ഹാളിലുള്ള സോഫയിലേക്ക് കൈചൂട്ടി പറഞ്ഞു. അവർ 3 പേരും അവൾക്ക് അഭിമുഖമായിരുന്നു. ഇപ്പൊ എങ്ങനെയുണ്ട് ലിൻഡ? കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ലല്ലോ? രേഖ കുശലം ചോദിച്ചു. ഇല്ല മാഡം, കുഴപ്പമൊന്നുമില്ല. നിങ്ങളെന്താ വന്നേ? ലിൻഡ ചോദിച്ചു. അപ്പോഴേക്കും അവളുടെ ഭർത്താവും അമ്മയും അങ്ങോട്ടേക്ക് വന്നു. ഹലോ മാഡം, ഞാൻ ജെയ്സൺ, ലിൻഡയുടെ ഹസ്ബൻഡാണ്. എന്താ കാര്യം? എന്താ വന്നേ? ഹായ് ജെയ്സൺ, ഞാൻ ലിൻഡയെ കുറേ തവണ വിളിച്ചിരുന്നു, പക്ഷെ ഫോൺ എടുത്തില്ല. അതുകൊണ്ട് വന്നതാണ്. നിങ്ങൾക്കറിയാലോ ഇപ്പോൾ നടക്കുന്നത്. ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ലിൻഡയിൽ നിന്ന് അറിയാനുണ്ടായിരുന്നു. വിരോധമില്ലെങ്കിൽ ഞങ്ങൾക്ക് പ്രൈവറ്റായി സംസാരിക്കാൻ ഇവിടെ സൗകര്യം ഉണ്ടാവൂ? ഈ അവസ്ഥയിൽ ഓഫീസിൽ വരാൻ കഴിയില്ലല്ലോ, അതുകൊണ്ടാണ്, രേഖ പറഞ്ഞു. അതിനെന്താ, എൻ്റെ ഓഫീസ് റൂം ഉപയോഗിച്ചോളൂ, വരൂ. അവരെല്ലാവരും ജെയ്സനെ അനുഗമിച്ചു. താങ്ക്സ് ജെയ്സൺ. ഒരു 15 മിനിറ്റ്, ഞങ്ങളിപ്പോൾ വിട്ടേക്കാം. ഷുവർ. എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കാം. ജെയ്സൺ അവരെ അവിടെ ആക്കി തിരിച്ചുപോയി. രേഖയോടൊപ്പം അലക്സും പ്രകാശും ലിൻഡയും മുറിയിൽ കയറി. മൂവരും അകത്തുള്ള കസേരകളിൽ ഇരുപ്പുറപ്പിച്ചു. രേഖ ലിൻഡയുടെ മുഖത്തേക്ക് നോക്കി തുടർന്നു. സി ലിൻഡ, കഴിഞ്ഞ കുറേ മാസങ്ങളായി നടക്കുന്ന സംഭവങ്ങൾ ഞാൻ പറയാതെ തന്നെ തനിക്കറിയാലോ. ക്രിസ്റ്റഫർ ഇപ്പോൾ ഞങ്ങളുടെ കസ്റ്റഡിയിലാണ്. ചോദ്യം ചെയ്യലിൽ അയാൾ ഞങ്ങളോടൊരു കാര്യം പറഞ്ഞു. സിസ്റ്റർ ലിൻഡയ്ക്ക് ഒന്നും സംഭവിക്കില്ല എന്നും അവളെ കൊലപാതകത്തിൽ നിന്നും ഒഴിവാക്കിയെന്നൊക്കെ. അതെന്തുകൊണ്ടായിരിക്കാം? മനസ്സിലൊരു കല്ലെടുത്ത് വെച്ച വേദന തോന്നി ലിൻഡയ്ക്ക്. പക്ഷേ ഒരു ഭാവവ്യത്യാസവുമില്ലാതെ അവൾ പറഞ്ഞു. എനിക്കറിയില്ല മാഡം. നോക്കൂ, തനിക്ക് ഈ കൊലപാതകങ്ങളിൽ എന്താണ് റോൾ? അത് ഞങ്ങൾക്കറിയണം. തനിക്ക് കില്ലറെ തീർച്ചയായും അറിയാം. പറ ലിൻഡ, ആരാണയാൾ? ലിൻഡയ്ക്ക് പറയാതെ വേറെ വഴിയില്ല എന്ന് മനസ്സിലായതുകൊണ്ടാവണം കുറച്ചുനേരം അവൾ മിണ്ടിയില്ല. അല്പസമയത്തിനു ശേഷം അവൾ പറഞ്ഞു തുടങ്ങി.
ഞാൻ പറയാം മാഡം. എനിക്കറിയായിരുന്നു ഒരിക്കൽ മാഡം എന്നെ തേടി വരുമെന്ന്. ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. ഞാൻ നഴ്സിംഗ് പൂർത്തിയാക്കി ജോലിക്ക് അന്വേഷിച്ചുകൊണ്ടിരുന്ന കാലം. ഒരുപാട് അലഞ്ഞെങ്കിലും എനിക്കെവിടെയും ഒത്തില്ല. അങ്ങനെയിരിക്കെ എൻ്റെ അങ്കിള് വഴിയാണ് ഞാൻ സെന്റ് മാർത്താസിൽ അപ്ലൈ ചെയ്യുന്നത്. അന്ന് എന്നെ റെക്കമെൻഡ് ചെയ്തത് സൂസിയായിരുന്നു. അങ്ങനെയാണ് ഞാൻ ജോലിക്ക് കയറുന്നത്. എൻ്റെ അങ്കിൾ സൂസിയുടെ അകന്ന ബന്ധുവായിരുന്നു. ഞാൻ ജോലിക്ക് കയറി. അവരേക്കാൾ 5-6 വയസ്സിന് ഇളയതാണ് ഞാൻ. എങ്കിലും അവരെനിക്ക് നല്ല സ്വാതന്ത്ര്യം തന്നു. എന്നാൽ പല കാര്യങ്ങളോടും എനിക്ക് യോജിച്ചു പോകാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. എന്ത് കാര്യങ്ങൾ? അത് അവർ പേഷ്യൻസിനോട് ഒട്ടും റെസ്പെക്റ്റ് കാണിച്ചിരുന്നില്ല. ചെറിയ കുട്ടികളോട് പോലും വഴക്ക് പറയുകയും ശകാരിക്കുകയും ഒക്കെ ചെയ്യും. പക്ഷെ ഒരാൾ മാത്രം അങ്ങനെയായിരുന്നില്ല. നിർമ്മല. അവൾ എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറി. സത്യം പറഞ്ഞാ മറ്റുള്ളവർ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ തീർക്കാൻ നടക്കുകയായിരുന്നു അവളുടെ പണി. അത് നന്നായി ഹാൻഡിൽ ചെയ്യാൻ അവൾ മിടുക്കിയായിരുന്നു. ലിൻഡ പറഞ്ഞു. പിന്നെ എന്താണ് സംഭവിച്ചത്? നിങ്ങൾ അവളെ ഇല്ലാതാക്കിയത് എന്തിനാണ്? എങ്ങനെയാണ് നിർമ്മല മരിച്ചത്? ഇല്ല, ഞാനതിന് കൂട്ടുനിന്നില്ല. മനസ്സാക്ഷി അതിന് അനുവദിച്ചില്ല. സത്യത്തിൽ ഞാൻ അവരെ ഒറ്റുകയായിരുന്നു. അവർ പോലും അറിയാതെ. ഇവരുടെ എല്ലാ പ്ലാനുകളും ഞാൻ നിർമ്മലെ അറിയിച്ചുകൊണ്ടിരുന്നു. എന്നിട്ടും എനിക്ക് അവളെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ലിൻഡ കണ്ണുനീരോടെ പറഞ്ഞു. മാഡം, നിങ്ങളറിയാത്ത ഒരു വലിയ സത്യമുണ്ട്. നിർമ്മലയ്ക്ക് ബ്രെയിൻ ഡെത്ത് സംഭവിച്ചില്ലായിരുന്നു. ഇവരെല്ലാം കൂടി എന്തോ കുത്തിയിറക്കി അവളെ അങ്ങനെ ആക്കിയതാണ്. അവളുടെ കുഞ്ഞിനും ഒരസുഖവും ഇല്ലായിരുന്നു. ആ പിഞ്ചു കുഞ്ഞിനെ എലിസ കൊന്നുകളഞ്ഞു. എന്നിട്ട് റിപ്പോർട്ട് തിരുത്തി എഴുതി. വാട്ട്? ഓ മൈ ഗോഡ്. അപ്പോൾ എൽസയും ജോസും പറഞ്ഞതെല്ലാം നുണയാണ്. ആ ആക്സിഡന്റ്? പ്രകാശ് ചോദിച്ചു. അതെ, അതവർ പ്ലാൻ ചെയ്തതാണ്. അവർ ആരെയോ വരുത്തിച്ചു നടത്തി. ഈ പ്ലാൻ എന്നെ അവർ മുൻകൂട്ടി അറിയിച്ചില്ല. അതുകൊണ്ട് എനിക്ക് അവരെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ ദൈവത്തിന്റെ കൈ എന്നൊക്കെ പറയുമല്ലോ. അങ്ങനെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു നിർമ്മല. പക്ഷേ അവളെ അവർ തേജോവധം ചെയ്തു. ഞാൻ ഇന്നോർക്കുന്നു ആ നശിച്ച ദിവസം. ലിൻഡ നിർത്തി. ഓർമ്മകൾ അവളെ പിടിച്ചുലച്ചു. കാഷ്വാലിറ്റിക്ക് മുമ്പിൽ വന്നു നിന്ന ആംബുലൻസിന്റെ അരികിലേക്ക് ലിൻഡ ഓടിച്ചെന്നു. ചോരയിൽ മുങ്ങി നിർമ്മല കിടന്നു. അവളെയും വഹിച്ചുകൊണ്ട് സ്ട്രെച്ചർ ഐസിയുയിലേക്ക് പാഞ്ഞു. അപ്പോഴേക്കും മറ്റു 3 പേർ ഓടി വന്നു. സൂസി, റോണി, എൽസ. പിന്നീട് അവരായിരുന്നു കാര്യങ്ങളെല്ലാം ചെയ്തത്. പക്ഷേ ലിൻഡ ഒരു കാര്യത്തിൽ സംശയം പ്രകടിപ്പിച്ചു. സൂസി, നിങ്ങളെന്താ ഇവളെ ന്യൂറോളജി ഐസിയുയിലേക്ക് കൊണ്ടുപോകുന്നേ? അവൾ ഗർഭിണിയാണ്. ഓപ്പറേഷൻ നടത്തി കുഞ്ഞിനെ രക്ഷിക്കണ്ടേ? അല്ലെങ്കിൽ കുഞ്ഞു മരിച്ചു പോവും. ലിൻഡ കെഞ്ചി. ലിൻഡ, ഭാരിച്ച കാര്യങ്ങൾ നീ അന്വേഷിക്കണ്ട. ഇതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം, സൂസി പറഞ്ഞു. നിവർത്തിയില്ലാതെ ലിൻഡ അവരെ പിന്തുടർന്നു. ഐസിയുയിലെത്തിയിട്ടും ആവശ്യത്തിന് വേണ്ട ട്രീറ്റ്മെന്റ് ഒന്നും ആരും കൊടുത്തില്ല. ഇത് കണ്ട് ലിൻഡ വീണ്ടും ശബ്ദം ഉയർത്തി. നിങ്ങളെന്താ ഇങ്ങനെ നിൽക്കുന്നേ? നമുക്ക് എന്തെങ്കിലും ചെയ്യണ്ടേ? ഇല്ലെങ്കിൽ ഇവള് മരിച്ചു പോകും, ലിൻഡ പറഞ്ഞുകൊണ്ടിരുന്നു. എന്റെ സൂസി, താനീ പെണ്ണിനെ വിളിച്ചോണ്ട് പോയേ. നമ്മുടെ പണിയൊന്നും നടക്കില്ല, എലിസ ബഹളം വെച്ചു. സൂസി ലിൻഡയെ പുറത്തേക്ക് കൊണ്ടുപോയി. ഐസിയുയിൽ നിന്നും പുറത്തേക്ക് വന്ന് ഞാൻ ആകെ വിഷമിച്ചു സാറേ. തുടർന്ന് ജോണിന്റെ നമ്പറിൽ വിളിച്ചു. കുറെ റിങ് ചെയ്തു, പക്ഷെ ആരും എടുത്തില്ല. ഒടുവിൽ മാഡം ഇപ്പോൾ അറസ്റ്റ് ചെയ്ത ക്രിസ്റ്റഫറാണ് എടുത്തത്. ഞാൻ വിവരം അറിയിച്ചതനുസരിച്ച് അയാൾ വേഗം ഹോസ്പിറ്റലിലെത്തി. ഞാൻ അയാളെ നേരിൽ കണ്ട് സംസാരിച്ചു. അദ്ദേഹത്തിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതിന് മുമ്പേ അവരെല്ലാം നടത്തി. ഞാൻ ആകെ തകർന്നുപോയി. എനിക്ക് എന്നെ നിയന്ത്രിക്കാൻ തന്നെ കഴിഞ്ഞില്ല. പൊട്ടിക്കരഞ്ഞ് ഞാൻ അവിടെ ഇരുന്നു. കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ ക്രിസ്റ്റഫർ എന്നോടൊരു കാര്യം പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് ചെറിയൊരു ആശ്വാസം തോന്നി. എന്താണത്? രേഖ ചോദിച്ചു. ലിൻഡ, താനിങ്ങനെ ഡെസ്പാവാതെ. അവർ ചെയ്ത കുറ്റങ്ങൾക്കുള്ള ശിക്ഷ അവർക്ക് ലഭിക്കുക തന്നെ ചെയ്യും, ക്രിസ്റ്റഫർ ദൃഢമായി പറഞ്ഞു. എങ്ങനെ? നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? ലിൻഡ ചോദിച്ചു. ലിൻഡ, ഒരു വലിയ സത്യം നിന്നെ തേടി വരും. ബാക്കി അവിടെ നിന്ന് തുടരും. കാത്തിരിക്കൂ. ക്രിസ്റ്റഫർ ഇത്രയും പറഞ്ഞ് പുഞ്ചിരിയോടെ അവളിൽ നിന്നും നടന്നകന്നു. എന്ത് സത്യം? രേഖ ചോദിച്ചു. പറയാം. അന്ന് രാത്രിയിൽ ഞാൻ താമസിച്ചിരുന്ന വീട്ടിലേക്ക് ചെന്നു. നല്ല മഴയുണ്ടായിരുന്നു. വീട്ടിലെത്താൻ ഞാൻ നന്നേ പാടുപെട്ടു. കുളിയെല്ലാം കഴിഞ്ഞ് ഞാൻ ഹാളിലേക്ക് വന്നപ്പോൾ ആരോ കോളിംഗ് ബെല്ലടിച്ചു. ഞാൻ ചെറിയ ഭയത്തോടെ ചെന്ന് വാതിൽ തുറന്നു. എന്റെ മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട ഞാൻ വല്ലാതെ ഭയന്നു. ശബ്ദം പൊങ്ങി വന്നില്ല. ആരായിരുന്നു അത്? ലിൻഡ അവരെ നോക്കി അഭിമാനത്തോടെ പുഞ്ചിരിച്ചു. വന്നയാളുടെ പേര് ലിൻഡ പറഞ്ഞു. അലക്സും പ്രകാശും രേഖയും വീണ്ടും ഞെട്ടി. ഇതാരാണ് ഈ മഴയത്ത്? ലിൻഡ തന്റെ ടവലുകൊണ്ട് ഒന്നുകൂടി മുടി കെട്ടി വാതിലിനടുത്തേക്ക് നീങ്ങി. അവൾ വാതിൽ തുറന്നു. തന്റെ മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് അവൾ ഞെട്ടി വിറച്ചുപോയി. അത് ജോൺ ആയിരുന്നു. ജോൺ?
ലിൻഡയുടെ ചുണ്ടുകൾ വിറച്ചു. പേടിക്കണ്ട, ഞാൻ ഉപദ്രവിക്കാൻ വന്നതല്ല, ജോണ് പറഞ്ഞു. ലിൻഡ ചുറ്റും നോക്കി. ആരും കണ്ടില്ല എന്ന് ഉറപ്പുവരുത്തി. പിന്നീട് അവൾ ജോണിനെ അകത്താക്കി വാതിലടച്ചു. വിറയൽ മാറാൻ കുറച്ച് സമയമെടുത്തു. അതേസമയം ജോൺ കുറച്ചുനേരം മിണ്ടാതെ സോഫയിലിരുന്നു. ലിൻഡ ഉടനെ തന്നെ ജോണിനൊരു കാപ്പി ഇട്ട് കൊണ്ടുവന്നു. അത് കുടിക്കുന്നതിനിടയിൽ ജോണിനോട് ലിൻഡ ചോദിച്ചു, എന്താ സംഭവിച്ചത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിങ്ങൾ മരിച്ചു എന്നാണല്ലോ പറയുന്നത്. എനിക്കാണെങ്കിൽ ഒരു സമാധാനവും ഇല്ല. എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? ലിൻഡ പരിഭവിച്ചു. ഞാനല്ല, എന്റെ സ്ഥാനത്ത് എന്റെ അങ്കിളാണ് മരിച്ചത്. ഫ്രാങ്ക്സ്റ്റീൻ അങ്കിൾ. ഞാൻ അവളോടൊപ്പം പോകേണ്ടതായിരുന്നു. പക്ഷേ എനിക്ക് പെട്ടെന്ന് വേറൊരു കാര്യത്തിന് പോകേണ്ടി വന്നു. അങ്ങനെ എനിക്ക് പകരം അങ്കിള് പോയി. പക്ഷേ പിന്നീട് താൻ വിളിച്ചു പറഞ്ഞപ്പോഴാണ് അത് പ്ലാൻഡ് ആണെന്ന് മനസ്സിലായത്. വിവരങ്ങൾ അറിഞ്ഞ് ഞാൻ ആശുപത്രിയിൽ വരാനിരുന്നതാ. അപ്പോഴാ ക്രിസ്ത്യാനി തടഞ്ഞേ. ഞാൻ ജീവനോടെ ഉണ്ടെന്നറിഞ്ഞാ പിന്നെ അവർ എന്നെയും കൊല്ലും. അവർ ചെയ്യുന്നതിനെല്ലാം പകരം വീട്ടാൻ ഞാൻ ഉണ്ടായേ പറ്റൂ, ജോൺ പറഞ്ഞു. അത് ശരിയാണ്. പക്ഷേ ഇവിടെ നിന്നാൽ അപകടമല്ലേ? നിങ്ങളെ കണ്ടുപിടിക്കില്ലേ? ഞങ്ങളെ ലിൻഡ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഈ ഒരു തവണ കൂടി എന്നെ സഹായിക്കണം. ഞങ്ങൾ അമേരിക്കയിൽ പോകാൻ ഇരുന്നതാണ്. അത് ഞാൻ പറഞ്ഞല്ലോ. എന്റെ വിസയ്ക്ക് ചെറിയൊരു ഇഷ്യൂ. കുറച്ചു ദിവസം ഞാനിവിടെ തങ്ങിക്കോട്ടെ, ജോൺ അപേക്ഷിച്ചു. തീർച്ചയായും. ജോൺ മുകളിലെ മുറി ഉപയോഗിച്ചോളൂ. എനിക്ക് വരുന്ന ദിവസങ്ങളിൽ നൈറ്റാണ്. ആരും കാണാതെ ശ്രദ്ധിക്കണം. പുറത്തേക്ക് ഇറങ്ങണ്ട. ആശുപത്രിയിലെ വിവരങ്ങൾ ഞാൻ അറിയിച്ചോളാം. പേടിക്കണ്ട, ലിൻഡ പറഞ്ഞു. എന്റെ കുഞ്ഞിനെ അവർ... ജോൺ ഏങ്ങലടിച്ചു കരഞ്ഞു. ലിൻഡയ്ക്ക് അത് കണ്ടു നിൽക്കാനായില്ല. ലോകത്തെ ഏറ്റവും നിർഭാഗ്യവാനായ അച്ഛൻ ജോണാണ്. അവസാന നിമിഷങ്ങളിൽ പോലും അവന് അവളോടൊപ്പം നിൽക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ ഞാൻ റിസ്ക് എടുത്തു. അവനെ നിർമ്മലയെ കാണിച്ചു. അപ്പോഴേക്കും അവന്റെ കുഞ്ഞിനെ അവർ കൊന്നുകളഞ്ഞിരുന്നു. നിർമ്മലയ്ക്ക് ബോധവും ഇല്ലായിരുന്നു. ഇത്ര ക്രൂരമായ ഒരു മനുഷ്യജീവനെ ഇല്ലാതാക്കിയവരോട് എനിക്കൊട്ടും ദയ തോന്നിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ജോണിനൊപ്പം നിന്നു. അവരെ ഓരോരുത്തരായി ഞാൻ ഒറ്റിക്കൊടുത്തു. അവരുടെ നീക്കങ്ങളെല്ലാം ഞാൻ അറിയിച്ചുകൊണ്ടിരുന്നു. ഞങ്ങൾ പലപ്പോഴും രഹസ്യമായി കാണാറുണ്ടായിരുന്നു. ക്രിസ്റ്റഫറും ഞങ്ങൾക്ക് ഒപ്പം തന്നെ ഉണ്ടായിരുന്നു, ലിൻഡ പറഞ്ഞു നിർത്തി. എന്താണ് ഇത്രയും വർഷങ്ങൾക്ക് ഇപ്പുറം ഈ കൊലപാതകങ്ങൾ നടത്താനുണ്ടായ കാരണം? അത് ജോണിന്റെ തീരുമാനമായിരുന്നു. സന്തോഷത്തിന്റെ ഉച്ചസ്ഥിതിയിലിരിക്കുമ്പോൾ മരണം തേടി വരുന്നത് എല്ലാവരെയും തളർത്തും. അത് കാണാൻ വേണ്ടിയാണെന്നാണ് അവൻ പറഞ്ഞത്. അതാണ് അവൻ ക്രിസ്റ്റിക്കൊപ്പം അമേരിക്കയിലേക്ക് പോയത്. ഒരിടവേളയ്ക്ക് ശേഷം ഇപ്പോൾ വന്നതും. പ്ലാനൊക്കെ ജോണിന്റെയാണ്, ഞാൻ സഹായി മാത്രം. പക്ഷേ എനിക്ക് അതിലൊരു കുറ്റബോധവും ഇല്ല കേട്ടോ, ലിൻഡ പറഞ്ഞു. കോൺസിക്വൻസ് നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും ലിൻഡ. ഇപ്പൊ ജോൺ എവിടെയാണ്? ജോസിനെ എങ്ങനെയാണ് ഇല്ലാതാക്കിയത്? അതും ഭാര്യ അറിയാതെ. ഒരൊച്ച പോലും വെക്കാതെയാണ് ജോസ് മരിച്ചത്, രേഖ പറഞ്ഞു. അതൊന്നും എനിക്കറിയില്ല. താമസിയാതെ എൽസയും മരിക്കും. എങ്ങനെയായിരിക്കുമെന്നൊന്നും എനിക്കറിയില്ല. ഇന്നോ നാളെയോ അത് സംഭവിച്ചേക്കാം, ലിൻഡ പറഞ്ഞു. ഇല്ല, ഞങ്ങൾ ജീവനോടെ ഉള്ളപ്പോൾ അത് സംഭവിക്കില്ല. ഇപ്പൊ നിങ്ങൾക്കെതിരെ ഞങ്ങളെ തെളിവുകളൊന്നുമില്ല. പക്ഷേ ജോൺ കസ്റ്റഡിയിലായ ഞങ്ങൾക്ക് നിങ്ങളെയും കസ്റ്റഡിയിൽ എടുക്കേണ്ടി വരും, രേഖ പറഞ്ഞു. തീർച്ചയായും ഞാൻ റെഡിയാണ്, ലിൻഡ ആത്മവിശ്വാസം കൈവിടാതെ പറഞ്ഞു. അധികം താമസിയാതെ തന്നെ അവർ അവിടെ നിന്ന് ഇറങ്ങി. അവരുടെ വണ്ടി ദൂരെ മറയുന്നതിൽ ലിൻഡ നോക്കി നിന്നു. അവൾ ഗൂഢമായി ഒന്ന് ചിരിച്ചു. അകത്തേക്ക് പോയി. കാർ ഓടിക്കുമ്പോഴും പ്രകാശ് ഓരോന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നു. എന്താടോ താനിങ്ങനെ ചിന്തിക്കുന്നേ? അലക്സ് ചോദിച്ചു. അല്ല, ആ നിർമ്മല സിസ്റ്ററിന്റെ കാര്യം ചിന്തിച്ചു പോയതാ. പാവം, വല്ലാത്തൊരവസ്ഥ. സത്യത്തിൽ നമ്മൾ കുറ്റവാളികളെ രക്ഷിക്കുകയല്ലേ ചെയ്യുന്നേ? നമ്മൾ ചെയ്യുന്നത് ശരിയാണോ? പ്രകാശ് ചോദിച്ചതിന് കാര്യമുണ്ടെന്ന് അലക്സിക്കും രേഖയ്ക്കും തോന്നി. താൻ പറഞ്ഞത് ശരി തന്നെ. പക്ഷേ ആരു പറഞ്ഞതാണ് സത്യമെന്ന് എങ്ങനെ മനസ്സിലാക്കും? അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ക്രിസ്റ്റിയും ലിൻഡയും അല്ലാതെ സത്യാവസ്ഥ അറിയാവുന്ന പുറത്തു നിന്നുള്ള ഒരു വ്യക്തിയെ നമുക്ക് ആവശ്യമാണ്, രേഖ പറഞ്ഞു. അത് വ്യക്തമല്ലേ? സിമിത്തേരിയിൽ ഓരോ മൃതദേഹങ്ങൾ ഇട്ടിരുന്നത് ഓരോ കല്ലറയ്ക്ക് മുകളിലായിരുന്നല്ലോ. അവരുടെ ബന്ധുക്കൾ തന്നെ പറഞ്ഞ കാര്യങ്ങൾ വലിയ തെളിവായി കൂട്ടാലോ, അലക്സ് ചോദിച്ചു. പക്ഷെ കൊലപാതകം നടത്താനുള്ള മെയിൻ കാരണം നിർമ്മലയാണ്. അവളുടെ മരണത്തെ ആസ്പദമാക്കിയപ്പോൾ ഓരോരുത്തരും പറയുന്ന കഥകൾ സത്യമാണോ എന്നാണ് അറിയേണ്ടത്. നമുക്ക് ജോണിന്റെ വീട് ഒന്നുകൂടി പരിശോധിച്ചാലോ, പ്രകാശ് ചോദിച്ചു. കാര്യമില്ലടോ, ഞങ്ങൾ അരിച്ചു പിറക്കി. കുറച്ച് ഫോട്ടോ അല്ലാതെ ഒന്നും കിട്ടിയില്ല. അവന്റെ തറവാട് മരിച്ചു പറക്കിയതല്ലേ. ഇപ്പോഴാ ഓർത്തത്. നമുക്ക് നിർമ്മലയുടെ വീട് വരെ ഒന്ന് പോയി നോക്കിയാലോ? എന്തെങ്കിലും ക്ലൂ കിട്ടിയാലോ, അലക്സ് പറഞ്ഞു. മറ്റു രണ്ടുപേരും അത് ശരിവച്ചു. അവർ നിർമ്മലയുടെ ഭവനത്തിലേക്ക് വെച്ചുപിടിച്ചു. വളരെ മനോഹരമായ പൂന്തോട്ടവും ഒരു ചെറിയ എസ്റ്റേറ്റും അതിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുന്ന ഒരു 2 നില കെട്ടിടവും. അതായിരുന്നു നിർമ്മലയുടെ വീട്.
അലക്സിന്റെ കാർ വീടിന്റെ ഗേറ്റ് കടന്ന് വീടിന്റെ മുൻപിൽ വന്ന് നിന്നു. ശബ്ദം കേട്ട് പ്രായമുള്ള ദമ്പതികൾ അകത്തു നിന്നും പുറത്തേക്ക് വന്നു. കാറിൽ നിന്നും ഇറങ്ങിയ രേഖ അവരെ പരിചയപ്പെടുത്തി. ഞാൻ ശ്രീരേഖ IPS. ഇത് അലക്സ്, പ്രകാശ്. സെമിത്തേരി കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥരാണ് ഞങ്ങൾ. ദമ്പതികൾ മുഖത്തോട് മുഖം നോക്കി. വരൂ, അകത്തിരുന്ന് സംസാരിക്കാം. ദമ്പതികൾ അവരെ വിശാലമായ ഹാളിലേക്ക് ക്ഷണിച്ചു. അവിടെ ഒരു വശത്ത് നിർമ്മലയുടെയും ജോണിന്റെയും വിവാഹ ഫോട്ടോയിൽ മാല ചാർത്തി വെച്ചിരുന്നു. എല്ലാവരും ഇരുന്നു. ഞാൻ തോമസ്, ഇതെന്റെ ഭാര്യ ത്രേസ്യ. ഞങ്ങൾ ഇവിടെ വന്നിട്ട് കുറച്ചേ ആയുള്ളൂ. ഇതിനു മുമ്പ് ഞങ്ങൾ അല്പം മാറിയായിരുന്നു. കുറച്ച് സാമ്പത്തിക ഞെരുക്കം വന്നപ്പോൾ ഞങ്ങൾ അവിടെ സ്ഥലം വിറ്റ് ഇങ്ങോട്ടേക്ക് വന്നു, തോമസ് പറഞ്ഞു. എനിക്കറിയാങ്കിൽ, എന്നെ മനസ്സിലായോ? ഞാൻ തെക്കിലെ വാസുദേവക്കുറുപ്പിന്റെ മകൾ ശ്രീരേഖ. ഓർമ്മയുണ്ടോ? അങ്കിളിന്റെ സ്റ്റോറേജിൽ അക്കൗണ്ട് നോക്കിയിരുന്നത് എന്റെ അച്ഛനാണ്. രേഖ പറഞ്ഞത് കേട്ട് തോമസും അതുപോലെ അലക്സും പ്രകാശും അമ്പരന്നു. ഈശോയെ, വാസുവിന്റെ മോളാണോ? നന്ദി, ചെറുപ്പത്തിൽ കണ്ടതാണ്. ചിക്കു അല്ലേ? ത്രേസ്യ ചോദിച്ചു. അതെ, ചിക്കു തന്നെ, രേഖ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്താ മോളെ വിശേഷിച്ച്? ഞങ്ങളെ കാണാൻ വന്നതാണോ? ഇപ്പോൾ ഈ കേസ് അന്വേഷിക്കുന്നത് മോളാണല്ലേ? എന്താ നിങ്ങൾക്കറിയേണ്ടത്? തോമസ് ചോദിച്ചു. വേറെ ഒരു കാര്യത്തിന് കൂടിയാ വന്നത്. എനിക്ക് നിർമ്മലയെക്കുറിച്ച് അറിയണം. ഞങ്ങളുടെ കേസിന് നിർണായകമായ കുറച്ച് വിവരങ്ങൾ ആവശ്യമുണ്ട്. എൽസയും നിർമ്മലയും തമ്മിൽ ശത്രുക്കളാവാനുള്ള കാരണം എന്തായിരുന്നു? തോമസിന്റെ കണ്ണുകൾ നിറഞ്ഞു. ത്രേസ്യ വിങ്ങാൻ തുടങ്ങി. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് 14 വർഷമായിട്ടും മക്കളില്ലായിരുന്നു. ഇട്ടുമുടാനുള്ള സ്വത്ത് ഞങ്ങൾക്കുണ്ടായിരുന്നു. എന്നാലും അനുഭവിക്കാൻ അവകാശികളില്ലെങ്കിൽ പിന്നെ എന്തിനാ? ഒരുപാട് ധ്യാനം കൂടിയും നേർച്ച നേർന്നുണ്ടായ കുഞ്ഞ എന്റെ നിമ്മി. ദൈവഭയത്തോടെ ഞങ്ങൾ അവളെ വളർത്തി. അതിന്റെ സ്വഭാവ ഗുണങ്ങൾ അവൾക്കുണ്ടായിരുന്നു. അങ്ങനെ അവൾക്ക് 6 വയസ്സായപ്പോഴാണ് എൽസ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്. ചെറുപ്പം മുതലേ എൽസ വഴക്കാളിയായിരുന്നു. എന്തോ അവൾക്ക് നിമ്മിയെ ഇഷ്ടമല്ലായിരുന്നു. എപ്പോഴും എന്തെങ്കിലും കാരണം കണ്ടെത്തി നിമ്മിയെ ഉപദ്രവിക്കും. അവളോടെന്നല്ല, ഒരാളെയും അവൾക്ക് ഇഷ്ടമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾക്ക് കൂട്ടുകാർ തീരെ ഉണ്ടായിരുന്നില്ല. വല്ലാതെ ബുദ്ധിമുട്ടായപ്പോൾ ഞങ്ങൾ എൽസയെ ഒരു ഡോക്ടറെ കാണിക്കാമെന്ന് വെച്ചു. അങ്ങനെ അന്നത്തെ ഒരു പ്രമുഖ സൈക്കാട്രിസ്റ്റ് ആയിരുന്നു ജോണിന്റെ അമ്മാവൻ ഗോൺസാലസ്. അദ്ദേഹത്തെ ഞങ്ങൾ കാണിച്ചു. രണ്ടുപേരെയും 2 സ്ഥലത്താക്കാൻ അദ്ദേഹം പറഞ്ഞതനുസരിച്ചാണ് ഞങ്ങളുടെ നിമ്മയെ സെന്റ് ജോസഫ് കോൺവെന്റ് സ്കൂളിലാക്കുന്നത്. നിർമ്മല നല്ലോണം പഠിക്കും. അതുകൊണ്ട് ഞങ്ങൾ അവളെ ഡോക്ടർ പഠനത്തിന് വിടാമെന്ന് വെച്ചതാ. പക്ഷേ അപ്പോഴേക്കും എന്റെ ബിസിനസ് തകർന്ന് ആകെ നഷ്ടത്തിലായി. അങ്ങനെ അവളെ നഴ്സിംഗിന് വിട്ടു. തോമസ് നിർത്തി. ഓക്കെ, എങ്ങനെയായിരുന്നു ജോണുമായുള്ള കണ്ടുമുട്ടൽ? നിർമ്മല നഴ്സിംഗ് കഴിഞ്ഞ് ഇവിടെ അടുത്ത ഒരു ഹോസ്പിറ്റലിൽ ചെറിയ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന കാലം. അന്നേരം എൽസയും അവളുടെ പഠനം കഴിഞ്ഞു നിൽക്കുന്നു. ഞങ്ങളുടെ അകന്ന ബന്ധുവാണ് ഡോക്ടർ ജോസ്. അയാൾ റെക്കമെൻഡ് ചെയ്താണ് അവർക്ക് സെന്റ് മാർത്താസിൽ ജോലി കൊടുത്തത്. അവിടെ വെച്ചുള്ള പരിചയത്തിലാണ് ജോണുമായുള്ള വിവാഹം നടന്നത്. ഞങ്ങൾ നോക്കിയപ്പോൾ നല്ല ബന്ധം. കൂടാതെ ഗോൺസാലസ് ഡോക്ടറുടെ അനന്തരവൻ. പിന്നെ ഒന്നും നോക്കിയില്ല, ഞങ്ങൾ കെട്ടിച്ചു കൊടുത്തു. അവർ നിങ്ങളോട് എങ്ങനെയായിരുന്നു? നല്ല മോനാണ് ഞങ്ങളുടെ ജോണ്. എല്ലാ കാര്യത്തിലും അവനുണ്ടാവും. ഞങ്ങളുടെ സ്വന്തം മകനെ പോലെയാണ്. എൽസ എന്തോ ഈ കല്യാണത്തിന് സമ്മതിച്ചില്ല. ആദ്യം അവരുടെ സ്വഭാവം അങ്ങനെയാണല്ലോ എന്ന് കരുതി. പിന്നീട് ജോണ് ഞങ്ങളെ ഒരുപാട് കാര്യങ്ങൾ അറിയിച്ചു. എൽസ ഇത്രയും വലിയ ക്രൂരതകൾ ചെയ്യുമെന്ന് സ്വപ്നത്തിൽ ഞങ്ങൾ വിചാരിച്ചിരുന്നില്ല. തോമസ് കണ്ണു തുടച്ചു. അപ്പൊ നിങ്ങളും എൽസയും തമ്മിൽ എങ്ങനെയാണ്? രേഖ ചോദിച്ചു. അങ്ങനെ ഒരു മകള് ഞങ്ങൾക്കില്ല എന്ന് വിശ്വസിക്കാനാണ് ഞങ്ങൾക്കിഷ്ടം. എന്തായാലും അവളും ഞങ്ങളുടെ മോളല്ലേ, വിട്ടുകളയാൻ പറ്റുമോ? പക്ഷെ അവൾ ഇങ്ങോട്ട് വരാറൊന്നുമില്ല, ഞങ്ങളെ തിരക്കാറുമില്ല. എല്ലാം ഉള്ളിലൊതുക്കി ഞങ്ങൾ കഴിയുന്നു, അത്ര തന്നെ. തോമസ് വിങ്ങിപ്പൊട്ടി. കുറച്ചുനേരം എല്ലാവരും മൗനമായി. എൽസ ഇങ്ങനെ കുറെ ദുഷ്ടതരങ്ങൾ ചെയ്തു കൂട്ടിയത് ജോൺ അറിയിച്ചപ്പോ നിങ്ങൾ എങ്ങനെയാ അത് കൈകാര്യം ചെയ്തത്? രേഖ ചോദിച്ചു. മോൻ ആദ്യം വന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വിശ്വസിച്ചില്ല. ഞങ്ങൾ കുറെ എൽസയെ ന്യായീകരിക്കാനാണ് നോക്കിയത്. എന്നാൽ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ജോണ് വീണ്ടും വന്നു. നിർമ്മലയും കൂടെ ഉണ്ടായിരുന്നു. അവളുടെ പ്രസവ തീയതി അതിന്റെ അടുത്ത ദിവസമായിരുന്നു. അതുകൊണ്ട് ഞങ്ങളെ കാണാൻ വന്നതാണ്. അന്ന് വരുമ്പോൾ കുറെ ഡോക്യുമെന്റ്സ് അവൻ കൊണ്ടുവന്നിരുന്നു. തോമസ് ഓർത്തു. പുറത്തെ ശബ്ദം കേട്ട് വാതിൽ തുറന്ന് ത്രേസി നോക്കിയപ്പോൾ നിമ്മിയും ജോണിനെയുമാണ് കണ്ടത്. ദേ ഇങ്ങോട്ട് വന്നേ, നിമ്മിയും ജോണും വന്നേക്കുന്നു, ത്രേസി വിളിച്ചു പറഞ്ഞു. തോമസ് അകത്തു നിന്ന് ഓടി വന്ന് അവരെ സ്വീകരിച്ചു. എല്ലാവരും അകത്ത് കയറി സംസാരിക്കുന്ന ഇടയിലാണ് എൽസ താഴേക്ക് വന്നത്. അപ്പച്ച, ഞാനൊന്ന് പുറത്തു പോവാണ്, അല്പം താമസിച്ചേ വരൂ. എൽസ അവരെ കണ്ടെന്നു പോലും നടിക്കാതെ അവിടെ നിന്നു. മോളെ, നിമ്മി മോള് വന്നത് നീ കണ്ടില്ലേ? നീ ഇപ്പൊ എവിടെയും പോണ്ട. അല്ലെങ്കിൽ ഇത്തിരി നേരത്തെ വാ, ത്രേസി പറഞ്ഞു. നിമ്മിയെ നിങ്ങൾ നോക്കിയാൽ മതി, ഞാൻ പോട്ടെ. ശരി, ബായ്.
തിരിഞ്ഞു പോലും നോക്കാതെ അവള് പോയി. മോനെ, ഇത് കണ്ടില്ലേ, ഇതായിപ്പോ സ്വഭാവം. ഞാൻ എന്താ ചെയ്യാ? കഴിഞ്ഞ കുറേ മാസങ്ങളായി ഇവളിങ്ങനെയായിട്ട്. അന്ന് മോൻ വന്ന് പറഞ്ഞപ്പോ ഞങ്ങൾക്ക് അത്രയും വിശ്വാസമായില്ല. ഇപ്പൊ രാത്രി സമയത്തൊക്കെ ഫോൺ വിളിയും ഇതുപോലെ പുറത്തുപോക്കൊക്കെയാണ്. നിങ്ങളുള്ളത് കൊണ്ടാണ് ഇപ്പോൾ പറഞ്ഞിട്ട് പോയത്. അല്ലെങ്കിൽ ഇറങ്ങി ഒറ്റ പോക്കാ. പിന്നെ വൈകുന്നേരേ വരൂ. തോമസ് നെടുവീർപ്പിട്ടു. ഞാൻ കാര്യമായിട്ടാണ് പപ്പ എന്ന് പറഞ്ഞത്. ഈ ഡോക്യുമെന്റ് നോക്ക്. കഴിഞ്ഞ മാസങ്ങളായി ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ നടക്കുന്ന മരണങ്ങളാണ്. ഈ പേഷ്യൻസ് എല്ലാം എൽസ നോക്കിയവരാണ്. എന്തൊക്കെയോ മരുന്നുകൾ കുത്തിവെച്ചാണ് മരിച്ചിരിക്കുന്നത്. അവളൊരു നേഴ്സല്ലേ. കുറച്ചൊക്കെ അവൾ ശ്രദ്ധിക്കണം. അവൾക്ക് എല്ലാ മരുന്നുകളും അറിയില്ലായിരിക്കാം. എന്നാൽ ആ പേഷ്യൻസിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് തിരിച്ചറിയാൻ കഴിയണ്ടേ? അതുപോലുമില്ല. അതേസമയം വേറൊരു നേഴ്സ് അത് കണ്ടുപിടിക്കുകയും ചെയ്തു. അങ്ങനെ കൂടുതൽ ഞങ്ങൾ അന്വേഷിച്ചു. അവളുടെ ബാങ്ക് സാലറി അക്കൗണ്ട് ഞങ്ങൾ പരിശോധിച്ചു. മാസം 12,000 രൂപ ശമ്പളമുള്ള അവളുടെ അക്കൗണ്ട് ബാലൻസ് ഇപ്പോൾ 7 ലക്ഷം. നിങ്ങൾ അവൾക്ക് പണം കൊടുത്തിരുന്നോ? ജോൺ ചോദിച്ചു. കർത്താവ്, 7 ലക്ഷോ? ഇല്ല മോനെ, ഞങ്ങൾ കൊടുത്തിട്ടില്ല. അവൾക്ക് എവിടുന്നാ ഇത്രയും പണം? തോമസ് അമ്പരന്നു. അത് തന്നെയാണ് ഞങ്ങൾക്ക് നിശ്ചയില്ലാത്തത്. ഇവിടുത്തെ ബാങ്ക് മാനേജർ ജോർജന്റെ ക്ലാസ്മേറ്റ് ആണ്. അങ്ങനെയാണ് ഞങ്ങൾ ഈ വിവരം അറിഞ്ഞത്. പപ്പ, ഞങ്ങളിത് കണ്ടുപിടിച്ചത് ഒരിക്കലും അവൾ അറിയാൻ പാടില്ല. നാളെ എനിക്ക് ആശുപത്രിയിൽ അഡ്മിറ്റ് ആവണം. നേരെ അങ്ങോട്ട് വരണം കേട്ടോ അമ്മച്ചി. എന്നാ ഞങ്ങൾ പോട്ടെ. നിർമ്മല യാത്ര പറഞ്ഞിറങ്ങി. മോളെ, ഞങ്ങളുടെ കൂടെ ഇന്നിവിടെ നിൽക്ക്. നാളെ ഒരുമിച്ച് പോകാം ആശുപത്രിയിൽ, തോമസ് നിർബന്ധിച്ചു. ഉവ്, പപ്പയുടെ കാലം വെച്ചാണോ? വേണ്ട, ഞാനും ജോച്ചനും പൊക്കോളാം. ശരി, ഞങ്ങൾ ഇറങ്ങുക. നിർമ്മല യാത്ര പറഞ്ഞിറങ്ങി. ഞങ്ങൾ അവരെ ഒരുപാട് നിർബന്ധിച്ചു. പക്ഷെ അവർ നിന്നില്ല. അടുത്ത ദിവസം കുറെ വൈകിയാണ് ആക്സിഡന്റ് വിവരം അറിയുന്നേ. ഞങ്ങൾ നിർമ്മലയുടെ ജീവന് വേണ്ടി ആശുപത്രിയിൽ ഒരുപാട് ശ്രമിച്ചു. പക്ഷെ നടന്നില്ല. കുഞ്ഞിനെ പോലും ഞങ്ങൾക്ക് കിട്ടിയില്ല. ഞങ്ങൾ അവളെ ഇവിടെ പള്ളിയിൽ അടക്കി. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ജോണിന്റെ കൂട്ടുകാരൻ ക്രിസ്റ്റഫർ ഞങ്ങളെ കാണാൻ വന്നു. കൂടെ ഒരു ഫയലും കൊണ്ടുവന്നു. ഞങ്ങളോട് സൂക്ഷിക്കാൻ ഏൽപ്പിച്ചു. ഒപ്പം അയാൾ എൽസയെ സൂക്ഷിക്കണമെന്നും ഈ ഫയലുകൾ ഞങ്ങളുടെ കൈവശമുണ്ടെന്ന് അവൾ അറിയരുതെന്നും അതുപോലെ പോലീസ് അത് അന്വേഷിച്ചു വരുമ്പോൾ അത് കൊടുക്കണമെന്നും പറഞ്ഞു. അറിയില്ല അയാൾ അങ്ങനെ പറഞ്ഞത് എന്തിനാണെന്ന്. ആ ഫയലുകൾ അന്വേഷിച്ചാണോ നിങ്ങൾ വന്നത്? തോമസ് ചോദിച്ചു. സത്യത്തിൽ കുറച്ച് വിവരങ്ങൾ തിരക്കി വന്നതാണ്. ആ ഫയൽ ഞങ്ങൾക്ക് കാണാമോ? രേഖ ചോദിച്ചു. പിന്നെന്താ, ഞാൻ എടുത്തുകൊണ്ട് വരാം. തോമസ് അതും പറഞ്ഞ് അകത്തേക്ക് പോയി. അല്പസമയത്തിന് ശേഷം ഫയലുമായി തിരികെ വന്നു. അയാൾ ആ ഫയൽ രേഖയ്ക്ക് കൈമാറി. അവൾ അത് വെറുതെ ഓടിച്ചു നോക്കി. എല്ലാവർക്കുമെതിരെയുള്ള വലിയ തെളിവുകൾ അതിലുണ്ടായിരുന്നു. താങ്ക് യു അങ്കിൾ. ഞങ്ങൾ ഇനിയും വരാം. അങ്കിളൊന്ന് വരുമോ? ഒരു കാര്യം പറയാനുണ്ട്. തോമസ് ത്രേസിയെ ഒന്ന് നോക്കി രേഖയോടൊപ്പം പുറത്തേക്കിറങ്ങി ഒരു ഭാഗത്തേക്ക് മാറി നിന്നു. അങ്കിൾ, ഒരു മറഞ്ഞുപോയ സത്യം ഞാൻ നിങ്ങളോട് വെളിപ്പെടുത്തി തരികയാണ്. ഒരുപാട് വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷേ വേറെ നിവർത്തിയില്ല. അങ്കിളിപ്പോൾ ചോദിച്ചില്ലേ എൽസയെ സൂക്ഷിക്കാൻ ക്രിസ്റ്റഫർ പറഞ്ഞത് എന്തിനാണെന്ന് അറിയില്ലെന്ന്. അവളാണ് അങ്കിളിന്റെ നിമ്മിയെയും കുഞ്ഞിനെയും ഇല്ലാതാക്കിയത്, രേഖ പറഞ്ഞു. അത് കേട്ടതും നെഞ്ചിലൊരു വലിയ കല്ലെടുത്ത് വെച്ചതുപോലെ തോന്നി തോമസിന്. അയാൾ ഒന്നും മിണ്ടാതെ അല്പനേരം നിന്നു. രേഖ ഭയത്തോടെ അയാളെ നോക്കി. സോറി അങ്കിൾ, എനിക്കിത് പറയാതിരിക്കാൻ വയ്യ. സത്യം നിങ്ങൾ അറിഞ്ഞേ പറ്റൂ, രേഖ പറഞ്ഞു. തോമസ് ഒന്നും പറഞ്ഞില്ല. നിർവികാരനായി അയാൾ തിരിഞ്ഞു നടന്നു. വ്യസനത്തോടെ രേഖ അയാളെ നോക്കി നിന്നു. നിർമ്മലയുടെ വീട്ടിൽ നിന്ന് പോരുമ്പോൾ എല്ലാവർക്കും മനസ്സിൽ വേദനയായിരുന്നു. എല്ലാവരുടെയും മനസ്സിൽ തോമസിന്റെ മുഖമായിരുന്നു. യാത്രക്കിടയിൽ ആരും പരസ്പരം മിണ്ടിയില്ല. അലക്സിനെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്ത് രേഖയും പ്രകാശും മടങ്ങി. വാടിയ മുഖത്തോടെ അകത്തേക്ക് വന്ന അലക്സിനെ റീത്ത ശ്രദ്ധിച്ചു. എന്താ ചായ, എന്നാ പറ്റി? ആകെ ഒരു വിഷമം പോലെ റീത്ത ചോദിച്ചു. ഒന്നുമില്ലടോ, ഞങ്ങളിന്ന് ആ നിർമ്മലയുടെ വീട്ടിൽ പോയിരുന്നു. സത്യം അറിഞ്ഞപ്പോൾ ഒരു വിഷമം, അലക്സ് പറഞ്ഞു. എന്ത് സത്യം? അലക്സ് എല്ലാ വിവരങ്ങളും അവളെ ധരിപ്പിച്ചു. ഒടുവിൽ റീത്തയ്ക്കും വിഷമം തോന്നി. ഓ, ഒന്നും വേണ്ടായിരുന്നു, പാവം. അവരുടെ ഭാഗത്തു നിന്ന് ചിന്തിച്ചാൽ ജോൺ ചെയ്തത് തെറ്റായി കാണാൻ കഴിയില്ല. പക്ഷെ ഞങ്ങളുടെ ഡ്യൂട്ടിയായി പോയില്ലേ, കുറ്റവാളികളെ സംരക്ഷിക്കുക. വല്ലാത്തൊരു ഗതികേട്, അലക്സ് പറഞ്ഞു. പോട്ടെ വാപ്പ, അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ബാക്കി വിധി പോലെ വരട്ടെ, ഷിനു പറഞ്ഞു. അവളെ സ്നേഹത്തോടെ ഒന്ന് തലോടി അലക്സ് റൂമിലേക്ക് നടന്നു. മറിച്ചായിരുന്നില്ല രേഖയുടെയും പ്രകാശിന്റെയും അവസ്ഥ. ജോണിന്റെ അവസ്ഥ ഓർത്ത് അവരും ദുഃഖിതരായിരുന്നു. പക്ഷേ എൽസയെ കാണാതിരിക്കാൻ അവരുടെ മനസ്സനുവദിച്ചില്ല. അടുത്ത ദിവസം തന്നെ രേഖ എൽസയെ കാണാൻ അലക്സിനും പ്രകാശിനൊപ്പം പോയി. എൽസ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. വരണം മാഡം, ഇങ്ങോട്ടിരിക്കാം. എൽസ അവരെ സ്വീകരിച്ചു. എൽസ, ഞങ്ങൾ വന്നത് നിങ്ങളെ കസ്റ്റഡിയിലെടുക്കാനാണ്. നിങ്ങൾക്കെതിരെ കുറ്റം തെളിയിക്കപ്പെട്ടിരിക്കുന്നു. കം വിത്ത് അസ്, രേഖ പറഞ്ഞു.
ആ, അത് നല്ല തമാശയായിട്ടുണ്ട്. എന്തു കുറ്റാണ് എനിക്കെതിരെ തെളിയിക്കപ്പെട്ടിട്ടുള്ളത്? മാത്രമല്ല, നിങ്ങൾ എന്നെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തമല്ലേ നിങ്ങളുടേത്? ഇപ്പോൾ ഞാൻ കുറ്റവാളിയാണെന്ന് പറയുന്നു. എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? എൽസ ദേഷ്യത്തോടെ ചോദിച്ചു. ലുക്ക് എൽസ, നിങ്ങളുടെ കുറ്റങ്ങൾക്കെതിരെയുള്ള തെളിവുകൾ ജോണും നിർമ്മലയും നേരത്തെ ശേഖരിച്ചിരുന്നു. ഒരു തരത്തിൽ ഞങ്ങൾ നിങ്ങളെ സംരക്ഷിക്കുന്നു എന്ന് വേണം കരുതാൻ. ഒരു വലിയ സത്യം നിങ്ങൾ അറിഞ്ഞോളൂ. മരിച്ചുവെന്ന് നിങ്ങൾ കരുതിയ ജോൺ ഇന്ന് ജീവനോടെയുണ്ട്. ഒരു ജീവൻ കൂടി രക്ഷിക്കണമെന്നേ ഞങ്ങൾ ഇതുവരെ കരുതിയുള്ളൂ. പക്ഷേ എത്ര ജീവനുകൾ നിങ്ങൾ ബലിയാടാക്കി? അത് വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ ജീവന് ഒരു വിലയുമില്ല, രേഖ പറഞ്ഞു. സ്റ്റോപ്പ് ഇറ്റ്. ഞാൻ മാത്രമല്ല, എന്റെ കൂടെ എല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും ചേർന്നാണ് എല്ലാം ചെയ്തത്. അപ്പോൾ ഞാൻ മാത്രം എങ്ങനെ കുറ്റവാളിയാകും? ജോൺ മരിച്ചു. നിങ്ങൾ കള്ളം പറയുന്നു. ഞാൻ മാത്രമായി ഒരു കുറ്റവും ചെയ്തിട്ടില്ല. ഒരു തെളിവെങ്കിലും നിങ്ങൾക്ക് കാണിക്കാമോ? ഞാൻ വിശ്വസിക്കാം, എൽസ പറഞ്ഞു. തെളിവുണ്ട് എൽസ. ഞാൻ തന്നെയാണ് ഏറ്റവും വലിയ തെളിവ്. അത് ലിൻഡയായിരുന്നു. ലിൻഡ, നീയും? എൽസ ഞെട്ടി. നിന്നെയൊക്കെ വിശ്വസിച്ചു എന്നൊരു തെറ്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. നിങ്ങളെല്ലാം ചേർന്ന് എന്നെയും കൊല്ലാൻ നോക്കി. നിങ്ങളുടെ പ്ലാനുകൾക്കെല്ലാം ഞാൻ എതിരെ നിന്നതുകൊണ്ട് അല്ലേ? ഞാൻ ഒന്നും അറിയുന്നില്ല എന്ന് നിങ്ങൾ കരുതി അല്ലേ? ലിൻഡ രോഷത്തോടെ ചോദിച്ചു. അയ്യോ ഇല്ല, ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. നിന്നെ ഇല്ലാതാക്കാനല്ല. നിന്നെ ഞാനൊരു ശത്രുവായി കണ്ടിട്ടില്ല. നിമ്മി, അവളാണ് എന്റെ ശത്രു. ഞാൻ ആഗ്രഹിക്കുന്നതെല്ലാം തട്ടിയെടുക്കുന്നവൾ. അതുകൊണ്ട് തന്നെ ഞാൻ അവളെന്ന തടസ്സം ഇല്ലാതാക്കി. രോഷം കൊണ്ട് എൽസയുടെ നാവിൽ അബദ്ധം പിണഞ്ഞു. ഇത് നിങ്ങളുടെ വായിൽ നിന്ന് വീഴാൻ ഞങ്ങളൊരു തന്ത്രം പ്രയോഗിച്ചതാണ്. അപ്പോ എൽസ പറയൂ, നിങ്ങൾക്ക് നിർമ്മലയോട് എന്തിനായിരുന്നു ഇത്ര ശത്രുത? എൽസ പഴയ സംഭവങ്ങൾ എല്ലാം ഓർത്തെടുത്തു. നിമ്മിയോട് എനിക്ക് ചെറുപ്പം മുതലേ ദേഷ്യമായിരുന്നു. പാപ്പായ്ക്കും അമ്മയ്ക്കും അവളായിരുന്നു എല്ലാം. എന്നോട് അവർ ചുമ്മാ വഴക്കിടും. ഒരാശ്വാസ വാക്ക് പോലും അവർ എന്നോട് പറയില്ല. ആ ഫീലിങ്സ് മനസ്സിലിരുന്ന് വല്ലാത്തൊരു വെറുപ്പായി മാറി. മെല്ലെ എന്റെ ശത്രുവായി നിർമ്മല മാറി, എൽസ രേഖയോട് പറഞ്ഞു. ഇതിപ്പോ ഓരോ വീട്ടിലും നടക്കുന്ന കാര്യമല്ലേ? എന്തൊക്കെയായാലും അച്ഛനമ്മമാർക്ക് മക്കളെല്ലാവരും ഒരുപോലെയാണ്. എന്റെ വീട്ടിലും എന്റെ അനിയനായിരുന്നു താരം എന്ന് കരുതി അച്ഛനമ്മയും സപ്പോർട്ട് ചെയ്യാതെ ഇരുന്നിട്ടില്ല. ഇതിലിപ്പോ കൊല്ലാൻ മാത്രമുള്ള ശത്രുത എന്താണുള്ളത്? രേഖ ചോദിച്ചു. മാഡം, നിങ്ങളുടെ വീട്ടിൽ ചിലപ്പോൾ അങ്ങനെയാകാം. പക്ഷേ ഞാൻ എന്റെ അനുഭവങ്ങളാണ് പറയുന്നത്. പപ്പ എവിടെ പോയാലും നിമിക്ക് എന്തെങ്കിലും സ്പെഷ്യൽ കൊണ്ടുവരും. എനിക്കൊന്നും കാണില്ല. ചോദിച്ചാൽ മറന്നുപോയി പിന്നെ മേടിച്ചു തരാം എന്ന് പറയും. നിമ്മി നല്ലോണം പഠിക്കും. കാരണം പപ്പയും അമ്മയും അവളെ നല്ലപോലെ പ്രോത്സാഹിപ്പിക്കും. എനിക്ക് വഴക്ക് മാത്രം. പിന്നെ എങ്ങനെ പഠിക്കും? അതൊക്കെ പോട്ടെ. എന്നോട് എന്റെ പ്രശ്നങ്ങൾ ചോദിക്കാനോ അറിയാനോ ശ്രമിക്കാതെ സൈക്കാട്രിസ്റ്റിനെ കാണിക്കാൻ കൊണ്ടുപോയി. എന്റെ കൂട്ടുകാർ എല്ലാവരും ഇതറിഞ്ഞപ്പോൾ എന്നെ ഭ്രാന്തി എന്ന് വിളിച്ച് കളിയാക്കാൻ തുടങ്ങി. എന്റെ കുഞ്ഞു മനസ്സല്ലേ അന്ന്, അത് നോവില്ലേ? അന്നൊക്കെ അവളെ കൊല്ലാനുള്ള ദേഷ്യമായിരുന്നു. ദേഷ്യമെല്ലാം കൂടിക്കൂടി പിന്നെ ഞാൻ അവളോട് മിണ്ടാതായി. വെറുപ്പ് ഒരുതരം പകയായി മാറി. എൽസയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു വന്നിരുന്നു. ആ വെറുപ്പാണ് ഇന്ന് നിന്നെ ഈ സ്ഥിതിയിൽ എത്തിച്ചിരിക്കുന്നത്. തന്നെ പ്രശ്നങ്ങൾ വലുതായപ്പോൾ അപ്പച്ചനോടും അമ്മച്ചിയോടും എന്താ പറയാതിരുന്നത്? അന്നേരം ഇതിനെല്ലാം പരിഹാരം കാണാൻ കഴിയുമായിരുന്നല്ലോ, രേഖ ചോദിച്ചു. ഒരിക്കൽ ഞാൻ അപ്പച്ചനോട് പറയാൻ പോയതാണ്. പക്ഷേ എൽസ തന്റെ അനുഭവം ഓർത്തു. ചാരുകസേരയ്ക്കരികിൽ ചില്ല് ഗ്ലാസ്സിൽ ആവി പറക്കുന്ന ചായ ഇരിക്കുന്നു. കസേരയിലിരുന്ന് പത്രം വായിക്കുന്ന തോമസ് ഇടയ്ക്കിടെ ചായ ഊതി ഊതി കുടിച്ചുകൊണ്ടിരുന്നു. എൽസ മെല്ലെ അയാൾക്കരികിലേക്ക് വന്നു. പപ്പ. തോമസ് മൂളി. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ മോളെ? അയാൾ ചോദിച്ചു. പപ്പയ്ക്ക് എന്നെ ഇഷ്ടമല്ലേ? നീ എന്താ മോളെ അങ്ങനെ പറയണേ? നീ ഞങ്ങളുടെ മോളല്ലേ? എപ്പോഴെങ്കിലും നിനക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? നിങ്ങൾക്ക് എപ്പോഴും നിർമ്മലയുടെ കാര്യമേ പറയാനുള്ളൂ. അവൾ ചെയ്യുന്നത് കണ്ടുപഠിക്ക്, ഇത് കണ്ടുപഠിക്ക്. എനിക്ക് വല്ലാത്ത സങ്കടമുണ്ട്. ഞാൻ എന്തൊക്കെ ചെയ്താലും അതിനൊരു വിലയുമില്ല. അതെന്താ പപ്പ അങ്ങനെ? മോളെ, ഇതൊക്കെ നിന്റെ തോന്നലാ. എന്തൊക്കെ പറഞ്ഞാലും നിമ്മിയല്ലേ എല്ലാത്തിനും മുന്നിൽ. പഠിക്കാനായാലും വേറെന്ത് കാര്യത്തിനായാലും. നീ അവളെ കണ്ടുപഠിക്കാൻ ഞങ്ങൾ പറയുന്നതിൽ പിന്നെ എന്താ തെറ്റ്? തോമസ് ചോദിച്ച ആ ചോദ്യം എൽസയുടെ നെഞ്ചിൽ ഇരുമ്പാണി കണക്കെ തറച്ചു. തന്നെ മനസ്സിലാക്കാൻ ആരും ശ്രമിക്കുന്നില്ല എന്ന തോന്നൽ അവളെ വളരെ വേദനിപ്പിച്ചു. മറുത്തൊന്നും പറയാതെ അവൾ അവിടെ നിന്നും പോയി. എല്ലായിടത്തും ഞാൻ ഒറ്റപ്പെട്ടു. അമ്മ നിമ്മിയെ എല്ലായിടത്തും എഴുന്നള്ളിച്ചു കൊണ്ടുപോകും. എന്നെ കൊണ്ടുപോകില്ല. കാരണം അഭിമാനത്തോടെ പറയാൻ ഞാനൊന്നും ചെയ്തിട്ടില്ലാലോ. അങ്ങനെ ഒരു വിധത്തിൽ എല്ലാ വേദനകൾക്കും ഒടുവിൽ ആണ് എനിക്കും നിമ്മിക്കും സെന്റ് മാർത്താസിൽ ജോലി കിട്ടുന്നത്. പക്ഷെ അവിടെയും ഞാൻ തഴയപ്പെട്ടു. ജോസും ഞാനും നല്ല സുഹൃത്തുക്കളാണ്. ഞങ്ങൾ ജോയിൻ ചെയ്ത് ഒരു 4 വർഷം കഴിഞ്ഞപ്പോഴാണ് പുതിയ സ്റ്റാഫിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞങ്ങളിൽ 3 പേരെ സൂപ്പർവൈസറാക്കാൻ തീരുമാനിച്ചു. ജോസിനെ റെക്കമെൻഡ് ചെയ്തു. പക്ഷെ ജോണ് സമ്മതിച്ചില്ല. അവനെല്ലാം നിമ്മയെ ഏൽപ്പിച്ചു. അവൾ സൂപ്പർവൈസർ മാത്രമാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു.
എല്ലാവരെയും ജോൺ നിമ്മിയുടെ കീഴിലാക്കി. അവൾക്ക് പരമാധികാരം കൊടുത്തത് ഞങ്ങൾക്ക് ആർക്കും ദഹിച്ചില്ല, എൽസ പറഞ്ഞു. ഇതുവരെ പറഞ്ഞത് മാത്രാണോ? അതോ വേറെന്തെങ്കിലും? രേഖ ചോദിച്ചു. അവൾ എന്റെ കാര്യങ്ങളിൽ അമിതമായി ഇടപെടാൻ തുടങ്ങി. ഞാൻ എങ്ങോട്ട് പോയാലും അവൾ എന്നെ പിന്തുടരും. എന്ത് കണ്ടാലും അതുപോലെ അപ്പനോട് പോയി പറയും. അതായിരുന്നു സ്ഥിതി. എല്ലാം പോരാഞ്ഞിട്ട് അവളെന്റെ സ്വപ്നങ്ങളെയാണ് തകർത്തത്, എൽസ കണ്ണുനീരോടെ പറഞ്ഞു. എൽസ, റിലാക്സ്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്കൊരു ബ്രേക്ക് ആവശ്യമാണെന്ന്. ടേക്ക് യുവർ ടൈം, രേഖ അവളെ ആശ്വസിപ്പിച്ചു. ഇല്ല മാഡം, നിങ്ങളെല്ലാം അറിയണം. എല്ലാം ഞാൻ സഹിച്ചേനെ. പക്ഷേ അവൾ പിന്തുടർന്നെന്റെ ജീവിതം തകർത്തു. ആരും അറിയാതെ ഞാൻ മനസ്സിൽ കൊണ്ടു നടന്നിരുന്ന ഒരിഷ്ടമുണ്ടായിരുന്നു, എന്റെ നീഗില്. എന്റെ എല്ലാ സങ്കടങ്ങളും സന്തോഷങ്ങളും പങ്കുവച്ചിരുന്നത് ഞാൻ അവനുമായായിരുന്നു. ചെറുപ്പം മുതലേ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചു വളർന്നതാണ്. ഞാൻ നഴ്സിംഗ് എടുത്തപ്പോൾ അവനും എന്റെ കൂടെ ചേർന്നു. അവന്റെ വീട്ടുകാർ അവനെ എഞ്ചിനീയറാക്കാൻ താല്പര്യം കാണിച്ചപ്പോൾ എനിക്ക് വേണ്ടി എന്റെ കൂടെ ഉണ്ടാകാൻ വേണ്ടി അവൻ നഴ്സായി. എന്റെ വീട്ടിൽ ഞാൻ ഫേസ് ചെയ്ത എല്ലാ പ്രശ്നങ്ങളും ഞാൻ അവനോട് പറയാറുണ്ട്. അവൻ ക്ഷമയോടെ കേൾക്കും. സത്യത്തിൽ ഈ ലോകത്ത് എന്നെ ഇത്രയേറെ മനസ്സിലാക്കിയിട്ടുള്ളത് അവൻ മാത്രമായിരുന്നു. സത്യത്തിൽ അവൻ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ സെന്റ് മാർത്താസിൽ ജോയിൻ ചെയ്തത്. പക്ഷെ എങ്ങനെയോ വിവരങ്ങൾ മണത്ത നിമ്മി അപ്പച്ചനോട് കാര്യങ്ങൾ ധരിപ്പിച്ചു. അപ്പച്ചൻ അവന്റെ ഡീറ്റെയിൽസ് അന്വേഷിച്ചറിഞ്ഞ് ഞാൻ പോലും അറിയാതെ അവന്റെ വീട്ടിൽ ചെന്ന് പ്രശ്നമുണ്ടാക്കി. അവന്റെ പാരൻസ് ഞങ്ങളുടെ റിലേഷൻഷിപ്പ് എതിർത്തു. സങ്കടം സഹിക്കാൻ കഴിയാതെ അവൻ ആത്മഹത്യക്ക് ശ്രമിച്ചു. എല്ലാം നിമ്മിയും അപ്പച്ചൻ അറിയുന്നുണ്ടായിരുന്നു. അവർ ആരും എന്നെ ഒന്നും അറിയിച്ചില്ല, എൽസ പൊട്ടിക്കരഞ്ഞു. ഇതെല്ലാം കേട്ട് ലിൻഡ വല്ലാതായി. അവൾക്ക് എൽസയോട് ചെറിയ അലിവ് തോന്നി. അവന്റെ പാരൻസിനോട് ഞങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയാൻ ചെന്ന അവനെ കുറേ ദിവസത്തേക്ക് ഞാൻ കണ്ടില്ല. ഞാൻ അവനെ അന്വേഷിച്ചിറങ്ങി. അവന്റെ വീട്ടിൽ ചെന്ന് എന്നെ അവന്റെ പപ്പയും അമ്മയും ഒരുപാട് ശകാരിച്ചു. ഞാൻ എല്ലാം സഹിച്ചു അവന് വേണ്ടി. ഒടുവിൽ അവന്റെ അമ്മ എന്നെ ഒരു മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ഞാൻ കണ്ട കാഴ്ച എന്നെ തകർത്തു കളഞ്ഞു. ഒരു ചെറിയ മുറിയിൽ തളർന്നു കിടക്കുന്ന നിഖിലിനെയാണ് അവള് കണ്ടത്. ജീവനുള്ളൊരു മൃതദേഹമായി മാറിയിരുന്നു അവൻ. ആ കാഴ്ച കാണാൻ കഴിയാതെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് എൽസ അവിടെ നിന്നും പുറത്തേക്ക് ഓടി. മോളുടെ പപ്പ വന്ന് കുറെ ബഹളം വെച്ചു. എന്റെ മോന് സഹിക്കാൻ കഴിഞ്ഞില്ല. അവർ പോയി കഴിഞ്ഞപ്പോൾ അവൻ വണ്ടിയെടുത്ത് എങ്ങോട്ടോ പോയി. പിന്നെ ഞങ്ങൾ അറിയുന്നത് ഏതോ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാടിയെന്നും ആശുപത്രിയിലാണെന്നും സീരിയസ് ആണെന്നൊക്കെയാണ്. പിന്നെ എന്റെ മോനെ എനിക്ക് കിട്ടുന്നത് ദാ ഇങ്ങനെയാണ്. ഇപ്പൊ തന്നെ ഒരുപാട് പൈസ ചെലവായി. ഇനിയും ഒരു 6-7 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നടക്കാൻ കഴിയുമെന്നാണ് ഡോക്ടർ പറയുന്നത്. ഞങ്ങൾക്കിനി ഈ വീടും പറമ്പും മാത്രമേ ഉള്ളൂ. എന്തു ചെയ്യുമെന്ന് ഒരു പിടിയുമില്ല, അമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അമ്മ പേടിക്കണ്ട, ആ പണം ഞാൻ തരും, എങ്ങനെയെങ്കിലും. എൽസ തന്റെ വാക്കുമായി അവിടെ നിന്ന് ഇറങ്ങി. എനിക്ക് മുന്നിൽ ഒരു വലിയ ചോദ്യചിഹ്നമായി ആ പണം നിന്നു. ഞാൻ എങ്ങനെ അത് നൽകും എന്നൊരു പിടിയുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജോസഫ് സാറിന്റെ പദ്ധതി എന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ പദ്ധതിക്ക് ചുക്കാൻ പിടിച്ചതുകൊണ്ട് ഒരു വലിയ തുക എനിക്ക് അദ്ദേഹം വാഗ്ദാനം ചെയ്തു. ഒരു 7 ലക്ഷം രൂപ. അതെന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. നിർമ്മല അതും കണ്ടുപിടിച്ചു. അപ്പച്ചനോട് ഒരുപാട് വഴക്കുണ്ടാക്കി. എന്റെ അക്കൗണ്ട് മരവിപ്പിച്ചു. ആ പണം അവർ കൈക്കലാക്കി. ഞാൻ ആകെ വിഷമത്തിലായി. അന്നാണ് ഞാൻ അവളെ കൊല്ലാൻ തീരുമാനിച്ചത്. ചികിത്സ പൂർത്തിയാക്കാൻ കഴിയാതെ ഞാൻ മൂലം ഉണ്ടായ മനോവ്യഥ മൂലം എന്റെ നിഖില് ഈ ലോകം വിട്ടുപോയി. ഞാൻ വീണ്ടും ഒറ്റയ്ക്കായി, എൽസ പൊട്ടിക്കരഞ്ഞു. കുറച്ചു സമയം അവിടെ മൗനമായിരുന്നു. ആർക്കും ഒന്നും മിണ്ടാനാവാത്ത അവസ്ഥ. കണ്ണുനീർ തുടച്ച് എൽസ വീണ്ടും തുടർന്നു. അവന്റെ മരണം സഹിക്കാൻ കഴിയാതെ അവന്റെ അച്ഛനും അമ്മയും ആത്മഹത്യ ചെയ്തു. ഒരു കുടുംബം ഞാൻ കാരണം ഇല്ലാതായി. എന്റെ സ്വപ്നങ്ങൾ, സന്തോഷങ്ങൾ എല്ലാം ഇല്ലാതായി. ഞാൻ പിന്നെ എന്തു ചെയ്യണമായിരുന്നു? ഞാനൊരു മനുഷ്യ സ്ത്രീയല്ലേ? എല്ലാം ക്ഷമിക്കാൻ എനിക്ക് കഴിയില്ല. ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് എൻ്റെതായ ന്യായങ്ങളുണ്ട്. ഞങ്ങൾക്ക് എന്ത് പറയണമെന്നറിയില്ല. നിങ്ങൾ ഏത് നിമിഷവും കൊല്ലപ്പെടും. ഒന്നും കരുതിയിരുന്നോളൂ. ഡ്യൂട്ടിക്ക് പോലീസുണ്ട്, അതുകൊണ്ട് ഭയപ്പെടേണ്ട, രേഖ പറഞ്ഞു. എനിക്ക് സ്വയം ജീവിതം അവസാനിപ്പിക്കാൻ കഴിയാഞ്ഞിട്ടല്ല, എനിക്കായി അവസാനിപ്പിക്കാൻ ഒരു മടി. എന്റെ ജീവൻ ആർക്കു വേണമെങ്കിലും എടുക്കാം. എനിക്കിനി ഒന്നും നഷ്ടപ്പെടാനില്ല. ഞാൻ ചെയ്ത പ്രവൃത്തികൾ ന്യായമുള്ളത് തന്നെയാണ് എന്നാണ് എന്റെ വിശ്വാസം, എൽസ പറഞ്ഞു. ഞങ്ങൾ ഇറങ്ങുവാണ്. ലിൻഡയെ ഞങ്ങൾ ഡ്രോപ്പ് ചെയ്യാം. വരൂ. രേഖ വിളിച്ചതും ലിൻഡ പോകാൻ ഒരുങ്ങി. ലിൻഡയോട് എനിക്ക് സംസാരിക്കാനുണ്ട്. അവിടെ ഞാൻ കൊണ്ടാക്കാം, എൽസ പറഞ്ഞു. ലിൻഡ എൽസയ്ക്കൊപ്പം നിന്നു. അവർ പോയി കഴിഞ്ഞപ്പോൾ എൽസ അവളോട് പറഞ്ഞു. ലിൻഡ, തന്നോട് എനിക്ക് ദേഷ്യമോ പരിഭവമോ ഒന്നുമില്ല. എനിക്ക് ജോണിനെ ഒന്ന് കാണണം, സംസാരിക്കണം. ഒരു വലിയ രഹസ്യം അവനോട് മാത്രമേ എനിക്ക് പറയാനുണ്ട്. അത് പറഞ്ഞിട്ട് അവൻ എന്നെ കൊന്നോട്ടെ, എനിക്ക് വിഷമമില്ല. എൽസ, എന്നോട് ലിൻഡ വിങ്ങി. പോട്ടെ, താൻ പൊക്കോളൂ.
എൻ്റെ ഡ്രൈവർ തന്നെ ഡ്രോപ്പ് ചെയ്തോളൂ. താൻ പോയിക്കോളൂ. എനിക്ക് ജോണിനെ കാണണം. ഇന്ന് തന്നെ വരാൻ പറയൂ. പോലീസുകാരെ ഞാൻ മാനേജ് ചെയ്തോളാം, എൽസ പറഞ്ഞു. ലിൻഡ നേരെ പോയത് തോമസിനെയും ത്രേസിയെയും കാണാനായിരുന്നു. ലിൻഡ അവരെ സ്വയം പരിചയപ്പെടുത്തി. ഞാൻ ലിൻഡ. നിമ്മിയും എൽസയും എൻ്റെ കൂടെയാണ് ജോലി ചെയ്തിരുന്നത്. കുറച്ച് കാര്യങ്ങൾ ഞാൻ അറിഞ്ഞു. അതിലെന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ എന്നറിയാൻ വന്നതാണ്. എന്താ മോളെ? തോമസ് ചോദിച്ചു. എൽസ ഒരാളുമായി പ്രണയത്തിലായിരുന്നുവെന്നും അയാളെ നിങ്ങൾ ഭീഷണിപ്പെടുത്തിയെന്നും അവൾ പറയുന്നുണ്ട്. അത് ശരിയാണോ? ലിൻഡ ചോദിച്ചു. തോമസ് കുറച്ചുനേരം മൗനമായിരുന്നു. അതെ, അവൾക്കൊരു ലോഹിയുണ്ടായിരുന്നു. നിമ്മി പറഞ്ഞപ്പോഴാണ് ഞാനെല്ലാം അറിയുന്നത്. രഹസ്യമായി അവനെക്കുറിച്ച് ഞങ്ങൾ അന്വേഷിച്ചു. പക്ഷെ സാമ്പത്തികമായി നല്ല അന്തരം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അവന് താക്കീത് നൽകി. പിന്നെ ഞങ്ങൾ അവനെ കണ്ടിട്ടില്ല, തോമസ് പറഞ്ഞു നിർത്തി. ലിൻഡ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പച്ചാ, അന്ന് നിങ്ങൾ പോയതിനു ശേഷം അവൻ ആത്മഹത്യക്ക് ശ്രമിച്ചു. അതിന്റെ ഫലമായി അവൻ തളർന്നു കിടന്നു. അവന്റെ ചികിത്സയ്ക്കുള്ള പണമാണ് നിങ്ങൾ മരവിപ്പിച്ചത്. ഒരു വലിയ കുറ്റബോധം അയാളെ അലട്ടി. എന്റെ കർത്താവെ, ഞാനിതൊന്നും അറിഞ്ഞില്ലാലോ. അവളെന്നോട് ഒന്നും പറഞ്ഞില്ല. എന്താ ഞാൻ വേണ്ടേ? ആ കുട്ടി ഇപ്പോൾ എവിടെയാണ്? ഞാൻ എന്ത് വേണേലും ചെയ്യാം, തോമസ് പറഞ്ഞു. വൈകിപ്പോയി അപ്പച്ചാ. അവനിന്ന് ഈ ലോകത്തിലില്ല. നിഖിലും മരിച്ചു. കഴിഞ്ഞ 7 വർഷമായി ആ ദുഃഖവും പേറി എൽസ കഴിയുന്നു. അതാണ് അവൾ ഇങ്ങോട്ട് വരാത്തത്. അവൾക്ക് അവളുടേതായ ന്യായങ്ങളുണ്ട്. നിങ്ങൾ അവളെ പൂർണ്ണമായും മനസ്സിലാക്കാൻ ശ്രമിച്ചില്ല. അവളുടെ വിഷമങ്ങൾ നിങ്ങൾ കേട്ടിരുന്നുവെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. എനിക്കിപ്പോഴും തെറ്റ് ആരുടെ ഭാഗത്താണെന്ന് മനസ്സിലാവുന്നില്ല. ഞാൻ പോട്ടെ. എന്തോ ഇത്രയെങ്കിലും പറയണമെന്ന് എനിക്ക് തോന്നി. ലിൻഡ പിന്നെ അവിടെ നിന്നില്ല. അവൾ പോകുന്നത് നോക്കി അവർ കണ്ണീരോടെ നിന്നു. അന്ന് രാത്രിയിൽ എൽസ ഉറങ്ങിയില്ല. ജോണിന്റെ വരവും കാത്ത് അവൾ ഉറക്കമില്ലാതെയിരുന്നു. ഡ്യൂട്ടിക്ക് വന്ന പോലീസുകാർ കൂർക്കം വലിച്ചു കിടന്നുറങ്ങുന്നു. ബാൽക്കണിയിൽ നിന്നും ഈ ദൃശ്യം കണ്ട എൽസ ഒന്ന് പുഞ്ചിരിച്ചു. മുറിയിലേക്ക് തിരിച്ചുപോയ അവൾ വാതിലിൽ ഒരു മുട്ടുകേട്ടു. പ്രതീക്ഷയോടെ അവൾ വാതിൽ തുറന്നു. അതവനായിരുന്നു, ജോൺ. ജോണിനെ കണ്ടപ്പോഴും എൽസയ്ക്കൊരു ഭാവമാറ്റവും ഉണ്ടായില്ല. വരണം, മരണദൂതനായ ഡോക്ടർ ജോൺ. എൽസയുടെ കൊട്ടാരത്തിലേക്ക് സ്വാഗതം. എൽസ അയാളെ സ്വീകരിച്ചു. എൽസയുടെ ആ സംസാരത്തിൽ എന്തോ പന്തികേട് ജോണിന് തോന്നി. അവൻ പുറത്തുള്ള പോലീസുകാരെ നോക്കി. പേടിക്കണ്ട, ഞാൻ ഒറ്റിക്കൊടുക്കാൻ വിളിച്ചതല്ല. മാത്രമല്ല, വൈകിട്ട് കൊടുത്ത ജ്യൂസിൽ അവന്മാർക്ക് കുറച്ച് സ്ലീപ്പിംഗ് പിൽസ് കൂടി കലക്കി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ബോംബ് പൊട്ടിയാൽ പോലും അവരറിയില്ല. അകത്തേക്ക് വരാം. എൽസ അകത്തേക്ക് നടന്നു. പിറകെ ജോണും. ഇരിക്കൂ. താനിരുന്നതിന് ശേഷം തന്റെ നേരെ എതിർവശത്തുള്ള ഇരിപ്പിടം ചൂണ്ടി അവൾ അവനോട് പറഞ്ഞു. മടിയൊന്നും കൂടാതെ അവനിരുന്നു. ഒരുപാട് വർഷങ്ങൾ മിസ്റ്റർ ജോണിനെ മാറ്റിയിരിക്കുന്നു. ശത്രുക്കളെ ഒന്നൊന്നായി തീർത്തു. ഇപ്പോൾ വിജയശ്രീലാളിതനായി തന്റെ അവസാന തിരയെ തീർക്കാൻ വന്നിരിക്കുന്നു, അല്ലേ? ഇതാണ് ദൈവനിശ്ചയം. ഇനി അവസാന ഇരയാക്കാൻ ജോണിന് തോന്നിച്ചത് ദൈവത്തിന് നന്ദി പറയും. ഇങ്ങനെയൊരു കണ്ടുമുട്ടൽ ഞാൻ പ്രതീക്ഷിച്ചില്ല, എൽസ പറഞ്ഞു. എൽസ, എന്റെ നിമ്മയെയും കുഞ്ഞിനെയും ഇല്ലാതാക്കിയത് നീയാണ്. ആദ്യം കൂട്ടുപ്രതികളെ വകവരുത്തി. ഇനി ഒടുവിലെ ഇര നീയാണ്. എല്ലാം കഴിഞ്ഞ് ഞാൻ കീഴടങ്ങും. പക്ഷേ അധികകാലം എനിക്ക് അകത്ത് കിടക്കേണ്ടി വരില്ല. അതെനിക്ക് ഉറപ്പാണ്, ജോൺ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. അറിയാം, സർവ്വ തയ്യാറെടുപ്പിലാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. ഞാൻ ഇന്ന് മരിക്കുമെന്ന് എനിക്കറിയാം. മരണത്തെ ഞാൻ ഭയക്കുന്നില്ല. എൽസ എന്നേ മരിച്ചു കഴിഞ്ഞു. ഇതെന്റെ ശരീരം മാത്രമാണ്. അല്പ ഉത്തരവാദിത്തങ്ങൾ എനിക്കുണ്ടായിരുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ജീവിച്ചത്. ഇന്ന് ഞാൻ സ്വതന്ത്രയാണ്. എന്നിലേൽപ്പിക്കപ്പെട്ട ദൗത്യങ്ങൾ പൂർത്തിയായി. എൽസ നെടുവേർപ്പെട്ടു. ഉത്തരവാദിത്തമോ? നിനക്കോ? ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും അലസത നിനക്കായിരുന്നു. നിന്റെ അച്ഛനമ്മമാർക്ക് പോലും നിന്നെ ഒരു വിലയുണ്ടായിരുന്നില്ല. ആ എൽസയ്ക്ക് എന്ത് ഉത്തരവാദിത്തം? ജോൺ പുച്ഛത്തോടെ ചോദിച്ചു. മിസ്റ്റർ ജോൺ, താങ്കൾക്ക് എൽസ എന്നതിനെക്കുറിച്ച് എന്തറിയാം? നിമ്മയുടെ അനിയത്തി എന്ന നിലയിൽ മാത്രം. അപ്പനും അമ്മയും എന്നെ മനസ്സിലാക്കിയിട്ടില്ല. അതിന് ശ്രമിച്ചില്ല. ഉണ്ടായിരുന്നെങ്കിൽ എന്റെ നിഖിലിന്ന് എന്റെ ഒപ്പം കാണുമായിരുന്നു. അവനെ ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറാണെന്ന് അപ്പച്ചൻ അവനോട് പറഞ്ഞ ആ നുണ ഇന്ന് അവനെ ഭൂമിയിൽ നിന്നും ഇല്ലാതാക്കി. ഇതിനെല്ലാം കാരണം അവളാണ്. നിങ്ങൾ പറഞ്ഞ നിമ്മി. അവൾക്കും എന്നെ മനസ്സിലായില്ല. നിങ്ങൾ പറ, എന്റെ ജീവിതം നശിപ്പിച്ചവളോട് ഞാൻ പക സൂക്ഷിച്ചത് തെറ്റാണോ? നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ കൊന്നവരോട് പ്രതികാരം ചെയ്യാൻ നടക്കുന്നു. എനിക്കും അതേ ഫീലിങ്സ് ആണ് മിസ്റ്റർ. നിമ്മിയോട് എനിക്ക് പക തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവളെ മരണത്തിലേക്ക് പറഞ്ഞയച്ചതും, എൽസ പറഞ്ഞു. മറുത്തൊന്നും പറയാൻ കഴിയാതെ അല്പനേരം ജോൺ മൗനിയായി നിന്നു. പക്ഷെ അയാൾ ഒരു ചോദ്യം എൽസയുടെ നേർക്കിട്ടു. എൽസ, തന്റെ വികാരം ഞാൻ മനസ്സിലാക്കുന്നു. എന്റെ കുഞ്ഞിനെ നീ എന്തിനു കൊന്നു? നിന്നോടതെന്ത് പിഴച്ചു? നമ്മൾ തുല്യ ദുഃഖിതരാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ എല്ലാം സഹിക്കാം. പക്ഷെ എന്റെ കുഞ്ഞിനെ നീ കൊന്നില്ലേ? അതിന് നിനക്ക് മാപ്പില്ല. എന്റെ കുഞ്ഞിനെ നീ എന്ത് ചെയ്തു? ജോൺ ആക്രോശിച്ചു.
ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്കാർക്കും ഈ എൽസയെ അറിയില്ല. ക്രൂരയും പഴക്കാളിയുമായ ഒരു പെണ്ണ്, അല്ലേ? ഉം, ഞാൻ അത്ര ക്രൂരല്ല ജോൺ. മനസ്സാക്ഷി നിങ്ങൾക്കുള്ളതുപോലെ എനിക്കുമുണ്ട്. ഒരു കുഞ്ഞ് എന്തു പിഴച്ചു? അതുകൊണ്ട് തന്നെ ഞാൻ ആ കുഞ്ഞിനെ രക്ഷിച്ചു. അവളിന്ന് ജീവിച്ചിരിപ്പുണ്ട്. എൽസ അവനെ നോക്കി പറഞ്ഞു. ഇല്ല, നീ നുണ പറയുന്നു. ഞാൻ നിന്നെ കൊല്ലാതിരിക്കാൻ നീ നുണ പറയുന്നു. എൽസയെ നോക്കി ജോൺ പറഞ്ഞു. ഇല്ല, ഞാനെന്തിന് കള്ളം പറയണം? ദൈവനിശ്ചയം പോലെ നിങ്ങൾക്ക് നിർമ്മലയ്ക്കും ജനിച്ച കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ട്. അവളിന്ന് വളർന്ന് അവളുടെ അമ്മയെപ്പോലെ ഒരു നേഴ്സാണ്. മാത്രമല്ല, അവള് പോലും അറിയാതെ അവളെ പഠിപ്പിച്ചതും നമ്മുടെ ഹോസ്പിറ്റലിൽ ജോലി കൊടുത്തതും ഈ ഞാൻ തന്നെയാണ്. എൽസ പറഞ്ഞു. സത്യാണോ നീ പറയുന്നത്? ജോൺ ചോദിച്ചു. അതെ. പക്ഷെ ഇതെല്ലാം എങ്ങനെ? എൽസയോട് ജോൺ ചോദിച്ചു. പറയാം. തന്റെ മകളെക്കുറിച്ച് അറിയാനായി ജോൺ ചെവി കൂർപ്പിച്ചു. എടി എൽസേ, താനെന്തിനാ ഈ കുഞ്ഞിനെ പിടിച്ചോണ്ട് നിൽക്കുന്നേ? അതിനെ അങ്ങ് കൊന്നൂടെ? റോണി ചോദിച്ചു. ആ, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ രണ്ടാളും പുറത്തേക്ക് നിന്നോ. ഞാനിതിനെ തീർത്തിട്ട് വന്നേക്കാം. അകത്തേക്ക് ആരെയും കടത്തിവിടരുത്. നിമ്മി എവിടെ? എൽസ റോണിയോട് ചോദിച്ചു. ഡെലിവറി കഴിഞ്ഞപ്പോൾ തന്നെ അവളെ ന്യൂറോളജി വിഭാഗത്തിലേക്ക് കൊണ്ടുപോയി. അവളെന്തായാലും തട്ടിപ്പോകുന്ന ലക്ഷണാണ്. എന്തായാലും ബാക്കി ജോസഫ് ഡോക്ടർ നോക്കട്ടെ. ഞങ്ങളങ്ങ് പോയേക്കുക. റോണിയും സൂസിയും പുറത്തേക്ക് പോയി. എൽസ കുഞ്ഞിനെ നോക്കി ഉറക്കമാണ്. എന്റെ മോളെ, നിന്നെ കൊല്ലാൻ മാത്രം ക്രൂരയല്ല ഞാൻ. നിന്റെ അമ്മയെ എനിക്ക് കൊല്ലേണ്ടി വന്നു. അപ്പനെയും ഞാൻ കൊന്നു. നിന്നെ കൂടി കുരുതി കൊടുക്കാൻ കഴിയില്ല. നിന്നെ ഇപ്പോ ഞാൻ എങ്ങനെ രക്ഷിക്കുക? എൽസ തലപുകഞ്ഞാലോചിച്ചു. പെട്ടെന്നാണ് വാതിൽ തള്ളി തുറന്ന് ക്രിട്ടിക്കലായ ഒരു ഗർഭിണിയെ കൊണ്ട് കുറച്ചുപേർ വരുന്നത്. എല്ലാവരും ആ യുവതിയെ രക്ഷിക്കാൻ വേണ്ട സജ്ജീകരണങ്ങൾ എല്ലാം നടത്തുന്നു. പക്ഷെ കുഞ്ഞിനെ എടുത്തെങ്കിലും ആ യുവതി മരിച്ചു. കുഞ്ഞിന് നേരിയ ശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിനെ ഓക്സിജൻ കൊടുക്കാനുള്ള ഉപകരണത്തിലേക്ക് മാറ്റി. ഡോക്ടർമാർ ആ യുവതിയും കൊണ്ട് മറ്റൊരു വശത്തേക്ക് മാറി. തന്ത്രപൂർവ്വം അവിടെ നിയോഗിച്ചിരുന്ന നേഴ്സിനെ എൽസ മാറ്റി. അപ്പോഴേക്കും ആ കുഞ്ഞും മരിച്ചിരുന്നു. ആരുമില്ലാതിരുന്ന ആ സമയത്ത് എൽസ കുഞ്ഞിനെ തമ്മിൽ തമ്മിൽ മാറ്റിവെച്ചു. എൽസ മരിച്ച സ്ത്രീയുടെ കുഞ്ഞിനെയും കൊണ്ട് പുറത്തേക്ക് നടന്നു. ഓപ്പറേഷൻ തിയേറ്ററിന്റെ പുറത്ത് കടന്നപ്പോൾ ഒരാൾ വിങ്ങിക്കരയുന്നു. അതാ യുവതിയുടെ ഭർത്താവാകണം, അവൾ ഊഹിച്ചു. പുറത്ത് അവളെയും കാത്ത് സൂസിയും റോണിയും നിന്നിരുന്നു. എൽസയെ കണ്ടപ്പോൾ അവർ ഓടി വന്നു. എടി, എന്തായി? കുഞ്ഞിനെ ഞാൻ തീർത്തു. അവളുടെ അവസ്ഥ എന്താണ്? ഏകദേശം തീർന്നു എന്നാ ജോസഫ് ഡോക്ടർ പറഞ്ഞത്. ജോണിനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധമാണ് കിട്ടിയതെന്നാണ് കേട്ടത്. ജോണിന്റെ ആ സുഹൃത്തില്ലേ ക്രിസ്റ്റഫർ, അയാൾ ഫോർമാലിറ്റീസ് എല്ലാം നോക്കിക്കൊണ്ട് ബോഡി കൊണ്ടുപോയി. പിന്നെ നിന്റെ പാരൻസ് വന്നിട്ടുണ്ട്. നിർമ്മലയെ അവർ ഏറ്റെടുത്ത മട്ടാണ്. കുഞ്ഞിനെ എന്തു ചെയ്യും? റോണി പറഞ്ഞു. നിങ്ങൾ ഈ കുഞ്ഞിനെ കൊണ്ടുപോയി അവരെ കാണിക്കേ. എന്നിട്ട് അതിന്റെ ഫോർമാലിറ്റീസ് എല്ലാം ജോസ് ഡോക്ടറെ കണ്ട് അന്വേഷിച്ച് വേണ്ട പോലെ കൈകാര്യം ചെയ്യണം. അപ്പനമ്മയും എന്നെ കണ്ട പ്രശ്നമാണ്. അതാ. ദാ, നിങ്ങൾ പോയിക്കോ. കുഞ്ഞിനെ അവരെ ഏൽപ്പിച്ച ശേഷം എൽസ വീണ്ടും പഴയ സ്ഥലത്തെത്തി. നേരത്തെ കണ്ട നേഴ്സ് അമലയെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് നിമ്മിയുടെ കുഞ്ഞിനെക്കുറിച്ച് തിരക്കി. ആ കുഞ്ഞിനെ അതിന്റെ അച്ഛൻ കൊണ്ടുപോയല്ലോ. ഇപ്പൊ പോയതേ ഉള്ളൂ. പാവം മനുഷ്യൻ. പക്ഷേ ആ കുഞ്ഞ് മരിച്ചു പോകേണ്ടതായിരുന്നു. പക്ഷേ എങ്ങനെയാണോ? ഒരു കുഴപ്പമില്ലായിരുന്നു. പ്രാർത്ഥനയുടെ ശക്തി, അല്ലാതെ ഒന്നും പറയാൻ കഴിയില്ല, അമല പറഞ്ഞു. അമല, എനിക്ക് ആ സ്ത്രീയുടെ ഡീറ്റെയിൽസ് ഒന്ന് വേണം. അതിപ്പോ എവിടെയാ കിട്ടുക? അത് ഞാനിപ്പോ തരാം. ദാ ആ ഫയലിലുണ്ട്. അമല ചൂണ്ടിക്കാട്ടിയ ഫയലെടുത്ത് തുറന്ന് എൽസ തന്റെ മൊബൈലിൽ ഫോട്ടോ എടുത്തു. ഇതെല്ലാം കണ്ട അമല സംശയിച്ചു. എൽസ സിസ്റ്ററിന് എന്താ ഈ കാര്യത്തിൽ ഇത്ര ഇൻട്രസ്റ്റ്? അമല ചോദിച്ചു. ഇതൊരു സോഷ്യൽ സർവീസാണ് എന്ന് കൂട്ടിക്കോ, എൽസ മറുപടി പറഞ്ഞു. അമല ഒന്ന് മൂളി. ഞാൻ ആ കുഞ്ഞിനെ പിന്തുടർന്ന് ആ മനുഷ്യന്റെ വീട്ടിലെത്തി. അവരുടെ വീടും പരിസരവും കണ്ടപ്പോൾ തന്നെ വലിയ സാമ്പത്തികമുള്ള വീട്ടുകാരല്ലെന്ന് ഞാൻ മനസ്സിലാക്കി. ഒടുവിൽ എന്റെ കൂട്ടുകാരി വഴി ഞാൻ ആ കുഞ്ഞിന്റെ സ്പോൺസറായി. അവളെ പഠിപ്പിച്ചു. നല്ല മിടുക്കിയായ കുട്ടി. യാദൃശികമായി ഒരു കാര്യം കൂടി ഞാൻ ശ്രദ്ധിച്ചു. ദൈവനിശ്ചയം പോലെ ആ കുഞ്ഞിന് അയാൾ നൽകിയ പേര് നിമ്മി എന്ന്. അവള് നല്ല മാർക്കോടെ +2 പാസ്സായി. അവളുടെ ആഗ്രഹമായിരുന്നു നേഴ്സാകണമെന്ന്. ഇന്നവൾ നിങ്ങളുടെ സെന്റ് മാർത്താസിൽ ജൂനിയർ നേഴ്സാണ്. സിസ്റ്റർ നിമ്മി ഫിലിപ്പ്. അല്ല, ശരിക്കും നിമ്മി ജോൺ. ജോൺ തലയിൽ കൈവച്ചിരുന്നു പോയി. അയാളുടെ പോക്കറ്റിൽ നിന്നും വിഷം നിറച്ച സൂചിയും കുപ്പികളും നിലത്തു വീണു. അയാൾ വിങ്ങിപ്പൊട്ടി. എൽസ ഇതെല്ലാം കണ്ട് അയാളുടെ അടുത്ത് ചെന്ന് അയാൾക്കരികിൽ നിന്നു. ജോൺ, നിങ്ങൾക്ക് തെളിവ് വേണമെങ്കിൽ ഫിലിപ്പിനെ കാണാം. അയാളെ സത്യങ്ങൾ ഞാൻ അറിയിച്ചു കഴിഞ്ഞു. അയാൾ ഇന്നൊരു മാറാരോഗിയാണ്. ഏത് നിമിഷവും അയാളെ മരണം കവരും. അതുകൊണ്ട് തന്നെ മകളുടെ സുരക്ഷിതത്വം അയാളും ആഗ്രഹിക്കുന്നു. തന്റെ മകളെ അവളുടെ സ്വന്തം അച്ഛനെ ഏൽപ്പിക്കുന്നതിനേക്കാൾ സുരക്ഷിതത്വം വേറെ ഒന്നുമില്ല എന്ന് അയാൾക്കറിയാം. ഇനി നിങ്ങൾക്ക് എന്റെ ജീവനെടുക്കാം. എൽസ അയാൾക്ക് മുമ്പിൽ മരണത്തെ പുൽകാൻ തയ്യാറായി നിന്നു.
ജോൺ തലയുയർത്തി അവളെ നോക്കി. താഴെ വീണ് കിടന്നിരുന്ന സൂചികളും കുപ്പികളും അയാൾ വാരിയെടുത്ത് അവിടെ അടുത്ത് കിടന്ന വേസ്റ്റ് ബിന്നിൽ നിക്ഷേപിച്ചു. തുടർന്ന് എൽസയ്ക്കരികിൽ മുട്ടുകുത്തി കൈകൾ കൂപ്പി അയാൾ പറഞ്ഞു, മാപ്പ്, നിന്റെ മനസ്സ് ഞാൻ കാണാതെ പോയല്ലോ മോളെ. എന്നോട് ക്ഷമിക്കേ. എൽസ, നീ മരിച്ചാൽ എൻ്റെ മകൾക്ക് ആരും ഉണ്ടാവില്ല. ഞാൻ ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷ ഞാൻ അനുഭവിച്ചേ തീരൂ. നീ ഈ ലോകത്തിൽ വേണം എൻ്റെ മോൾക്ക് അവളുടെ ആൻറ്റിയായിട്ട്. ഞാൻ നേരെ പോകുന്നത് രേഖയെ കാണാനാണ്. തനിക്ക് കുഴപ്പമൊന്നും വരാതെ ഞാൻ സൂക്ഷിച്ചോളാം, ജോൺ പറഞ്ഞു. എൽസ മറുപടി പറയുന്നതിന് മുൻപേ ജോൺ അവിടെ നിന്നും പോയിരുന്നു. പറഞ്ഞ പോലെ തന്നെ ജോൺ സ്റ്റേഷനിൽ ചെന്ന് കീഴടങ്ങി. എൽസയോടെ കോടതി ഒരു നല്ല തുക പിഴയായി കെട്ടിവെക്കാൻ വിധിച്ചു. കൊലപാതകങ്ങളുടെ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ജോണിനെ 7 വർഷത്തേക്ക് തടവിന് വിധിച്ചു. പപ്പ, നമ്മളെന്നാ ഇനി നാട്ടിൽ പോകുന്നേ? നിമ്മി ചോദിച്ചു. നമുക്ക് വേഗം പോണം. എന്നിട്ട് നിനക്ക് ഒരു നല്ല ചെക്കനെ കണ്ടുപിടിച്ച് കെട്ടുറപ്പിക്കണം, ജോൺ പറഞ്ഞു. അയ്യടാ, അത് മനസ്സിലിരിക്കട്ടെ. എനിക്ക് ലൈഫ് അടിച്ചു പൊളിക്കണം. എന്നിട്ട് മതി കല്യാണം കളവാണോക്കെ, നിമ്മി പറഞ്ഞു. അമ്പടി, ജോണും നിമ്മിയും പൊട്ടിച്ചിരിച്ചു. അവരുടെ ആ സന്തോഷം കണ്ടിട്ടാവണം വീടിന്റെ ചുമരിൽ മാലയിട്ട് തൂക്കിയിരുന്ന നിർമ്മലയുടെ ചിത്രം വെട്ടിത്തിളങ്ങി. ഡിയർ ഫ്രണ്ട്സ്, ഈ കഥയുടെ അവസാനിച്ചു. കഥ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ ഒരു ലൈക്കും കൂടി. കൂടുതൽ കഥകളുമായി നമുക്ക് വീണ്ടും കാണാം. ബായ്.